ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു അധ്യായമാണ്. ഇതിനെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കർഹിചിത് അധ്യായം എന്ന പേരിൽ പൂന്താനം സ്ഥിരം വായിച്ചുകൊണ്ടിരുന്ന, കൊട്ടിയൂർ ക്ഷേത്രത്തിൽ വായിച്ചുകൊണ്ടിരുന്ന അധ്യായത്തിൽ ആ അധ്യായം വായിച്ചിട്ട് പൂന്താനം അവിടെ പുസ്തകത്തിൽ മാർക്ക് വെച്ചിട്ട് പോകും. രാവിലെ വരുമ്പോൾ വീണ്ടും ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ഈ മാർക്ക് വന്നിട്ടുണ്ടോ. എല്ലാ ദിവസവും പാവം ഈ കർഹിചിത് അധ്യായം തന്നെ വീണ്ടും 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 ആവർത്തിച്ച് 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 വായിക്കും. അത് ആൾക്കാർ വിചാരിച്ചു എന്താ പൂന്താനത്തിന് പറ്റിയത്, പൂന്താനം എന്തിനാ ഈ കർഹിചിത് അധ്യായം വീണ്ടും വീണ്ടും വായിക്കുന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയും, അതല്ല, ഞാൻ ബുക്ക് മാർക്ക് വെച്ചിട്ട് പോണതാണ്. പക്ഷെ രാവിലെ ആകുമ്പോൾ ആരോ മാറ്റി വയ്ക്കണു. ഇതാരാ മാറ്റി വെച്ചതെന്ന് അറിയുന്നില്ല. അമ്മയ്ക്കറിയാം, ഉമ്മയ്ക്കറിയാം ആരാ മാറ്റി വയ്ക്കണം. മഹേശ്വരനാണ്, മഹാദേവനാ മാറ്റി വയ്ക്കണത്. ഇത് കുറേ ദിവസം തുടരണ കണ്ടപ്പോൾ അമ്മയ്ക്ക് സങ്കടം തോന്നി. അമ്മ പറഞ്ഞു, ആ പാവം മനുഷ്യൻ, അയാൾ ദിവസവും രാവിലെ ആ ഭാഗം തൊട്ട് വായിക്കുകയാണ്, ഭാഗവതം അങ്ങോട്ട് നീങ്ങണില്ല. എന്തിനാ ഇത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഉമ്മേ, അയാളത് വായിക്കണ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ അത് വായിച്ചു കഴിഞ്ഞാലും വീണ്ടും ആ ബുക്ക് മാർക്ക് എടുത്തിട്ട് ആ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ കൊണ്ടേ വെക്കണമെന്ന് പറഞ്ഞു. അതാണ് ഈ കർഹിചിത് അധ്യായത്തിൻ്റെ, കർഹിചിത് എന്ന് പറഞ്ഞാൽ തുടങ്ങണത്. അതുകൊണ്ടാണ് അതിനെ കർഹിചിത് അധ്യായം എന്ന് പറയണത്. ആ ശ്ലോകം തുടങ്ങണത് അങ്ങനെ. അതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കും ഭഗവാന്റെ എന്തോ കഥ കേൾക്കാനും രുക്മിണിയും കൃഷ്ണനും തമ്മിലുള്ള സംഭാഷണം കേൾക്കാൻ ഭയങ്കര സന്തോഷമുള്ളതുകൊണ്ട് മഹാദേവനത് കേൾക്കണം. അതല്ല അതിൻ്റെ കാരണം. ബ്രഹ്മാകാര വൃത്തി അല്പമെങ്കിലും അഹങ്കാരം ശേഷിച്ചാൽ, രുക്മിണിയിൽ അല്പമെങ്കിലും അഹങ്കാരം ശേഷിച്ചാൽ, ജീവനിൽ അല്പമെങ്കിലും അഹങ്കാരം ശേഷിച്ചാൽ, കൂടെ ജീവിച്ചിട്ടും ഭഗവാനെ അറിഞ്ഞറിഞ്ഞറിഞ്ഞ് ജീവിച്ചിട്ടും അല്പമെങ്കിലും അഹങ്കാരം ശേഷിച്ചാൽ അതിനെയും ഭഗവാൻ എങ്ങനെ നുള്ളിക്കളയും എന്നുള്ള അറിവ് അതിൽ വരുന്നത് കൊണ്ടാണ് മഹാദേവൻ അതിനോട് ഇത്ര സ്നേഹം. പൂർണ്ണ ശുദ്ധി കൊടുക്കുന്നതാണ് കർഹിചിത് അധ്യായം കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പരമഗുരുനാഥൻ ഭാഗവത ഹംസം, വെറു ഹംസമല്ല, രാജഹംസമായിട്ടുള്ള മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി, അദ്ദേഹത്തിൻ്റെ കർഹിചിത് അധ്യായം അതിവിശേഷമായിരുന്നു എന്ന് പറയാറുണ്ട് കേൾക്കാൻ. കർഹിചിത് അധ്യായം കേൾക്കേണ്ടത് എന്തിനാ വെച്ചാൽ ആത്മശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. ഭാര്യയും ഭർത്താവും വീട്ടിലിരിക്കുമ്പോൾ വെറുതെ ഒരു സംഭാഷണമായിട്ട്, ഒരു ഒഴിവു നേരത്തുണ്ടാവണ ഒരു സംഭാഷണമായിട്ട് തുടങ്ങണ അധ്യായം ഏതോ ഒരു തലത്തിലെത്തും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. ഗുരുവായൂരപ്പ ആ സമയം തരണേ. ബ്രഹ്മസംബന്ധം എങ്ങനെ ദൃഢമാക്കാം എന്നുള്ളതാണ് കർഹിചിത് അധ്യായത്തിൻ്റെ പ്രത്യേകത. ബ്രഹ്മസംബന്ധം കിട്ടി, കല്യാണം കഴിപ്പിച്ചു, ഇന്നലെ നിർത്തി, ജീവൻ ബ്രഹ്മത്തെ കിട്ടിക്കഴിഞ്ഞു. ഇനി അവരെ ചേർത്ത് നിർത്തണം. ഭഗവാനായിട്ട് ഇട്ടിട്ട് പോവില്ല. പക്ഷേ ജീവന് ചില നേരങ്ങളിൽ തോന്നാം, എൻ്റെ മിടുക്കാണ്, ഞാനാണ് കല്യാണം കഴിച്ചത്, എനിക്ക് കിട്ടിയതാണ്, ഇങ്ങനെയൊക്കെ തോന്നാം. ആ ഒരു ദർപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രഹ്മസ്വരൂപം ഗ്രഹിക്കുന്നതിന് കഠിനമായ ശ്രമം ആവശ്യമാണ്. ബ്രഹ്മജ്ഞാനത്തിനെ നിലനിർത്തുന്നത് അതിലും കഠിനമാണ്. To be successful, it is very difficult. To remain successful, it is very, very, very difficult. ജയിക്കാൻ കഷ്ടമാണ്, ഒന്നാമനാവാൻ കഷ്ടമാണ്, ഒന്നാമനായിട്ട് നിൽക്കാൻ അതിലും കഷ്ടമാണ്. ഒരു ചെറിയ തെറ്റ് വരാൻ പറ്റില്ല. അപ്പോൾ ആ ഒന്നാമനായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്, ജയിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള അധ്യായമാണിത്. നമ്മൾ ഇത്രയും നേരം ഭാഗവതത്തിൻ്റെ ഒന്നാമത്തെ സ്കന്ധം തൊട്ടിട്ട് മമതയെ കട്ട് ചെയ്ത് കളയിപ്പിച്ചു, അതിൻ്റെ കഥകളൊക്കെ പറഞ്ഞു, ഹിരണ്യാക്ഷൻ്റെയൊക്കെ കഥയൊക്കെ പറഞ്ഞു, പിന്നെ അഹങ്കാരത്തിൻ്റെ കഥകളൊക്കെ കട്ട് ചെയ്ത് മമതയെ അലിയിപ്പിച്ചു കൊന്നു, അല്ലെങ്കിൽ ചെകിടത്തടിച്ചു കൊന്നു. ഇവിടെ എത്തിയപ്പോൾ കുത്തിക്കൊല്ലാനും പിളർന്നു കൊല്ലാനും ഒക്കെ തുടങ്ങിയ അഹങ്കാരത്തിനെ. അതും കഴിഞ്ഞ് ബ്രഹ്മസാക്ഷാത്കാരം കിട്ടി, രുക്മിണിയെ കല്യാണം കഴിച്ചു. അതുകൊണ്ടും ജീവിതം അവസാനിക്കുന്നില്ല. എനിക്ക് കിട്ടേണ്ടത് കിട്ടി എന്ന് പറയാറില്ല. അതിനെ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ നിരന്തരാഭ്യാസം. പൂർവ്വസംസ്കാര സ്ഫുരണം എപ്പോഴും ഉണ്ടാവും. എത്ര വലിയ ബ്രഹ്മജ്ഞാനിയാണെങ്കിലും നമുക്ക് വല്ല ഐഡിയ ഉണ്ടോ നമ്മളുടെ എത്രമാത്രം ജന്മങ്ങൾ കടന്നു പോയിട്ടുണ്ടെന്ന്? കുറഞ്ഞതൊരു 36,000 ജന്മം കടന്നിട്ടുണ്ട് നമ്മൾ. കുറഞ്ഞത് ശരാശരി ഏറ്റവും കൂടിയതൊരു 84 ലക്ഷം കടന്നുണ്ടാവും. മിനിമം മാക്സിമം. അപ്പോൾ ആചാര്യന്മാർ പറയാറെന്താ വെച്ചാൽ, സംസാര ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ഫാന് പോലെയാണ്.
ബ്രഹ്മജ്ഞാനം കിട്ടുക പറഞ്ഞാൽ ഫാൻ ഓഫാക്കല. ഫാൻ ഓഫാക്കി കഴിഞ്ഞാലും ഇലക്ട്രിസിറ്റി നിന്നാലും പിന്നെയും കുറച്ച് നേരം ഫാൻ ഒന്ന് കറങ്ങിയിട്ടേ നിൽക്കുള്ളൂ. ആ കറക്കത്തിൻ്റെ സമയമാണ് ഈ കുഴപ്പമൊക്കെ ഉണ്ടാവുക. അതായത് ബ്രഹ്മബോധം വന്നാലും പിന്നെയും ഇടയ്ക്ക് ക്രോധം, കാമവികാരം, ഭയം, പ്രണയം, ആഗ്രഹങ്ങൾ എന്തും ഉണ്ടാവാം. അത് രുക്മിണിയിൽ കുറച്ച് കണ്ടപ്പോൾ ഭഗവാൻ അതിനെ കൂടെ വേരോടെ എടുത്ത് കളഞ്ഞതാണ് കറക്റ്റ് ചെയ്തത്. ഭഗവാന്റെ പ്രാപ്തിക്ക് ശേഷവും രുക്മിണിക്ക് ഒരു കളങ്കം ഉണ്ടായിരുന്നു മനസ്സിൽ. ഭഗവാനെ ശത്രുവായിട്ട് കാണുന്ന അധർമ്മിയായിട്ടുള്ള ചേട്ടനോടുള്ള ആശാപാശം. അവർ ചേട്ടനും അനിയത്തിക്കും ഭയങ്കര സ്നേഹമായിരുന്നു. ഈ രുക്മിയെ സംബന്ധിച്ചിടത്തോളം രുക്മിക്ക് കൃഷ്ണനെ അത്ര ദേഷ്യമാണെങ്കിലും രുക്മിണിയുടെ ഒരു മകളെ കൃഷ്ണൻ്റെ തന്നെ രുക്മിണിയുടെ ഒരു മകന് കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ട്. രുക്മിണിക്ക് 8 പേരോ 10 പേരോ ഒറ്റയാണ് മക്കളുണ്ടായത്. അതിലൊരു മകനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. ഇഷ്ടമല്ല കൃഷ്ണനെ, പക്ഷെ അനിയത്തിയോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തു കൊടുത്താണ്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഇത് ഭഗവാന് നന്നായിട്ടറിയാം. രുക്മിണി പറഞ്ഞു, ഭഗവാന്റെ അടുത്ത് സഹോദരൻ്റെ പ്രാണനെ എടുക്കരുത് എന്ന് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് രുക്മിണിയുടെ മാനസികാവസ്ഥ ഒന്ന് പ്രാർത്ഥിക്കണം. അവിടെ മാത്രമാണ് ഭഗവാന്റെ അടുത്തുനിന്ന് ഭഗവാന്റെ ഇച്ഛയ്ക്ക് വിരുദ്ധമായിട്ട് രുക്മിണിക്കൊരാഗ്രഹം നിൽക്കുന്നത്. ഭഗവാന്റെ ഇച്ഛ രുക്മി മരിക്കണം എന്നാണ്. രുക്മി ഒരു ദുർഗുണമാണ്. അഹങ്കാരം തന്നെയാണ് രുക്മി. അഹങ്കാരം ശരീരത്തിന് ജീവനെ കൈയടക്കി വയ്ക്കുകയാണ്. അതാണ് രുക്മിക്ക് രുക്മിണിയുടെ മുകളിൽ ഇത്ര ആശാപാശം എന്ന് കാണിക്കുന്നത്. ഭഗവാൻ ആ അഹങ്കാരത്തിനെ കൊല്ലണം. ഭഗവാൻ അഹങ്കാരത്തിന് ബാക്കി എല്ലാ അഹങ്കാരങ്ങളെയും കൊല്ലുന്നുണ്ട് പല രൂപങ്ങളിലും. രുക്മിയെ കൊല്ലാൻ ജീവനാകുന്ന പ്രിയതമ ബ്രഹ്മസംബന്ധം വന്ന ജീവൻ സമ്മതിക്കുന്നില്ല. പക്ഷെ ഭഗവാന് പറ്റില്ല. ജീവൻ്റെ ദശ സമ്പൂർണ്ണമായിട്ടും ഭഗവാൻ അനുകൂലമാകണത് വരെ ബ്രഹ്മസംബന്ധം ദൃഢമാകില്ല, വിവാഹം ഉറക്കില്ല. എന്തോ ഒരു കരട് അവിടെ കിടക്കും. ആ കരട് അവിടെ കിടക്കും. ഒരു ചെറിയ വിശ്വാസക്കുറവ്, ഭഗവാൻ തട്ടുമോ ചേട്ടനെ എന്ന് മനസ്സിൽ കിടക്കുകയാണ്. അത് ജ്ഞാനമാർഗത്തിൽ ജീവൻ്റെ മുക്തി 3 തരത്തിലാണ് നടക്കുന്നത്. ആ 3 മുക്തി അതൊക്കെ ടെക്നിക്കലാണ്. അതൊന്നും നമുക്കിപ്പോൾ അത്യാവശ്യമില്ല. വളരെ എന്താ പറയുക, ചുരുക്കി ഞാൻ പറയാം. സപ്താഹം നടക്കുന്ന സമയത്ത് രുക്മിണി സ്വയംവരം വരും 5-ാം ദിവസം വൈകിട്ടാണ്. 6-ാം ദിവസത്തെ പാരായണം തന്നെ തുടങ്ങണത് രാവിലെ, കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ അധ്യായമായിട്ടാണ് തുടങ്ങുക. ഇവർ തമ്മിലുള്ള സംഭാഷണമായിട്ടാണ്. ഇത് ഭട്ടതിരിപ്പാടിന് നന്നായിട്ട് അറിയരുത്. കല്യാണം നടന്നിട്ട് ഇടയിൽ ഇത്രയും സംഭവം നടന്നിട്ടുണ്ടെങ്കിലും ഭട്ടതിരിപ്പാട് ഇവരുടെ ഈ സംഭാഷണത്തിനെ രുക്മിണി വിവാഹം പറഞ്ഞ ദശകത്തിൻ്റെ അകത്തന്നെ കൊണ്ടുപോയിട്ട് ഒതുക്കിയിട്ട് അവിടെ നിന്ന് തന്നെ ജീവനെ ശുദ്ധാക്കി കളഞ്ഞു. ഭഗവാൻ ഇത്രയും കാലം വെയിറ്റ് ചെയ്തിരുന്നത് ഭാഗവതത്തിലേ ഉള്ളൂ. ഭട്ടതിരിക്ക് നല്ല ബോധമുണ്ട്. അദ്ദേഹം പോയറ്റിക് ലൈസൻസ്, കവിയുടെ ലൈസൻസ് എടുത്തിട്ട് ഈ സംഭവത്തിനെടുത്തിട്ട് ഇവർ തമ്മിലുള്ള ഈ സംഭാഷണത്തിനെടുത്തിട്ട് അവിടെ കൊണ്ട് ഒട്ടിച്ചു. ഈ സംവാദത്തിൽ ബ്രഹ്മജ്ഞാനം ദൃഢമായോ എന്നറിയാനുള്ള ടെസ്റ്റുകളാണ് കംപ്ലീറ്റ്. അത് ഇതിൻ്റെ അകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഭഗവാൻ. ഒരു ദിവസം രുക്മിണി ആ ജഗൽപതിയായിട്ടുള്ള തൻ്റെ ഭർത്താവിനെ സഖിമാരോട് കൂടിയിട്ട് പരിചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രുക്മിണി ദേവി തൻ്റെ സഖിന്ന് രത്നം ഖചിതമായിട്ടുള്ള ചാമരം, വെൺചാമരത്തിനെ വാങ്ങിയിട്ട് സ്വയം ഭഗവാനെ വീശാൻ തുടങ്ങി. ഈ ലീലയ്ക്കായിട്ട് മാത്രം മനുഷ്യരൂപം ധരിച്ച ഭഗവാൻ തന്നിൽ നിന്നും അഭിന്നയായിട്ടുള്ള ലക്ഷ്മീദേവിയുടെ അവതാരമായിട്ടുള്ള രുക്മിണി ദേവിയെ നോക്കിയിട്ട് വളരെ പ്രസന്നവദനായിട്ട് അവളെ ഒന്ന് പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് നേരം പോക്കായിട്ട് പറഞ്ഞു അത്രേ. രാജപുത്രീപ്സിതാ ഭൂപേർ ലോകപാല വിഭൂതിഭി മഹാനുഭാവൈ ശ്രീമദ്ഭീരൂപൗദാര്യബലോർജിതൈ താൻ പ്രാപ്താനർത്തിനോ ഹിത ചൈദ്യാദീൻ സ്മരദുർമദാൻ ദത്താഭ്രാത്ര സ്വമിത്ര ച കസ്മാന്നോ വവർഷേ അസമാൻ. രാജപുത്രി, രാജകുമാരി, രൂപവും ബലവും ഔദാര്യവും ഒക്കെ ധാരാളം അങ്ങനത്തെ ഗുണങ്ങളുള്ളവരും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം വേണ്ടുവോളം ഉള്ളവരും ലോകപാലന്മാരെ പോലുള്ള ഐശ്വര്യമുള്ളവരും
മഹാനുഭാവന്മാരുമായിട്ടുള്ള എത്രയോ രാജാക്കന്മാർ നിന്നെ കല്യാണം കഴിക്കാൻ കാമിച്ചിട്ട് പണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നിൻ്റെ സഹോദരനും പിതാവും ഒക്കെ നിന്നെ അവരിൽ ഒരാൾക്ക് കൊടുക്കാനാണ് ആഗ്രഹിച്ചത്. എന്നിട്ടും നിൻ്റെ സർവ്വ ആഗ്രഹങ്ങളെയും സാധിച്ചു തരുന്നതിന് തയ്യാറായിട്ട് നിന്നിരുന്ന ആ കാമോന്മത്തരായിട്ടുള്ള ശിശുപാലാദി രാജാക്കന്മാരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് നിനക്കൊരു തരത്തിൽ യോജിക്കാത്ത എന്നെ നീ എന്തിനാണ് ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചു. നിനക്ക് ഒരു തരത്തിലും യോജിക്കാത്ത എന്നെ നീ എന്തിനിഷ്ടപ്പെട്ടു? ഭഗവാൻ ആ അകത്തുള്ളതിനെ ചുരണ്ടി പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോദിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ വാക്കുകളുടെ ഭാവാർത്ഥം എന്താ? സംസാരികൾക്ക് സംസാരികളുമായിട്ടാണ് ബന്ധം ഉണ്ടാവേണ്ടത്. രുക്മിണി രാജകുമാരിയാണ്, അതുകൊണ്ടാണ് രാജകന്യകയെ രാജകുമാരി എന്ന് വിളിച്ചത്. രുക്മിണി എന്ന് വിളിച്ചാൽ മതി. അവിടെ അഭിസംബോധന തന്നെ എന്താ വെച്ചാൽ വിഷയസുഖങ്ങളുടെ നടുക്ക് കിടക്കുന്നവരാണ് രാജാക്കന്മാരും രാജകുമാരന്മാരും. അതുകൊണ്ടാണ് ആ സംബോധന. രുക്മിണി രാജകന്യകയാണ്. അവൾ ഏതെങ്കിലും രാജാവിൻ്റെ ഭാര്യയായിട്ട് കൂടുതൽ ശോഭിക്കുമായിരുന്നു. സംസാരത്തിൽ രാജാവിൻ്റെ സുഖമാണ് ഏറ്റവും വലിയ സുഖം. സംസാര ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സുഖം അനുഭവിക്കുന്നത് ഭരണാധികാരിയാണ്. നമുക്കറിയാമല്ലോ ചുറ്റും നടക്കുന്നത് കാണുമ്പോൾ. അതിലും കൂടുതലായിരിക്കും രാജഭരണത്തിൻ്റെ ചുമതലയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലേശങ്ങളും ഇല്ലാത്ത റാണിമാരുടെ സുഖം. ഈ ഭരണാധികാരികളുടെ ഭാര്യമാരാണ് ഏറ്റവും സുഖിക്കുക. കാരണം ഇവർക്ക് ഭരണത്തിൻ്റെ ക്ലേശവും ഇല്ല, എന്നാൽ അധികാരത്തിൻ്റെ സകല സുഖങ്ങളും കിട്ടും. ഇവരാണ് രാജ്യത്തിനെ നശിപ്പിക്കുക. ഈ ഭാര്യമാരിൽ നിന്നാണ് സകല പ്രശ്നങ്ങളും തുടങ്ങുന്നത്, പ്രത്യേകിച്ച് ഭരണാധികാരികളുടെ. അപ്പം രുക്മിണിക്കാണെങ്കിൽ ഇഷ്ടമുള്ള ആളെ വരിക്കാനും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. എന്നിട്ടും രുക്മിണി എന്തുകൊണ്ട് തന്നെ വിവാഹം ചെയ്തു എന്ന് ചോദിക്കുന്നത് വെറുതെ തമാശയ്ക്ക് ചോദിക്കുകയാണ്. ഭഗവാനെ ധ്യാനിക്കാനിരിക്കുമ്പോൾ ധ്യാനം ശരിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഭഗവാൻ നമ്മുടെ ഉള്ളിലിരുന്നിട്ട് ഗുരുവായൂരപ്പൻ ചോദിക്കും, അല്ല ഈ സംസാരത്തിലുള്ള നല്ല നല്ല സുഖങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് നീ എന്തിനാടാ എൻ്റെ നേരെ നോക്കണത്? എന്നെ നോക്കിയിട്ട് നിനക്കൊന്നും കിട്ടില്ല, നീ പുറത്തുള്ളതൊക്കെ നോക്കി സന്തോഷമായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞിട്ട് നമുക്കിട്ട് കുത്തു തരും. മൂപ്പര് പറഞ്ഞത് കേട്ടാൽ നമ്മുടെ പണി പാടും. ഭഗവാൻ പറയണത് കേൾക്കാൻ പാടില്ലാത്ത ഏക സമയം ഇതാണ്. അത് വെറുതെ ചൊറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ്. അപ്പോൾ ഭഗവാൻ വീണ്ടും പറയാം, രാജഭ്യോ ബിഭ്യത സുബ്രൂഹു സമുദ്രം ശരണം ഗതാൻ ബലവദ്ഭി കൃതദ്വേഷാൻ പ്രായസ്ത്യക്ത നൃപാസനാൻ. അല്ലയോ സുമുഖിയായിട്ടുള്ളവളെ, അടുത്ത വാക്കാ സുമുഖി, മനോഹരമായിട്ടുള്ള മുഖം, സൗന്ദര്യമുള്ളവളെ. ദേഹബോധത്തിനെ കുത്തുന്ന വാക്കാണ് സുന്ദരി എന്ന് വിളിച്ച. ദേഹബോധത്തിനെ അങ്ങനെ ഒന്ന് സുഖിപ്പിച്ചു കൊടുക്കണം. സുമുഖി, ഞാൻ രാജാക്കന്മാരെയൊക്കെ ഭയന്നിട്ട് സമുദ്രത്തിൻ്റെ അകത്ത് പോയിട്ട് ഒളിച്ചവനാണ്. ബലവാന്മാർക്കൊക്കെ എന്നോട് ദ്വേഷമാണുള്ളത്. രാജസിംഹാസനവും എനിക്കില്ല, ഞാൻ രാജാവുമല്ല. ഭഗവാൻ പറയണം എന്താ വെച്ചാൽ, രജോ ഗുണത്തിനെ രാജസവൃത്തിയെ ഭയന്നിട്ട് ഞാൻ കടലിൻ്റെ അടിയിൽ പോയതാണെന്ന്. ഭഗവാൻ സത്വഗുണമാണ്, രാജാവിൻ്റെ ഗുണം രാജസമാണ്. അതുകൊണ്ടാണ് കൃഷ്ണൻ ഒരിക്കലും രാജാവാകാഞ്ഞത്. അതുകൊണ്ടാണ് ബലരാമനും ഒരിക്കലും രാജാവാകാഞ്ഞത്. അവർക്ക് രാജാവാകാൻ പറ്റില്ല. രാജാവാകണമെങ്കിൽ രജോ ഗുണപ്രധാനിയായിരിക്കണം. സത്വഗുണപ്രധാനിയായിട്ടുള്ള ഭഗവാന് രാജാവാകാൻ പറ്റില്ല. രാജസവൃത്തിയെ പേടിച്ചിട്ട് ഞാൻ സമുദ്രത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് ആ സമുദ്രത്തിൻ്റെ രൂപത്തിലുള്ള ബ്രഹ്മഭാവത്തിൻ്റെ അകത്ത് പോയിട്ട് ഒളിച്ചിരിക്കുന്നത്. അതാണ് ഞാൻ പണ്ട് കടലിൽ പോയി ഒളിച്ചു, ദ്വാരകയിൽ പോയിട്ട് ഒളിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ബ്രഹ്മഭാവത്തിൻ്റെ അകത്താണ് ഭഗവാൻ ഇരിക്കണതെന്ന്. അതാണ് ഈ തത്താവത്ഭാതി സാക്ഷാൽ ഗുരുഭവന വരെ. വളരെ ശ്രദ്ധിക്കണം. അത് വളരെ ഭട്ടേരി എത്രമാത്രം ചിന്തിച്ചിട്ട് ആ ശ്ലോകം എഴുതിയിരിക്കണമെന്ന് നമുക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. സംസാരത്തിൽ ബലവാന്മാരാണെന്ന് കരുതുന്നവർ ഭഗവാനെ സ്മരിക്കാറില്ല. ഭഗവാനും ഭക്തന്മാരും രാജപദവി ആഗ്രഹിക്കുന്നുമില്ല. ഇവർക്ക് അവരെയും വേണ്ട, അവർക്ക് ഇവരെയും വേണ്ട. കാരണം ഈ രാജപദവി എന്ന് പറയുന്നത് ഈ വിക്ഷേപങ്ങളെ വർദ്ധിപ്പിക്കുന്നതാണ്. എന്താ വിക്ഷേപം? മനസ്സിൻ്റെ ചിന്തകൾ പല വഴിക്ക് പോകണം. ഞാൻ പറയാറില്ലേ, നമ്മുടെ മൈൻഡിനെ ഇങ്ങനെ വിചാരിച്ചാൽ അതിന് റോക്കറ്റ് ലോഞ്ച് ചറപറ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റോക്കറ്റ് പോകണ മാതിരിയാണ് ചിന്തകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് വിക്ഷേപം. മാത്രമല്ല, ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ ഈ സ്വസ്വരൂപാനുസന്ധാനം നടക്കില്ല. ആചാര്യം പറഞ്ഞത്, ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞ അവനവൻ്റെ സ്വരൂപത്തിനെ അനുസന്ധാനം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ റോക്കറ്റ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് പിടിച്ചു നിർത്താനാ? നടക്കില്ല. രുക്മിണി അപ്പോൾ അതിന് മറുപടി പറയണം. അതാണ് ഭഗവാൻ 2 കുത്തു കൊടുത്തു. 2 കുത്ത്. ആദ്യം രാജകുമാരി എന്നും വിളിച്ചു, രണ്ടാമത് സുമുഖി എന്നും വിളിച്ചു. ഒന്ന് വിഷയസുഖങ്ങളുടെ നടുക്ക് ജനിച്ച് വളർന്ന സുമുഖി എന്ന് വിളിച്ചാൽ ദേഹബോധമുള്ള ടെസ്റ്റാണ്, ഭഗവാന്റെ ടെസ്റ്റാണത്.
അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഇത്. കുറച്ച് കഴിഞ്ഞിട്ട് ആ രുക്മിണിയുടെ മറുപടിക്ക് മുമ്പ് ഭഗവാൻ 2-3 കാര്യങ്ങളൂടെ ചോദിക്കുന്നുണ്ട്, അതും കൂടെ പറയാം. ആ മറുപടിയിൽ ഈ സ്വസ്വരൂപാനുസന്ധാനം അസാധ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് രുക്മിണിയുടെ മറുപടിയിൽ നമുക്കത് കൂടുതൽ കിട്ടും. ഭഗവാൻ തുടർന്ന് ചോദിക്കുകയാണ്, അസ്പഷ്ടവർത്തമനാം പുംസാം അലോകപദവീയൂഷാം ആസ്ഥിതാ പദവീ ശുഭ്രൂ പ്രായസീദന്തിയോഷിത. അല്ലയോ സുന്ദരി, ഞങ്ങൾ, ഭഗവാൻ പറഞ്ഞത് ഞാനും എൻ്റെ ഭക്തന്മാരും, അമ്മയെ വേറേക്ക്, ഞങ്ങളുടെ മാർഗം സ്പഷ്ടമല്ല, അസ്പഷ്ടം ദൃഷ്ടമാത്രേ. ഞങ്ങളുടെ മാർഗം സ്പഷ്ടമല്ല, കണ്ടാൽ മനസ്സിലാവില്ല. ലൗകിക വ്യവഹാരങ്ങളൊന്നും ഞങ്ങൾ ശരിക്കും ചെയ്യാറില്ല. ഞങ്ങൾ ചിലപ്പോൾ കുളിക്ക് പോലുമില്ല, ദേഹം വൃത്തിയാക്കില്ല. ഋഷഭൻ്റെ കഥ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, ഭരതൻ്റെ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് അനുനയം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി അറിയില്ല, ഡിപ്ലോമാറ്റിക്കായിട്ട് കാര്യം ചെയ്യുക അതൊന്നും അറിയില്ല. വിനയം എന്ന് പറഞ്ഞത് ചിലപ്പോൾ ഞങ്ങൾ കാണിക്കാറേയില്ല, സ്ത്രീകളെ സന്തോഷിപ്പിക്കാറുമില്ല. അതുകൊണ്ട് ഞങ്ങളെ അനുസരിക്കുന്ന സ്ത്രീകൾക്ക് സാധാരണ ദുഃഖമേ ഉണ്ടാവുള്ളൂ, ഞങ്ങളെപ്പോലുള്ളവരെ കല്യാണം കഴിക്കരുത് എന്ന് ലോകത്തിൻ്റെ കണ്ണിൽ പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? ബ്രഹ്മസുഖത്തിൻ്റെ മാർഗം അസ്പഷ്ടമാണ്, അത് അലൗകികമാണ്. ആ മാർഗത്തിൽ പോകുന്നവർ സ്ത്രീകളെ തിരിഞ്ഞു നോക്കില്ല, സ്ത്രീകളാണ് ഈ പുരുഷന്മാരെ തിരിഞ്ഞു നോക്കില്ല. എപ്പോഴും ഈ സ്ത്രീ എന്ന് പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾ സ്ത്രീകൾ മോശമാണെന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞു. സ്ത്രീയോ പുരുഷനോ ലിംഗവ്യത്യാസം എന്താണോ അതിനനുസരിച്ചിട്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളാം. ആചാര്യന്മാരൊക്കെ അധികം പേരും പുരുഷന്മാരായതുകൊണ്ട് അങ്ങനെ എഴുതിയെന്ന് മാത്രം. അതുകൊണ്ട് അസ്പഷ്ട മാർഗത്തിൽ പോകുന്ന ആൾക്കാരോട് കൂടിയിട്ട് ചേർന്നാൽ നിങ്ങൾക്ക് സുഖമൊന്നും കിട്ടില്ല. അതിലും നല്ലത് നിങ്ങൾ സാംസാരികളായിട്ടുള്ള ചർച്ചയിൽ ഇരിക്കുന്നതാണ് നല്ലത് എന്ന് ഭഗവാൻ പ്രലോഭിപ്പിച്ച് നോക്കണം, രുക്മിണിയെ പ്രലോഭിപ്പിക്കണം. നിഷ്കിഞ്ചനാവയം ശശ്വൻ നിഷ്കിഞ്ചന ജനപ്രിയ തസ്മാത് പ്രായേണ നഹ്യാഢ്യാമം ഭജന്തി സുമധ്യമേ. സുന്ദരി, ഞാൻ നിഷ്കിഞ്ചനാണ്, എൻ്റെ പക്കൽ ഒന്നുമില്ല, 5 പൈസ എൻ്റെ കയ്യിലില്ല, എനിക്ക് ഒരു സമ്പത്തുമില്ല, ഞാനാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ദരിദ്രൻ. എനിക്കിനി ഉണ്ടാകാനും പോണില്ല. അത് എന്നെങ്കിലും ഭർത്താവ് സമ്പാദിക്കും, കോടികൾ ഉണ്ടാക്കുന്ന പറഞ്ഞിട്ട് എൻ്റെ കൂടെ ഇരിക്കണ്ട. എന്നെപ്പോലുള്ള അകിഞ്ചനന്മാരെയാണ് എനിക്കിഷ്ടം. അതായത് 5 പൈസ ഇല്ലാത്ത ആൾക്കാരെയാണ് എനിക്കിഷ്ടം. അങ്ങനെയുള്ളവരാണ് എന്നെ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ ധനാഢ്യരാണെന്ന് അഭിമാനിക്കുന്ന ആൾക്കാർ എന്നെ സ്നേഹിക്കാത്തതും സേവ ചെയ്യാത്തതും. ഇതിനെ വാക്കിനെ അങ്ങനെ എടുത്ത് വ്യാഖ്യാനിച്ചിട്ടാണ് ധനമുണ്ടാവുന്നത് ഭക്തിക്ക് എതിരാണെന്നുള്ള കഥ നമ്മുടെ നാട്ടിലുണ്ടായത്. അത് ഭൗതിക ധനത്തിൻ്റെ കഥയല്ല, മനസ്സിൻ്റെ സംസ്കാരം അനുസരിച്ചിട്ടാണ് ഏത് വിഷയവും നല്ലതോ ചീത്തയായിട്ട് മാറുന്നത്. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയണം, ദാരിദ്ര്യം ഭക്തിയുടെ ലക്ഷണമല്ല. ഇവിടെ പുണ്യശാലികളായിട്ടുള്ള ധനാഢ്യന്മാർ ഭഗവാനെ ഭജിക്കുന്നുണ്ട്, എന്നാൽ അങ്ങനത്തെ മനസംസ്കാരം ഇല്ലാത്ത ആൾക്കാർ ഭജിക്കണമില്ല. ധനമല്ല അതിൻ്റെ പ്രതിബന്ധം. നമ്മൾ ചെയ്യണ കർമ്മം, ആ ധനം ഉപയോഗിച്ച് ചെയ്യണ കർമ്മം ഭഗവാനോന്മുഖമായിട്ട് ചെയ്യണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്, ഭഗവാന് സമർപ്പണമായിട്ട് ചെയ്യണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പൈസയെ നല്ലതോ ചീത്തയോ ആക്കിയിട്ട് മാറ്റുന്നത്. ഭഗവാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ ഒന്നിനോടും സംബന്ധമില്ല. ഒന്നിനോട് സംബന്ധമില്ലാത്ത ആൾക്കാരെയാണ് എനിക്കിഷ്ടം എന്നാണ്, എന്നെപ്പോലെ 5 പൈസ ഇല്ലാത്തവരെയാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ബന്ധങ്ങളേ ഇല്ല ഭഗവാന്. മഹാദേവൻ്റെ സന്യാസിമാർ അലോക് നിരഞ്ജൻ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പോകണം. നിരഞ്ജനൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിനും സന്തോഷിപ്പിക്കാൻ മൂപ്പർക്ക് ആഗ്രഹമില്ല, നിങ്ങളെ സൂചിപ്പിക്കാൻ ഞാനില്ല. അതാണ് മഹാദേവൻ്റെ പോളിസി. അദ്ദേഹത്തിനെ സൂചിപ്പിക്കാൻ നമ്മളും പോകാണ്ടിരിക്കുകയാണ് നല്ലത്. വെറുതെ കത്തി ചാമ്പലാവാന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും നടക്കില്ല. സംസാരം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മഹാദേവൻ്റെ അടുത്ത് ഭഗവാനെ രക്ഷിക്കണേ, എന്നെ ഈ ദുഃഖത്തു നിന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര് ചോദിക്കും, എന്തിനാ വെറുതെ അവിടെ കിടന്ന് കഷ്ടപ്പെടാൻ, ഇങ്ങോട്ട് പോകുന്നോളൂ പറയും. ആ ധൈര്യമുള്ളവ മാത്രമേ ശിവനെ ഉപാസിക്കാൻ പാടുള്ളൂ. ഭഗവാനെ ഈ വരപ്രദായകനായിട്ടൊക്കെ ഇരുത്തുന്നത് അമ്മയാണ്. മക്കളല്ലേ, പാവല്ലേ, എന്തെങ്കിലുമൊക്കെ കൊടുത്തൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് പ്രപഞ്ചത്തിലേക്ക് കൊണ്ടുവരുന്നത്, പ്രകൃതിയിലേക്ക് ഇറക്കി കൊണ്ടുവരുന്നത് പ്രകൃതിയായിട്ടുള്ള അമ്മയാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഭഗവാൻ ഒരു വഴി അറിയുള്ളൂ, വളരെ സിംഗിളാണ്, നിഷ്കളങ്കരാണ്. ഇങ്ങോട്ട് പോന്നോ, അവിടെ ഇരിക്കണ്ട എന്ന് പറയും. അതേ ഭാവത്തിലാണ് ആ മഹാദേവൻ, ഏതൊരു ഭാവത്തിലാണോ ഇരിക്കണം അതേ ഭാവത്തിലായി കൃഷ്ണനെ ഈ സമയത്തെന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും.
യയോരാത്മസമം വിത്തം ജന്മൈശ്വര്യാകൃതിർഭവ തയോർവിവാഹോ മൈത്രീ ച നോത്തമാമയോ ക്വചിത്. ധനം, ജാതി, ഐശ്വര്യം, രൂപം, വയസ്സ്, ഇതിലൊക്കെ സമാനതയുള്ള ആൾക്കാരായിട്ട് മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ. സ്നേഹബന്ധങ്ങളാണെങ്കിലും ഫ്രണ്ട്ഷിപ്പാണെങ്കിലും ഒക്കെ അതിലേ ശോഭിക്കുള്ളൂ. അല്ലാതെ ഈ ഉത്തമന്മാരും അധമന്മാരുമായിട്ടുള്ള ആൾക്കാർ തമ്മിലുള്ള ചേർച്ച ഒരിക്കലും ശ്രേയസ്കരായിരിക്കില്ല. അത് രുക്മിണി, നീ വളരെ നല്ല നിലയിൽ വളർന്നവളാണ്, എന്നെപ്പോലൊരുത്തനെ കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു എന്ന് ഭഗവാൻ ചാടുവചനായിട്ട് പറയാണ്. അതിൻ്റെ അർത്ഥം ബ്രഹ്മസംബന്ധം വേണ്ടവർ സദാ ബ്രഹ്മാകാര വൃത്തി, ആ ബ്രഹ്മാകാര വൃത്തിയിൽ ഇരിക്കണം. സാംസാരിക വൃത്തിയുള്ളവർ, അവർക്ക് ബ്രഹ്മസംബന്ധം സാധ്യമല്ല. കുറച്ചിവിടെ പറഞ്ഞിട്ട് ഒന്നില്ല. അതിൽ ദേഹഭോഗങ്ങളുടെ സംസ്കാരമുള്ളവർക്ക് ആത്മസാക്ഷാത്കാരം ഉണ്ടാവില്ല. എത്ര ശ്രമിച്ചാലും പൂർണ്ണമായിട്ടാവില്ല. അത് രുക്മിണിയിൽ ഏതെങ്കിലും വിധത്തിലുള്ള സാംസാരിക വികാരങ്ങളുണ്ടോ എന്ന് ഭഗവാൻ പരീക്ഷിച്ച് നോക്കണം. കാരണം ഏറ്റവും ഉത്തമമായിട്ടുള്ള വൈദർഭേദ്യവിജ്ഞായ ത്വയാ ദീർഘസമീക്ഷയ വൃഥാ വയം ഗുണൈർഹീനാ ഭിക്ഷുഭി ശ്ലാഘിതാമുധ. അല്ലയോ വിദർഭരാജാവിൻ്റെ മകളെ വിദർഭനന്ദിനി, നീയെ ദീർഘവീക്ഷണമില്ലാതെ എന്നെ ഏതൊക്കെയോ ഭിക്ഷുക്കൾ, നിൻ്റെ വീട്ടിൽ പണ്ട് വന്നിരുന്ന ഏതൊക്കെയോ സന്യാസിമാർ വെറുതെ എന്നെ പൊക്കി പറഞ്ഞ് കേട്ടിട്ട് ചാടിക്കേറിയിട്ട് എന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. മഹാബദ്ധായി പോയി. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിപ്പോൾ കല്യാണം കണ്ടി ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടാണ് പറയണത്. ഭഗവാൻ നിർഗുണനാണ്, സംസാര ഗുണങ്ങളിൽ ലവലേശമില്ല. അങ്ങനെയുള്ള ഒരാളെ വിവാഹം ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ്? അതാണ് രുക്മിണിക്ക് ദീർഘവീക്ഷണം ഇല്ലായിരുന്നു എന്ന് ഭഗവാൻ കളിയാക്കി പറഞ്ഞു. ഭഗവാന്റെ സ്തുതി പാടുന്നവരും ഭക്തന്മാരും സന്യാസിമാരുമാണ്. മായാമോഹിതരായിട്ടുള്ള ആൾക്കാർ ഭഗവാനെ സ്തുതിക്കാറുമില്ല. അവർ കാശുള്ളവനെ പോയിട്ട് സ്തുതിക്കും, അല്ലെങ്കിൽ അവർക്ക് കാര്യം നടത്തി കിട്ടേണ്ട ആൾക്കാരെ സ്തുതിക്കും. ഈ മായാമോഹിതരല്ലാത്ത ആൾക്കാർ സ്തുതിക്കണ കേട്ടിട്ട് നീയെ അവരുണ്ടാക്കിയൊരു മായയിൽ പെട്ടുപോയതാണ്, ശരിക്ക് നീ എന്നെ കല്യാണം കഴിക്കേണ്ടതല്ല. എന്നിട്ട് ഭഗവാൻ ഒരു പ്രതിവിധി പറഞ്ഞു കൊടുക്കുകയാണ്. എന്തായാലും പറ്റിപ്പോയി, ഇനി നിനക്ക് ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട്, അധാത്മനോ അനുരൂപം വൈ ഭജസ്വക്ഷത്രിയർഷഭം യേനത്വമാശിഷ സത്യ ഇഹാമുത്ര ജലപ്സ്യസേ. അതുകൊണ്ട് രുക്മിണി, ഞാനൊരു ഐഡിയ പറയട്ടെ. നീയെ ഇനിയെങ്കിലും നിനക്കിഷ്ടമുള്ളൊരു ക്ഷത്രിയനെ പോയി കല്യാണം കഴിക്കും, ഞാൻ ഡൈവോഴ്സ് തരാം. അവൻ നിൻ്റെ ഈ ഇഹപരങ്ങളിലൊക്കെയുള്ള സർവ്വകാമനകളെയും പൂർണ്ണമാക്കി തരും. ഭഗവാൻ പരീക്ഷിച്ച് നോക്കുകയാണ്. ബ്രഹ്മസംബന്ധം വന്ന ജീവന് സംസാര സുഖത്തിലെ സുഖമാണ് വേണ്ടത്. ഒരു കസേര ഉണ്ടാക്കുന്ന പ്രശ്നമാണല്ലേ അവിടെ മുഴുവൻ. കസേരകളാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് എല്ലാ സ്ഥലത്തും. അതവിടെ നിൽക്കട്ടെ. ജീവന് സംസാരത്തിലെ സുഖമാണ് വേണ്ടതെങ്കിൽ അതിന് ഭഗവാൻ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കണമെന്നാണ് പറഞ്ഞു. നിങ്ങൾക്ക് സംസാരത്തിലെ സുഖം വേണം, ഞാൻ പറയുന്നില്ല. നിങ്ങൾ സുഖിക്കേണ്ടതെന്ന് ഞാൻ പറയണില്ല എന്നാണ് ഭഗവാൻ പറയണത്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിച്ചോളൂ, എന്ത് വേണമെങ്കിലും ജീവിച്ചോളൂ. കാരണം സംസാര സുഖവാസനകളുള്ളവരെ വൈകുണ്ഠത്തിൽ കൊണ്ടുപോയാലും അവർക്ക് അവിടെ ഇരുന്നിട്ട് ആലോചിക്കും, ഹോ പണ്ട് ആ ഐസ്ക്രീം കടയിൽ നിന്ന് കഴിച്ച ഐസ്ക്രീമിന് എന്ത് ടേസ്റ്റായിരുന്നു, കഴിഞ്ഞ ജന്മത്തിൽ അല്ലേ ഭൂമിയിലിരുന്ന സമയത്ത് കഴിച്ച ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ്. അവിടുത്തെ പട്ടുവസ്ത്രം കിട്ടിയാൽ പോലും പറയും നല്ല ചിന്നസ്വാമി ചട്ടിയിലോ കല്യാണമോ പോയിട്ട് എടുക്കായിരുന്നു, അവിടെയാണ് സെലക്ഷൻ ഉള്ളത് എന്നൊക്കെ പറയും അല്ലേ. അതുപോലെ വൈരാഗ്യമില്ലാത്ത സന്യാസത്തിനെക്കാട്ടിലും കർമ്മയോഗമാണ് നല്ലത് എന്ന് ഭഗവാൻ ഗീതയിൽ പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. വെറുതെ വേഷം കെട്ടി നടക്കണ്ട, സന്യാസര വേഷം കെട്ടിയിട്ട് വെറുതെ നടക്കണ്ട. സന്യാസത്തിനെ ഭയങ്കരമായി വിമർശിച്ചിട്ടുള്ള ഒരാളാണ് കൃഷ്ണൻ. സന്യാസം യഥാർത്ഥത്തിൽ എന്താണെന്ന് കൃത്യമായിട്ട് സാങ്ക്യത്തിൻ്റെ 2ാമത്തെ ചാപ്റ്ററിൻ്റെ അവസാനത്തിൽ അർജുനനെ പഠിപ്പിക്കുന്നുണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ തലകറങ്ങി വീഴും. നമ്മൾ സന്യാസി എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആൾക്കാർക്ക് അപ്പോൾ എന്താണെന്ന് ആലോചിക്കും. അങ്ങനെ ആയിത്തീരും. സന്യാസത്തിനേക്കാൾ കർമ്മയോഗമാണ് ശ്രേഷ്ഠം, വൈരാഗ്യമില്ലാത്ത സന്യാസത്തിനേക്കാൾ. എന്താ സന്യാസത്തിൻ്റെ വൈരാഗ്യം? അവനവൻ്റെ ശരീരത്തിനെ പിണ്ടം വെച്ചിട്ടാണ് പോകേണ്ടത് സന്യാസി. അവനവൻ്റെ ശരീരത്തിന് യാതൊരു വിധത്തിലുള്ള സുഖഭോഗങ്ങളോ വസ്ത്രം പോലുമോ. എന്തിനാ കാഷായം ധരിക്കണത്? മണ്ണിൻ്റെ നിറാണ്. മണ്ണ് കുഴച്ചിട്ടാണ് പണ്ട് കാഷായം ഉണ്ടാക്കുക. കാഷായം
അവനവൻ്റെ ശരീരത്തിലെ പിണ്ടം വെച്ചവൻ മാത്രമേ ധരിക്കാൻ പാടുള്ളൂ. കേരളത്തിലാണെങ്കിൽ എല്ലാവരുടെയും ലുങ്കി ഇപ്പോൾ അതാണ്. അയോഗ്യവും അമിതവുമായിട്ടുള്ള ഭോഗങ്ങൾ കൊണ്ട് ഇന്ദ്രിയങ്ങൾ ദുഷിക്കുന്ന രുക്മിണിക്കറിയാം. എങ്കിലും ഭഗവാൻ തന്നെ പരീക്ഷിക്കുകയാണെന്ന് മനസ്സിലായി. ദുഃഖം അല്പം പോലുമില്ലാത്ത നിരന്തര സുഖം അനുഭവിക്കാനാണ് സകല ജീവികളും ആഗ്രഹിക്കണമെങ്കിലും പ്രപഞ്ച ജീവിതത്തിൽ സുഖം അല്പവും ദുഃഖം കൂടുതലുമാണ് അനുഭവപ്പെടുക. വിചാരരഹിതമായിട്ടുള്ള പ്രവൃത്തിയാണ് ദുഃഖത്തിൻ്റെ കാരണം. കാമക്രോധാദി ദോഷങ്ങളൊക്കെ കൊണ്ട് മലിനവും ശരിയായിട്ടുള്ള വിചാരശക്തി ഇല്ലാത്തതുമാണ് പലരുടെയും ബുദ്ധി. പക്ഷേ രുക്മിണിയുടെ ബുദ്ധി അങ്ങനെയല്ല. ആ ബുദ്ധി ശുദ്ധവും ശക്തവുമായിരുന്നു. ശരിയായിട്ടുള്ള ബ്രഹ്മാകാര വൃത്തിക്ക് ശരിയായിട്ടുള്ള വിചാരം ചെയ്തിട്ട് തന്നെയാണ് രുക്മിണി നല്ലോണം ആലോചിച്ചിട്ട് തന്നെയാണ് ബ്രാഹ്മണൻ്റെ കൈവശം ഭഗവാന് സന്ദേശം അയച്ചത്. ആ സന്ദേശത്തിൽ ദേവിയുടെ അന്ധക്കരണ ശുദ്ധി എന്താണെന്നും നിശ്ചയദാർഢ്യം എന്താണെന്നും സ്പഷ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ പ്രഭാഷണം തുടങ്ങുമ്പോൾ 10 മിനിറ്റ് അരമണിക്കൂർ ഞാൻ എടുത്തു. എന്താ രുക്മിണി വിവാഹത്തിൻ്റെ അധ്യാത്മ ഭാഷ, സമാധി ഭാഷയിൽ എന്താ വ്യാസമഹർഷി എഴുതി വെച്ചിരിക്കണം എന്നുള്ള അർത്ഥം പറയാൻ ഗുരുവായൂരപ്പൻ മനസ്സിൽ തോന്നിച്ച പോലെ ആവും വണ്ണം ഞാൻ ശ്രമിച്ചു. അത് മറക്കരുത്. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഉത്തരം കേൾക്കുമ്പോൾ ഭഗവാൻ പക്ഷെ വിട്ടില്ല. രുക്മിണി എന്തോ പറയാൻ വന്നപ്പോഴേക്കും ഭഗവാൻ വീണ്ടും കയറി പറയണം. ശിശുപാലൻ, സാല്വൻ, ജരാസന്ധൻ, ദന്തഭക്തർ തുടങ്ങിയിട്ടുള്ള രാജാക്കന്മാരും നിൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള രുക്മിയൊക്കെ എന്നെ ദ്വേഷിക്കുന്ന ആൾക്കാരാണ്. ശ്ലോകം ഞാൻ പറയുന്നില്ല. സംസാര ദുഃഖങ്ങളിൽ ആസക്തിയുള്ളവരും സാധുക്കളെയും ഭഗവാനെയും ഒക്കെ ദ്വേഷിക്കുവരും. ഒരു കാര്യമില്ല. എന്ത് തെറ്റാ അവർ ചെയ്തിട്ടുള്ളത്? വാസ്തവത്തിൽ ഈ സംസാരത്തിൽ കിടക്കണവന്മാരുടെ ഉള്ളിലൊരു പേടിയുണ്ട്. ഞങ്ങൾ ഇവരെക്കാളും മുന്നേ നശിച്ചു പോകും, ഞങ്ങൾ ഇവരെക്കാട്ടിൽ രണ്ടാം കടയാണ്, ഇങ്ങനെയൊക്കെ കോംപ്ലക്സുകളുണ്ട് ഇവർക്ക്. അതിൻ്റെ പിടപ്പാണ് പുറത്തേക്ക് ദ്വേഷമായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഒരു വീട്ടിലൊരാൾ ഈശ്വരൻ്റെ മാർഗത്തിൽ പോണ കാണുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർ അയാളെ കളിയാക്കുന്നത്. പഴയ കാലത്തൊക്കെ സിനിമയിൽ ഒരു ചുംബന രംഗം വന്നാൽ കൂവൽ വീഴും. അതിന് കാരണം എന്താ വെച്ചാൽ ആ ചുംബന രംഗത്തിനെ അഭിമുഖീകരിക്കാനുള്ള മാനസിക കരുത്ത് അന്നത്തെ ഓഡിയൻസിനുണ്ടായിരുന്നില്ല. അപ്പോൾ അവരതിനെ അതിജീവിക്കുക എങ്ങനെയാണ്? കൂവിയിട്ടാ. അത് പ്രകൃതിയുടെ നിയമമാണ്. ദുർബലൻ കൂവും. ചെന്നായ്ക്കളൊക്കെ ഓരിയിടണം. എന്തിനാ? അതിജീവിക്കാൻ, ഭയത്തിനെ അതിജീവിക്കാനാണ് അവർ ഓരിയിടുക. പ്രകൃതിയുടെ നിയമം അത്. നമ്മൾ എംബരാസ്ഡ് ആവുമ്പോൾ നമ്മളത് മറയ്ക്കാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്നതാണത്. ഇതേപോലെ ഈ സംസാര ദുഃഖങ്ങളിൽ ആസക്തിയുള്ളവരൊക്കെ അവൻ്റെ പാട്ടിൽ പ്രാർത്ഥിക്കട്ടെ, ഞാനോ നന്നായില്ല അവൻ നന്നാവട്ടെ, അങ്ങനെ ചിന്തിക്കില്ല. ഞങ്ങൾ ജീവിക്കുന്ന ജീവിതമാണ് ശരിയെന്ന് കരുതിയിട്ട് ആ ജപിക്കാനിരിക്കുന്ന ആൾക്കാരെയും പ്രാർത്ഥിക്കുന്ന ആൾക്കാരെയും ആത്മാന്വേഷണം ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഭർഷിച്ചിട്ടും പരിഹസിച്ചിട്ടും ആ സാധുക്കളുടെ അവശേഷിച്ചിട്ടുള്ള കർമ്മത്തിനെ കൂടെ ഇങ്ങോട്ട് വാങ്ങിച്ചു വയ്ക്കും. അങ്ങനെ നോക്കുമ്പോൾ ഇത്തരം ദ്രോഹികൾ ഈ ലോകത്തിൽ ഉണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം അവർ വലിയ ലോകസേവന ചെയ്യണത്. അവർ സാധുക്കളായിട്ടുള്ള ആൾക്കാരുടെ ആത്മാന്വേഷണ മാർഗത്തിൽ എന്തെങ്കിലുമൊക്കെ തടസ്സമുണ്ടെങ്കിൽ അവരെ ചീത്ത വിളിച്ചിട്ട് ആ കർമ്മം കൂടെ ഇങ്ങോട്ട് എടുത്തിട്ട് അവരെ ശുദ്ധരാക്കി കൊടുക്കണം. ഈ കർമ്മം ട്രാൻസ്ഫറബിൾ മാത്രമാണ്, പെരിഷബിൾ അല്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. കർമ്മം നശിക്കില്ല. കർമ്മം ഒന്നിന്ന് വേറൊന്നിലേക്ക് മാറ്റാനേ പറ്റുള്ളൂ കർമ്മഫലത്തിനെ. ഒരാൾ അന്നദാനം ചെയ്തിട്ട് അയാളുടെ കർമ്മഫലങ്ങൾ ഒഴിവാക്കാൻ നോക്കുമ്പോൾ ഈ അന്നദാനം പോയിട്ട് ഊണ് കഴിക്കുന്ന ആൾക്കാരിലേക്ക് അത് വരും. ചാടിക്കയറി പ്രസാദോട്ട് കഴിക്കാൻ പോകുമ്പോൾ ആലോചിക്കണം. ചാടിക്കയറി ഗുരുവായൂരത്തേക്ക് പ്രസാദോട്ട് കഴിക്കാൻ പോകുമ്പോൾ നല്ലോണം ആലോചിക്കണം. അതുകൊണ്ടാണ് ആദ്യം പോയിട്ട് പ്രസാദോട്ടിൻ്റെ ക്യൂവിൽ നിൽക്കരുത്. ഭഗവാനെ നന്നായി കണ്ട് തൊഴുതതിന് ശേഷം ഭഗവാൻ തരുന്ന പ്രസാദമാണെന്നുള്ള ബോധത്തോടെ അത് കഴിക്കുമ്പോഴേ ആ കർമ്മം നമ്മളെ സ്പർശിക്കാണ്ടിരിക്കുള്ളൂ. അല്ലാണ്ട് വിശന്നു, ഹോട്ടലിലാകുമ്പോൾ കാശ് കൊടുക്കണം, ഗുരുവായൂരപ്പനാകുമ്പോൾ ഫ്രീ ആയിട്ട് ഫുഡ് തരും പറഞ്ഞിട്ട് കാശ് ലാഭിക്കാൻ വേണ്ടി പ്രസാദൂട്ടിൻ്റെ അവിടെ പോയിട്ട് ആരും ഭക്ഷണം കഴിക്കരുത്. കാരണം ആ പ്രസാദൂട്ടിൻ്റെ പൈസ കൊടുത്തിട്ടുള്ള അണ്ണന്മാരുണ്ട്, അവരുടെ പാപത്തിൻ്റെ ഫലം മുഴുവൻ ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോവുക. ഭഗവാൻ തരുന്ന പ്രസാദമാണെന്ന് സങ്കല്പിച്ച് കഴിച്ചാൽ സങ്കല്പത്തിലാണ് കർമ്മത്തിൻ്റെ ഫലം നിൽക്കുന്നത്. അത് വളരെ പ്രധാനമാണ്. എന്നിട്ട് പറയാം, സംസാര സുഖങ്ങളിൽ ആസക്തിയുള്ളവർക്കൊക്കെ സാധുക്കളെയും ഭഗവാനെയും ദ്വേഷിക്കാൻ തോന്നും. ശിശുപാലൻ എന്ന് വെച്ചാൽ ശിശു, ശൈശവം, ജീവൻ്റെ ഭാവം, അതിനെ പാലിക്കുന്നവൻ, സദാ ദേഹത്തിനെയും നോക്കിയിരിക്കുന്നവൻ, അതാണ് ശിശുപാലൻ. ശിശുപാല ശബ്ദം കൊണ്ട് സംസാരം സുഖരൂപമായിട്ട് തോന്നുന്നവൻ. ഈ കാണായ സംസാരം വളരെ സുഖകരമായിട്ടുള്ളൊരു സംഭവമാണ് തോന്നണവൻ.
അവന് അങ്ങനെയുള്ള സംസാരം സുഖരൂപമായിട്ട് കാണുന്നവൻ എപ്പോഴും ഇതൊക്കെ നഷ്ടപ്പെട്ടു പോവും, എനിക്ക് ഈശ്വരങ്കലിക്ക് മനസ്സ് പോയാലെന്നുള്ളതുകൊണ്ട് സദാ ദ്വേഷബുദ്ധിയായിരിക്കും, ഭഗവാനെ ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കും, ഭഗവാനില്ലാത്ത കുറ്റമൊക്കെ കണ്ടുപിടിക്കും. തന്നെ പോലെയാണ് ഭഗവാൻ എന്നാണ് അവൻ്റെ വിചാരം. മഞ്ഞപ്പിത്തോണ് ഇവന്, അതുകൊണ്ട് അവൻ അതൊക്കെ മഞ്ഞയായിട്ട് കാണും. ഭഗവാനും മഞ്ഞയാണെന്ന് പറയും. ഭഗവാൻ പഞ്ചേന്ദ്രിയങ്ങൾ നൽകിയിരിക്കുന്നത് കൊണ്ട് എന്തുകൊണ്ട് പിന്നെ ഈശ്വരൻ പിന്നെ എന്തിനാ ഈ സുഖ സൗകര്യങ്ങളൊക്കെ തന്നിരിക്കണത്? കയ്യും കാലും കണ്ണും ഒക്കെ തന്നിരിക്കണം എന്താണെന്നാണ് വിഷയത്തിൽ മുങ്ങിക്കിടക്കണവരുടെ ചോദ്യം. പഞ്ചേന്ദ്രിയങ്ങൾ എന്തിനാ ഭഗവാൻ നൽകിയിരിക്കണത് ചോദിക്കും. ഞങ്ങൾ വിഷയഭോഗങ്ങൾ അനുഭവിക്കുന്നത് ഭഗവാൻ ഇഷ്ടമില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ എന്തിനാണ് ഇന്ദ്രിയങ്ങൾ നൽകിയത്? ഇന്ദ്രിയങ്ങൾ തരാൻ പാടില്ലായിരുന്നു. കാളിയൻ പറഞ്ഞല്ലോ, കാളിയൻ പാവം അടികൊണ്ട് അവശനായിട്ടാണ് ഈ പറഞ്ഞു, ഭഗവാനെ കോപിഷ്ഠരായിട്ടും വിഷത്തോട് കൂടിയിട്ടും ഞങ്ങളെ സൃഷ്ടിച്ചത് അങ്ങ് തന്നെയല്ലേ. സൃഷ്ടിക്കണേക്കെ ശരി, പക്ഷേ അത് റെസ്പോൺസിബിളായിട്ട് ഉപയോഗിക്കേണ്ടത് നമ്മുടെ കയ്യിലാണ്. ഞാൻ എപ്പോഴും വിധിയെയും വിൽ പവറിൻ്റെയും വ്യത്യാസം പറയാറുണ്ട്. ഫ്രീ വില്ലും വിധിയുടെയും അതുതന്നെയാണ് ഇവിടെ പറയുന്നത്. അവർ ദോഷാരോപണം ചെയ്യും. ദുഷ്ടന്മാരായിട്ടുള്ള ഈശ്വരദ്വേഷികളെ ശിക്ഷിക്കാനാണ് ഭഗവാൻ രുക്മിണിയെ ഹരിച്ചത് എന്നാണ് ഭഗവാൻ പറയണത്. ദുഷ്ടന്മാരായിട്ടുള്ള ഈശ്വരദ്വേഷികളെ ശിക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയസുഖങ്ങൾ, വിഷയചിന്തകളിൽ നിന്ന് ജീവനെ ഭഗവാൻ രക്ഷിച്ചു കൊണ്ടുവന്നാണ് ശരിക്കും പറഞ്ഞാൽ രുക്മിണീഹരണം. എന്നിട്ട് പറയും, അല്ലയോ ഭദ്രേ, ഇത് ഭഗവാന്റെ ഭാര്യ ഭദ്രയല്ല വിളിച്ചത്, രുക്മിണിയാണ് ഭദ്രേ എന്ന് വിളിക്കുന്നത്. ഭയം ദ്രവിപ്പിക്കണവളെ, വീര്യമതം കൊണ്ട്. അപ്പോൾ ഭഗവാൻ അറിയാം ദേവി ഉത്കൃഷ്ടയാണെന്നറിയാം, എന്നാലും എന്തെങ്കിലും കേടുണ്ടെങ്കിൽ അത് പോട്ടെ വെച്ചിട്ടാ. വീര്യമതം കൊണ്ട് അന്ധരായിട്ട്, കണ്ണു കാണാത്തവരായിട്ട്, ശ്രേഷ്ഠരാണെന്ന് സ്വയം വിചാരിച്ചിട്ട് അഭിമാനിച്ച് ജീവിക്കണ രാജാക്കന്മാരുടെ ദുരഭിമാനത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നതാണ്. ദുഷ്ടന്മാരുടെ മതത്തിനെ അടക്കണവനാണ് ഞാൻ. ആനീദാസിമയാ ഭദ്രേ തേജോപഹ രതിസ്വയം. ഭഗവാന്റെ പ്രഖ്യാപനമാണ്. പെട്ടെന്ന് ശബ്ദം മാറി, രുക്മിണി പറച്ചു. ഭഗവാൻ അത്രയും നേരം തമാശ പറഞ്ഞു. പെട്ടെന്ന് അർജുന, ഈ ഞാൻ എന്നെ നോക്കുക എന്ന് പറഞ്ഞില്ലേ, ആ സമയത്തുള്ള ഞാൻ എന്ന് പറഞ്ഞത് കയ്യിൽ ചമ്മട്ടിയും ശംഖും പിടിച്ച് നിൽക്കണ പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ശരീരം വെച്ചിട്ടുള്ള ആളല്ല ഞാൻ എന്ന് പറയണത്. ആ വിഭൂതിയൊക്കെ വായിക്കുമ്പോൾ ബ്രഹ്മം നിന്ന് സംസാരിക്കുകയാണ് ഒരു രൂപത്തിൽ കൂടെ. അങ്ങനെ വേണം മനസ്സിലാക്കാൻ. ആ ഞാൻ എന്ന് പറഞ്ഞ ആ ഭഗവാനാണ് ഇവിടെ പറയണത്. ദുഷ്ടന്മാരുടെ മതത്തിനെ, അവരുടെ തേജസ്സിനെ അപഹരിക്കണവനാണ് ഞാൻ. തേജോപഹ രതിസ്വയം എന്ന് പറഞ്ഞു. പലരുടെയും അഭിപ്രായം അനുസരിച്ചിട്ട് അവരവരുടെ അഭിപ്രായമാണ് ശരി, എല്ലാവരും അതിനനുസരിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കണം. ഭരണാധികാരികൾ തൊട്ട് വീടുകളിൽ വരെ. ചിലയിടങ്ങളിൽ കുട്ടികൾ പറഞ്ഞനുസരിച്ചിട്ട് അച്ഛനമ്മമാർ ജീവിക്കണത്. മുട്ടയെന്ന് വിരിയാത്ത പിള്ളേർ. ഈ ആഗ്രഹമാണ് ലോകത്തിൽ സംഭവിക്കുന്ന സകല യുദ്ധങ്ങൾ, സ്പർദ്ധകൾ, ലഹളകൾ, അടികലശലുകളുടെ ഒക്കെ അടിസ്ഥാന കാരണം. ഇപ്രകാരമുള്ള ഗർവ് ഭഗവാൻ നശിപ്പിക്കാത്ത പക്ഷം വലുതായിട്ടുള്ള ആപത്തുണ്ടാവും. ഭഗവാൻ അപ്രകാരമുള്ളവരുടെ പ്രവർത്തനങ്ങളിൽ പല വിധത്തിൽ തടസ്സങ്ങൾ വരുത്തും, അഭിമാനത്തെ ഉന്മൂലനം ചെയ്യും. അതുവഴി രുക്മിണീരൂപിയായിട്ടുള്ള സ്വന്തം സ്വരൂപശക്തിയെ രക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യുന്നത് ഭഗവാൻ ഒരു സ്വാർത്ഥതയ്ക്കും വേണ്ടിയിട്ടല്ല, അതാ ജീവൻ്റെ സ്വസ്വരൂപം അതിനറിയാനുള്ള അവകാശത്തെ സംരക്ഷിച്ചു കൊടുക്കുക മാത്രമാണ്. ഞാൻ ഇന്നലെ മിനിങ്ങാന്നല്ലേ പറഞ്ഞു, നമുക്ക് ആകെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റേ ഉള്ളൂ. കോൺസ്റ്റിറ്റ്യൂഷൻ പല ഫണ്ടമെൻ്റൽ റൈറ്റുകളും നമുക്ക് തരുന്നുണ്ടാവും. ഭരണഘടന, മൗലികാവകാശം, ഒറ്റ മൗലികാവകാശം ജീവനുള്ളൂ. എന്താ? ഭഗവാനെ അറിയാനുള്ള അവകാശം. അതാർക്കും തടയാൻ പറ്റില്ല. ബാക്കിയൊക്കെ ഉത്തരവാദിത്തം നിറവേറ്റിയില്ലെങ്കിൽ പ്രകൃതി നമ്മളെ നാശിപ്പിച്ച് കളയും. നമ്മളിപ്പോൾ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതെ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രം സമരം ചെയ്യുന്ന വിഭാഗങ്ങളാണ്. പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം നമുക്കുണ്ടായിട്ടുള്ള ദാരിദ്ര്യവും പട്ടിണിയും പരിവട്ടവും നമ്മളെ ആ അവസ്ഥയിലെത്തിച്ചു. സാമൂഹികമായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട് കേരള ജനത ഇങ്ങനെ നശിച്ചു പോയതിൽ. നമ്മൾ ഇന്ന് കരകയറിയിട്ടില്ല. എന്തോ ഗൾഫിൽ നിന്ന് കുറച്ച് പണം വന്നു, ഇവിടെ കുറേ ബിസിനസ് നടക്കുന്നുണ്ട്, കുറേ തുറമുഖം ഉണ്ടാവണു, IT പാർക്ക് ഉണ്ടാവണു എന്നുള്ളതുകൊണ്ടൊന്നും നമ്മുടെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള ഒന്നും കിട്ടിയിട്ടില്ല. പടയോട്ടക്കാലം തൊട്ട് തുടങ്ങിയതാണ് കേരളത്തിൻ്റെ നാശം. ടിപ്പുവിൻ്റെ പടയോട്ടം ഉണ്ടാക്കി വെച്ച, ഒരുപക്ഷെ തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ ഭാര്യ വീട്ടിൽ നിന്ന് പൈസ 12,000 സ്വർണ്ണവരാഹൻ എടുത്തിട്ട് കൊണ്ടുപോയി വെച്ചു എന്നാണ്. ഒറ്റപ്പാലത്ത് വെച്ച് കണ്ട് ടിപ്പുവിൻ്റെ കാൽക്കൽ വെച്ചിട്ട് തൃശ്ശൂർ ആക്രമിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ടിപ്പു ഇവിടെ തൊട്ടില്ല. തമ്പുരാനെ കുറ്റം പറയല്ല, തമ്പുരാൻ ആ കാലത്ത് അതേ വഴി ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ശക്തിയൊക്കെ കള്ളനെയും കൊലപാതകയും പോലെ നാട്ടിലുള്ള ആൾക്കാരുടെ മേലെയായിരുന്നു അദ്ദേഹം കാണിച്ചിരുന്നത്. ടിപ്പുവിനെ പോലുള്ളവരുടെ മേലെ കാണിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് നമ്മൾ ശക്തൻ എപ്പോഴും വിളിക്കണതൊക്കെ. ചരിത്രം പഠിക്കണം.
അപ്പോൾ തൃശ്ശൂർ അതുകൊണ്ട് രക്ഷപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ്, പ്രത്യേകിച്ച് തൃശ്ശൂർ നഗരപ്രദേശം. ഇല്ലെങ്കിൽ വടക്കുന്നാഥൻ ചുരണ്ടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവുമായിരുന്നു. അന്ന് തുടങ്ങിയ നാശം, ഗുരുവായൂരൊക്കെ അതിൻ്റെ ഭീകരത അനുഭവിച്ച സ്ഥലങ്ങളാണ്. 4.5 കൊല്ലമാണ് ഭഗവാൻ ആ വീട് വിട്ട് നിൽക്കേണ്ടി വന്നത്. ആ വിഗ്രഹം വെള്ളത്തിൽ ജലത്തിൻ്റെ അടിയിലായിരുന്നു. അന്ന് തുടങ്ങിയ സാംസ്കാരിക സാമൂഹിക മൂല്യച്യുതി വളർത്തി വലുതാക്കിയത് 1-ാം ലോകമഹായുദ്ധകാലത്താണ്. കടുത്ത ക്ഷാമമായിരുന്നു കേരളത്തിൽ. എത്രയോ ചെറുപ്പക്കാർ വീട് പുലർത്താൻ വേണ്ടി ഗത്യന്തരമില്ലാണ്ട് മാടുകൾ പോയി ചേരുന്ന പോലെ പട്ടാളത്തിൽ പോയി ചേർന്നിട്ട് സായിപ്പിന് വേണ്ടി യുദ്ധം ചെയ്ത് മരിച്ചുപോയി. ബർമയിലും ആഫ്രിക്കയിലും ഒക്കെ എത്രയോ കുടുംബങ്ങൾ അനാഥമായി. സാമൂഹിക വ്യവസ്ഥിതി മുഴുവൻ തകർന്നുപോയി. ആത്മവിശ്വാസം നഷ്ടപ്പെട്ടൊരു ജനതയായി. അതോടുകൂടിയാണ് ഈ നഗരങ്ങളിലേക്കുള്ള ഒഴുക്ക് തുടങ്ങുന്നത്. ആദ്യം മദ്രാസിലേക്കും പിന്നെ ബോംബെയിലേക്കും ജീവസന്ധാരണത്തിന് വേണ്ടിയിട്ട് ചെറുപ്പക്കാർ പോകാൻ തുടങ്ങി. 70കളോട് കൂടിയിട്ട് ആ യാത്ര ഗൾഫിലേക്കായി. ശരിക്കും ബ്രെയിൻ ഡ്രെയിൻ, യൂത്ത് ഡ്രെയിൻ ഒക്കെ സംഭവിച്ചു. ചെറുപ്പക്കാർ പോയി, ബുദ്ധിശക്തിയുള്ളവർ പോയി, കഴിവുള്ളവർ പോയി. കുറേ ചണ്ടിയും ചവറും മാത്രം അടിഞ്ഞുകൂടിയിട്ട് ഒരു കുപ്പക്കുഴിയായിട്ട് മാറി ഈ സംസ്ഥാനം. ഇന്ന് വാസ്തവത്തിൽ നോക്കിയാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വയോജനങ്ങളുള്ള സ്ഥലം കേരളമാണ്. റിട്ടയർ ചെയ്ത ആൾക്കാർ മാത്രമുള്ളൊരു സ്ഥലമായിട്ട് കേരളം മാറുകയാണ്. സന്ദർഭവശാൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതൊക്കെ ചിന്തിക്കണം. ഇതൊന്നും കണ്ണടച്ചിട്ട് രാഷ്ട്രീയത്തിൻ്റെ പേരിലോ സാമൂഹിക ബോധത്തിൻ്റെ പേരിലോ സമുദായ ബോധത്തിൻ്റെ പേരിലോ ജാതീയതയുടെ പേരിലോ അല്ലെങ്കിൽ എന്താ പറയുക മറ്റെന്തിൻ്റെയെങ്കിലും പേരിലോ അവനവൻ്റെ ഈഗോ കൊണ്ട് കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ഇതിൻ്റെയൊക്കെ ഫലം ഇപ്പോൾ അതാ വളർന്നു വരുന്നതും ഇനി വരുന്ന തലമുറകളും ഇവിടെ അനുഭവിച്ചിരിക്കും. അത്രയും ഉപേക്ഷയാണ് അവനവൻ്റെ നാടിനോട്. അല്ലെങ്കിൽ ചെകുത്താൻ്റെ ആവാസഭൂമിയായിട്ടും ഇന്നും വെറുതെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഗോഡ്സ് ഓൺ കൺട്രി എന്നും പറഞ്ഞിട്ട് നടക്കില്ലല്ലോ. നാണമില്ലാത്തൊരു ജനതയായി പോയില്ലേ നമ്മൾ എല്ലാം കൊണ്ടും. അപ്പോൾ ഇവിടെ ഭഗവാൻ സ്വാർത്ഥോദ്ദേശത്തിന് വേണ്ടിയിട്ടല്ല, ജീവൻ്റെ യഥാർത്ഥ സ്വരൂപത്തിനെ സംരക്ഷിക്കാനാണ്. ആ യഥാർത്ഥ സ്വരൂപ സംരക്ഷണമാണ്. ആ യഥാർത്ഥ സ്വരൂപം അറിയാമെന്നുള്ളതാണ് ഏറ്റവും വലിയ അവകാശം എന്ന് പറഞ്ഞു വയ്ക്കണം. എന്നിട്ട് പറയാ ഭഗവാൻ, ഞാൻ ആത്മലാഭത്താൽ പൂർണ്ണകാമനാണ്. എനിക്ക് സ്ത്രീപുത്രാദി കാമനകളില്ല. എനിക്ക് ഇന്നത് വേണമെന്നില്ല. ദേഹാദി സുഖങ്ങളിൽ ഞാൻ ഉദാസീനനാണ്. ദീപാദി ജ്യോതിസ്സുകളെപ്പോലെ, വിളക്കിലേക്ക് പോലെ. വിളക്കിലെ നാളം എന്താ? നാളം ഒന്നും ചെയ്യുന്നില്ല. അതിലെ നാളം പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല. അത് കത്തിക്കൊണ്ടേയിരിക്കണം. പ്രകാശം അതിന്ന് വരുന്നു, നമ്മളത് അനുഭവിക്കുന്നു. അതുപോലെ നിഷ്ക്രിയനും കേവലം സാക്ഷിമാത്ര സ്വരൂപനുമാണ്. ഈ പദ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശ്ലോകം, ഇപ്പം ഞാൻ ഈ പറഞ്ഞ ആ ഭാഗമുണ്ടല്ലോ, ഉദാസീനാവയം നൂനം നസ്ത്രപഥ്യാർത്ഥകാമുക ആത്മലബ്ധ്യാസ്മഹേ പൂർണ്ണ ഗേഹയോർജ്യോതിരക്രിയ. 60-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ ശ്ലോകമാണ്. ഇതാണ് ശരിക്കും രുക്മിണീ വിവാഹത്തിൻ്റെ രഹസ്യം. ഈ ശ്ലോകം 10-ാമത്തെ സ്കന്ധത്തിൽ 60-ാമത്തെ അധ്യായത്തിലെ 20-ാമത്തെ ശ്ലോകം നോട്ട് എഴുതുന്നവർക്ക് എഴുതിയെടുക്കാം. ക്ലാസ്സിലിരിക്കുന്ന ശ്രദ്ധാലുക്കളായിട്ടുള്ള കുട്ടികൾ അവർക്കൊക്കെ എഴുതിയെടുക്കാം. അമ്മയൊക്കെ എഴുതണമല്ലേ. അപ്പോൾ ഈ പദ്യം ഭഗവാന്റെ രുക്മിണിയായിട്ടുള്ള വിവാഹം ബ്രഹ്മസംബന്ധമാണെന്ന് ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞു തുടങ്ങിയതിൻ്റെ പ്രൂഫാണ്. സാധാരണ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഒരു പുരുഷനും തൻ്റെ സ്ത്രീയുടെ അടുത്ത് എനിക്ക് സ്ത്രീയോ പുത്രന്മാരോ വേണ്ടാന്ന് പറയില്ല. ആ വിവാഹം പൂർണ്ണകാമൻ്റെ ലീലയാണ് ഈ രുക്മിണി കൃഷ്ണ വിവാഹം. ഈ ലീല കൊണ്ട് തൻ്റെ ഭക്തന്മാരെയും ഭഗവാൻ പൂർണ്ണകാമന്മാരാക്കുകയാണ്. അതായത് ഇനി വേറെ ഒന്നും ആഗ്രഹമില്ലാത്ത അവസ്ഥ. ദീപത്തെ പോലെ സാക്ഷി മാത്രമായിരിക്കുക. വിളക്കിലെ നാളം അതായിട്ട് ഒന്നിലും കയറി ഇടപെടുന്നില്ല. അതിന്ന് പ്രകാശം വരുന്നുണ്ട്, അതെല്ലാം കാണുന്നുണ്ട്. ഈ സാക്ഷി മാത്ര സ്വഭാവം ഉണ്ടാക്കുക. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു, എന്ത് കാര്യം പറയാനും ഒരു ഗംഭീര രംഗം, അത് പ്രശ്നമാണെങ്കിലും നല്ലതാണെങ്കിലും അവിടെ നാരദൻ വരും. നാരദൻ നമ്മുടെ ഉള്ളിലുള്ള സാക്ഷിയാണ്. സാക്ഷിഭാവത്തിനെയാണ് ഈ നാരദൻ എന്ന് വിളിക്കുന്നത്. ആ നാരദനാണ് വന്നിട്ട് വേണ്ടടുത്ത് വന്ന് സംസാരിച്ചിട്ട് കലഹോ യുദ്ധമോ അനുഗ്രഹമോ തപസ്സോ ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് പോകുന്നത്. ഈ സാക്ഷി തന്നെയാണ് നമുക്ക് ആത്യന്തികമായിട്ട് ഭഗവാന്റെ മന്ത്രോപദേശവും തരേണ്ടത്. അത് ധ്രുവം തൊട്ടിട്ട് ഇതുവരെയും നമുക്ക് കാണിച്ചു വന്നിട്ടുണ്ട്. ഇവിടെ ദീപത്തെ പോലെ സാക്ഷി മാത്രമായിരിക്കുക എന്നുള്ളത് വിഷയാസക്തൻ്റെ സ്വഭാവമല്ല, ആത്മാവിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ ആത്മജ്യോതിസ് ഉണരണ ഒരുത്തനിലെ നാരദനെ പോലുള്ള സാക്ഷിഭാവം ഉണരുള്ളൂ. പൂർണ്ണകാമന്മാരോട് ബന്ധപ്പെടുന്ന ആളും പൂർണ്ണകാമനായിട്ട് തീരും. കാന്തത്തിൽ പോയി കിടക്കണ ചെറിയ ഇരുമ്പിൻ്റെ ആണി മാഗ്നറ്റായിട്ട് മാറും. അതേപോലെ അതുകൊണ്ട് ഭഗവാനും രുക്മിണിയായിട്ടുള്ള ബന്ധം ചൈതന്യത്തിൻ്റെ ബന്ധമാണ്. ഉമയും മഹേശ്വരനും തമ്മിലുള്ള ബന്ധം ചൈതന്യത്തിൻ്റെ ബന്ധമാണ്.
ഇത് മനസ്സിലാക്കണം നമ്മൾ. ഈ ഒരു ബന്ധത്തിൻ്റെ തത്വം മനസ്സിലാക്കിയാൽ മാത്രമേ ബാക്കി 16,007 ഈ വിവാഹ ബന്ധങ്ങളുടെയും തത്വം മനസ്സിലാവുള്ളൂ. അമ്മയും ഭഗവാനും തമ്മിലുള്ള ബന്ധമാണ് ഇതിൻ്റെ കോർ ക്രക്സ്. അത് മനസ്സിലാക്കിയാൽ പിന്നെ ഈ ജീവനിൽ ഉണ്ടായിട്ടുള്ള മറ്റ് വൃത്തികളുടെ ഓരോ സിദ്ധികളാണ് ബാക്കിയുള്ള 7 ഭാര്യമാർ, അഷ്ടമഹിഷികളിൽ 16,000-ഓളം അന്ധക്കരണ ചിന്തകൾ, ഇതൊക്കെ ഭഗവാനിലേക്ക് സമർപ്പിക്കുന്നതിൻ്റെ ശക്തി മനസ്സിലാവുള്ളൂ. അതായത് രുക്മിണിക്ക് മാത്രമായിട്ട് തനിച്ചൊരു ഭാര്യയായിട്ട് നിൽക്കാനും പറ്റില്ല. ജീവന് തനിച്ച് നിൽക്കാൻ പറ്റില്ല. ജീവനൊരു ശരീരത്തിലിരിക്കുന്നിടത്തോളം ജീവൻ മുക്താവസ്ഥയിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സിദ്ധികളും കഴിവുകളും അന്ധക്കരണ വൃത്തികളും ഒക്കെ ഭഗവാന് മുഖമായിട്ട് നിൽക്കണം എന്നാണ് ആ ദ്വാരകാ നഗരത്തിൻ്റെ സങ്കല്പം തന്നെ. അതിൽ പ്രധാനപ്പെട്ട ആളായിട്ട് ജീവൻ പട്ടമഹിഷി, പ്രധാന റാണിയായിട്ട് രുക്മിണി ഇരിക്കണം. ഇതൊക്കെ ബ്രഹ്മസംബന്ധ. എന്നിട്ട് ശുകദേവൻ പറയുക, അല്ലയോ പരീക്ഷത്തെ, ഭഗവാൻ രുക്മിണിന്ന് ഒരിക്കലും പിരിഞ്ഞിരുന്നിട്ടില്ല. അതുകൊണ്ട് താനാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവളെന്ന് രുക്മിണിക്ക് ഗർവ് തോന്നിയിരുന്നു. ഈ ഗർവ് ശമിപ്പിക്കാനായിട്ട് മേൽപ്പിറഞ്ഞ വിധത്തിലൊക്കെ അവളെ ഒന്ന് ഇളക്കിയിട്ട് ഭഗവാൻ നിശബ്ദനായിട്ടിരുന്നു. ത്രിലോകപതിയും തൻ്റെ പ്രാണപ്രിയനായിട്ടുള്ള ഭഗവാൻ ഇന്നേവരെ താൻ കേൾക്കാത്ത അപ്രിയമായിട്ടുള്ള വചനങ്ങൾ കേട്ടിട്ട് ആദ്യം രുക്മിണി ഒന്ന് വരണ്ടുപോയി, പേടിച്ചുപോയി. ഹൃദയം ശീഘ്രഗതിയിൽ തുടിക്കാൻ തുടങ്ങി. അത് ജീവന് തോന്നാൻ തുടങ്ങുന്നത് ഭഗവാൻ തന്നെ വിട്ടിട്ട് പോവോ എന്ന് തോന്നാൻ തുടങ്ങിയാൽ ധാരധാരയായിട്ട് കണ്ണീര് വാർത്തിട്ട് കാൽനഖം കൊണ്ട് ഒന്നും മിണ്ടാണ്ട് കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുക. എന്നാൽ കരച്ചിൽ അമർത്തി പിടിച്ചിട്ട് കാലിൻ്റെ നഖം കൊണ്ട് ഭൂമിയിൽ ഇങ്ങനെ വരച്ചോണ്ട് താഴോട്ട് നോക്കിക്കൊണ്ട് വന്നത്രേ. ഭഗവാൻ ഇങ്ങനെ ചിരിച്ചോണ്ട് ഓരോന്ന് പറയെ അമ്മ ഇങ്ങനെ വിങ്ങിപ്പൊട്ടി ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ കാല് കൊണ്ട് നിലത്ത് ഇങ്ങനെ വരച്ചിട്ട് എന്താ പറയുക എന്നിങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ കരഞ്ഞോണ്ട് നിന്നു. ആ കണ്ണുനീർ പ്രവാഹം കൊണ്ട് മാറിലുള്ള വസ്ത്രങ്ങളൊക്കെ നനഞ്ഞു. ഉത്കടമായിട്ടുള്ള ദുഃഖവും ഭയവും നിമിത്തം ബുദ്ധി മന്ദിച്ചു. കയ്യിലിരുന്ന ചാമരം വീണു. ഭഗവാൻ തന്നെ വിട്ടുപോകുന്നുള്ള ചിന്തയിൽ ആ നിമിഷം തന്നെ അമ്മ മെലിഞ്ഞു പോയി. അതുകൊണ്ട് കയ്യിലിട്ടിരുന്ന വളകൾ ഒഴി താഴെ വീണു എന്നാണ്. അത്രയ്ക്കും ഷോക്കാണ് ബ്രഹ്മബോധത്തിലിരിക്കുന്ന ആത്മാവിന് താൻ അതിന് വീണു പോകുമോ എന്നുണ്ടാകുമ്പോൾ തോന്നാമെന്ന് സൂചിപ്പിക്കുകയാണ്. വർദ്ധിച്ച വ്യാകുലത കൊണ്ട് അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എങ്ങനെയാണോ ഒരു താള് മറിഞ്ഞു വീഴുക, അതുമാതിരി ബോധരഹിതയായിട്ട് അമ്മ അങ്ങനെ കുഴഞ്ഞു വീണു. ജീവനിൽ പലപ്പോഴും വിരഹദശ ഉണ്ടാവാറുണ്ട്. സംസാര ദുഃഖങ്ങൾ വിട്ട ശേഷം ആത്മസാക്ഷാത്കാരത്തിന് മുൻപ് വിരഹദശ എന്തായാലും ഉണ്ടാവും. ആ സമയത്ത് ജീവന് മനസ്സുഷ്ണിക്കും, യാതൊരു സമാധാനവും ഇല്ലാത്ത പോലെ തോന്നും. ഭക്തിമാർഗത്തിൽ അനേകം വിഷമതകൾ സഹിക്കേണ്ടി വരും. ദുഃഖഹേതുക്കളായിട്ടുള്ള വിചാരങ്ങൾ, അയോഗ്യങ്ങളായിട്ടുള്ള കൽപ്പനകൾ, വിഷയങ്ങളിലുള്ള ഇച്ഛകൾ, ഇതൊക്കെ ഉണ്ടാവും. ഒരാളെ ഇഷ്ടപ്പെട്ടിട്ട് ആ വ്യക്തി തന്നിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ഒരു വിരഹം എല്ലാവരും അനുഭവിക്കുന്നു. പക്ഷെ അതേപോലെ സംസാര ദുഃഖമൊക്കെ വിട്ടതിന് ശേഷവും ആത്മസാക്ഷാത്കാരം ഉണ്ടാവുന്നതിന് മുമ്പും അതിൽ നിന്ന് പൂർണ്ണമായിട്ട് വിടുന്നതിന് മുമ്പ് ഒരു വിരഹം ഉണ്ടാവുമെന്നാണ് പറയണം. ഒരു സമാധാനം ഉണ്ടാവില്ല. നമ്മൾ സാധാരണ പറയും, ഭക്തി മാർഗത്തിൽ പോയതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ എല്ലാ ദുഃഖങ്ങളും വന്നുകൂടിയത് എന്ന് പറയും. കർമ്മം വേഗത്തിൽ കത്തും ആ സമയത്ത്. ഭക്തിയുടെ മാർഗം മാത്രമല്ല, ഭക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉപാസനകൾ നടക്കുന്ന തീർത്ഥസ്ഥലങ്ങളിൽ പോയാലും ഇതുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഏതോ ഒരു ദിവസം പറഞ്ഞു, വൃന്ദാവനത്തിലോ കാശിയിലോ ബദരിയിലൊക്കെ പോകുമ്പോൾ ദുരനുഭവം ഉണ്ടായി. പണം പോയി, കട്ടുകൊണ്ടുപോയി, എനിക്ക് നടക്കാൻ പറ്റിയില്ല, പനി പിടിച്ച് റൂമിൽ കിടന്നു, വൃന്ദാവന പരിക്രമണത്തിന് കൂടെ വന്നവരൊക്കെ പോയി, എനിക്ക് സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടാറുണ്ട് ചിലർ. അപ്പോൾ ഞാൻ അങ്ങനത്തെ അമ്മമാരൊക്കെ എൻ്റെ അടുത്ത് വിഷമം പറയുമ്പോൾ പറയും, അമ്മയെ സങ്കടപ്പെടരുത്, നിങ്ങളാ ഭാഗ്യവതി, നിങ്ങളുടെ അത്രയും കർമ്മം ഭഗവാൻ അവിടെ ചെന്നപ്പോൾ കത്തിച്ചതാണ്. തീർത്ഥാടന സ്ഥലങ്ങളൊക്കെ കർമ്മം കത്തിക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ ഭോഗത്തിന് പോകരുത്. ഗുരുവായൂർ പോലും വളരെ സൂക്ഷിക്കണം. ഇതൊക്കെ ഭോഗത്തിനുള്ള സ്ഥലങ്ങളല്ല, ഇതൊക്കെ യോഗത്തിനുള്ള സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ കർമ്മം കത്തേണ്ട സ്ഥലങ്ങളാണ്. ഒരിക്കലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാക്കരുത്. ഋഷികേശ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, റാഫ്റ്റ് തലേ ചുമന്നുകൊണ്ടാണ് അവിടെ നടക്കുന്ന സന്യാസിമാർ വരെ റാഫ്റ്റിങ്ങിന്. ഗംഗയിൽ തുഴയണ അഡ്വഞ്ചർ സ്പോർട്സാണ്. ഹരിദ്വാറിൽ വെച്ചിട്ട് ഒരു ഫാമിലി ഞങ്ങൾ കയറിയ ഒരു വണ്ടിയിൽ കൊടും തിരക്കാ. നഗരവീഥികളിൽ മുഴുവൻ ജനം ഒഴുകുകയാണ് ഗംഗാരതി കാണാൻ വേണ്ടിയിട്ട്. റൂമിലേക്ക് എത്താൻ നടന്നു പോകൽ പോലും കഷ്ടമായതുകൊണ്ട് വണ്ടിക്കാർ ഭയങ്കര ധൈര്യക്കാരാണ്. അവരെ എല്ലാ വഴി കൂടിയും കൊണ്ടുപോകും. അതുകൊണ്ട് ഒരു വണ്ടി കയറിയിരുന്നു, നടക്കാനുള്ള ദൂരമാണെങ്കിലും. ഒരു ഓട്ടോറിക്ഷ പോലെ ഒരു കമ്പ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഒരു ഫാമിലിയും കൂടെ കയറിക്കോട്ടെ ചോദിച്ചു, ഒരു ചെറിയ കൈക്കുഞ്ഞിനെയും കൊണ്ട് കയറി ഇരുന്നോളാൻ പറഞ്ഞു. ആ പോകാൻ കുറേ സമയമെടുത്തു.
ആ ഭാര്യയും ഭർത്താവും കുട്ടിയും ബോംബെയിൽ നിന്ന് വെക്കേഷന് വേണ്ടിയിട്ട് അവർ ഋഷികേശും ഹരിദ്വാറും ടൂറിസ്റ്റുകളായിട്ട് വന്നതാണ്. പട്ടണത്ര പേടിപ്പിച്ചു വിട്ടു. ഇനി ഒരിക്കലും ആ വഴിക്ക് വരാതിരിക്കാൻ പറ്റുന്ന അത്ര പേടിപ്പിച്ചു വിട്ടു ഞാൻ. ഇനി ആ ഏരിയയിലേക്ക് കടക്കാൻ പാടില്ല, വൈരാഗ്യം വരാതെ. അപ്പോൾ അങ്ങനെ ദുഃഖഹേതുക്കളായിട്ടുള്ള വിചാരങ്ങൾ, അയോഗ്യങ്ങളായിട്ടുള്ള കൽപ്പനകൾ, വിഷയങ്ങളിലുള്ള ആഗ്രഹങ്ങൾ, നിരാശ, വിയോഗം തുടങ്ങിയിട്ടുള്ള ശരീരത്തിനെ മനസ്സിനെ തളർത്തുന്ന, രണ്ടിനെയും തളർത്തുന്ന വസ്തുക്കളിൽ നിന്നും പരാധീനതകളിൽ നിന്നുണ്ടാവുന്ന ദുഃഖങ്ങളെ സഹിക്കേണ്ടി വരുന്നു. പലർക്കും ഈ ദുഃഖാനുഭവങ്ങൾ അസഹ്യമായിട്ട് തോന്നും. എങ്കിലും ധൈര്യപൂർവ്വം അതിനെ സഹിച്ചാൽ ഒടുവിലുണ്ടാകുന്ന ലാഭം മഹത്തരാണ്. ഒരു പരാതിയും കൂടാതെ ക്ഷമയോടെ സഹിക്കുന്നവർക്ക് പരമാനന്ദ പ്രാപ്തി തന്നെയാണ് ഫലം. ഭക്തിമാർഗത്തിൽ ഇങ്ങനത്തെ ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നത് ഒരു സാധനയാണ്. ആ അവസരങ്ങൾ തന്നെ ഭഗവാന്റെ സേവയ്ക്കായിട്ട് അർപ്പിക്കുന്നതിന് തയ്യാറാകണം. അപ്പോൾ ദുഃഖം എങ്ങനെ ധൈര്യപൂർവ്വം സഹിക്കണമെന്നും മോഹങ്ങളെയും വിചാരങ്ങളെയൊക്കെ എങ്ങനെ നേരിടണമെന്നും ഭഗവാൻ നമ്മളെ പഠിപ്പിക്കും. പ്രാപഞ്ചിക ജീവിതമോഹങ്ങളൊക്കെ ഉപേക്ഷിച്ചവരെ പോലും പല സന്ദർഭങ്ങളിലും കഠിന പരീക്ഷകൾക്ക് വിധേയരാക്കണം. ഈ കഠിന പരീക്ഷ ഞാൻ വീണ്ടും പറഞ്ഞു, ഭഗവാൻ സ്വയം ചെയ്യുന്നതല്ല. അത് നമ്മുടെ കർമ്മത്തിൻ്റെ വാസനകളും കർമ്മദോഷങ്ങളും എത്ര ബ്രഹ്മസാക്ഷാത്കാരം കിട്ടിയാലും പൂർവ്വജന്മത്തിൽ എന്തെങ്കിലുമൊക്കെ ഒടിഞ്ഞു കിടക്കുന്നുണ്ടാവും. അത് സാഹചര്യം വരുമ്പോൾ, അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോൾ, എങ്ങനെയാണോ വരണ്ട പാറപ്പുറത്ത് കിടക്കണ വിത്ത് ഒരു തുള്ളി മഴവെള്ളം വീണ് കഴിഞ്ഞാൽ അതിന് പൊട്ടിമുളയ്ക്കണത്, അതേപോലെ സന്ദർഭം വരുമ്പോൾ ഏത് നല്ല വാസനയോ ചീത്ത വാസനയോ ടക്ക് പറഞ്ഞിട്ട് മുളയ്ക്കും. അതാണ് നമ്മൾ ഭഗവാന്റെ പരീക്ഷണം പറഞ്ഞ പാപത്തിനെ വെറുതെ ക്രൂശിക്കണത്. ഇത് ഞാൻ ആധ്യാത്മികതയുടെ കഥയാട്ടോ പറയണത്. ലൗകികത്തിലുള്ള പരീക്ഷണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ അടിക്കും. ഭഗവാൻ നിങ്ങളെ തൊടുന്നില്ല, നിങ്ങളെ വിഷമങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ കിടന്ന് കഷ്ടപ്പെടുന്നത്. നമ്മൾ പക്ഷെ പറയും ഭഗവാൻ പരീക്ഷിക്കണു, ഭഗവാൻ പരീക്ഷിക്കണു. എന്ത്, നമുക്ക് ഇന്നീ അനുഭവിക്കുന്നത് മുഴുവൻ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമ്മുടെ പൂർവ്വകർമ്മം മാത്രമാണ്. ഒരു സംശയവും വേണ്ട അതിൽ. നമ്മളാണ് റെസ്പോൺസിബിൾ. ഇന്നലെ നിങ്ങൾ കോട്ടും സൂട്ടും ഇട്ടിട്ട് റോട്ടിൽ കൂടെ നടക്കുമ്പോൾ വഴി കൂടെ കണ്ടൊരുത്തൻ്റെ ചെകിടടിച്ച് പൊട്ടിച്ചു. അവൻ ഇന്ന് ആളെയും കൂട്ടി തല്ലാൻ വരികയാണ്. ഇന്ന് ഞാൻ മുണ്ടും ഷർട്ടും ഇട്ടിട്ട് പോകുമ്പോൾ എന്നെ തല്ലിയ. ഞാൻ പറയണ, ഞാൻ ഇന്നലെ കോട്ടും സൂട്ടും ഇട്ട് നടന്നപ്പോഴേ നിന്നെ തല്ലിയത്, ഇന്ന് ഞാൻ മുണ്ടും ഷർട്ടും എല്ലാം ഇട്ടിരിക്കണം, എന്നെ തല്ലാൻ പാടുമോ എന്ന് ചോദിക്കണ പോലെയാണ് ഈ കഴിഞ്ഞ ജന്മത്തിലെ ദുരിതം ഞാനെന്തിനാ ഈ ജന്മം അനുഭവിക്കണമെന്ന് ചോദിക്കണത്. കർമ്മത്തിൻ്റെ ഫലം എന്നാണെങ്കിലും അതിൻ്റെ പരിപക്വമായിട്ടുള്ള അവസ്ഥയിൽ കിട്ടിയിരിക്കും, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് അത് ഭഗവാന്റെ പരീക്ഷണമാണെന്ന് ഒരിക്കലും പറയരുത്. നമ്മൾ സാധനാമാർഗത്തിൽ വരുമ്പോൾ എന്താ വെച്ചാൽ മെല്ലെ അനുഭവിക്കാൻ, ഒരു 100 വയസ്സ് വരെ അനുഭവിക്കേണ്ടതിനെയൊക്കെ ഭഗവാൻ ഇങ്ങനെ ചൂലോണ്ട് നമ്മൾ ഈ ഇവിടെ അടിച്ചു വരുമ്പോൾ ഇങ്ങനെ കൂട്ടി വയ്ക്കില്ലേ, അതുമാതിരി കൂട്ടി വെച്ചിട്ട് ഇത് മുഴുവൻ ഇപ്പം തന്നെ കഴിക്കുക പറയും. അതാണ് പെട്ടെന്ന് അതിരൗദ്രമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ കയ്യിൽ. അതിൽ നമ്മൾ ആടിപ്പോവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മന്ത്രജപം നിർത്തും, സാധനം ഉപേക്ഷിക്കും, അയ്യോ എന്നെ കൊണ്ട് പറ്റിയ പണിയല്ലേ പറയും. എന്നിട്ട് ഇരട്ടി ദോഷം ഉണ്ടാക്കി വയ്ക്കും. അതിൻ്റെ കർമ്മഫലം അതിലും ഭയാനകമാണ്. ഒരു രസത്തിന് പോയിട്ട് ഗുരുനാഥൻ്റെ അടുത്ത് പോയിട്ട് മന്ത്രോപദേശമൊക്കെ സ്വീകരിക്കും. 10 ദിവസം ചെല്ലുമ്പോൾ 8ൻ്റെ പണികളൊക്കെ പല വശത്ത് നിന്ന് വരുന്ന കാണുമ്പോൾ ചിന്തിക്കും, ഈശ്വര ഈ മന്ത്രം ജപിച്ചിട്ടാണല്ലോ ഇത് വന്നത് പറഞ്ഞിട്ട് ഇത് നിർത്തും. ശരിക്കും മന്ത്രം ജപിച്ചുകൊണ്ടല്ല വന്നു. മന്ത്രം കർമ്മഫലം അനുഭവിക്കണതിൻ്റെ വേഗത കൂട്ടുകയാണ്. അതിനെ അതിജീവിക്കാൻ ശ്രമിക്കില്ല, അതിനെ വിട്ടിട്ട് വേറൊരു മന്ത്രം പിടിക്കാൻ പോകും. അപ്പോൾ എന്തായി, ആ കൊടുത്ത ഗുരുനാഥൻ ആരായി? കഴുത അല്ലേ? ആ ഗുരുനാഥൻ എന്ത് കണ്ടിട്ടാണ് മന്ത്രം കൊടുത്തിട്ടുള്ളത്? അവൻ്റെ പൂർവ്വജന്മം തൊട്ടുള്ള സകല കർമ്മങ്ങളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടാണ് ഒരാൾ യഥാർത്ഥത്തിൽ ദീക്ഷ കൊടുക്കുക. അല്ലാണ്ട് കടലാസിൽ എഴുതിയിട്ട് എനിക്ക് മന്ത്രോപദേശം കിട്ടി, $500 കൊടുത്തു കഴിഞ്ഞാൽ ബഹളാമുഖി കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. ഇതിപ്പോൾ കാശ് കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. കേരളത്തിൽ തന്നെ അത് വിൽപ്പന നടത്തുന്ന ആൾക്കാരുണ്ട്. ശ്രീവിദ്യ ഏറ്റവും കൂടെ വിൽക്കണത് ശ്രീവിദ്യയാണ്. അമ്മയാണ് ഏറ്റവും കൂടെ വിറ്റുകൊണ്ടിരിക്കുന്നത്. 25,000 രൂപ, 50,000 രൂപ, 1,00,000 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശ്രീവിദ്യയുടെ പല തലങ്ങളിൽ നിങ്ങൾക്ക് വ്യാപരിക്കാനും സെലിബ്രിറ്റികളുടെ ഒപ്പം മന്ത്രം ജപിക്കാനുള്ള ഭാഗ്യം ലഭിക്കുന്നതാണ്. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇവിടെ കഠിന പരീക്ഷയ്ക്ക് വിധേയരാകാൻ നമ്മൾ തയ്യാറായിട്ട് വേണം ഈ പണിക്കൊക്കെ ഇറങ്ങാൻ. കാരണം നമ്മുടെ കർമ്മത്തിൻ്റെ വ്യാപ്തി എന്താണെന്ന് നമുക്കറിയില്ല. ഭഗവാനെ എന്നെ എത്ര പണിയും പരീക്ഷിച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ഞാൻ എന്ത് ചെയ്തു എന്നാ ചോദിക്കുക. അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല, ആവുന്ന ഉപകാരം ചെയ്തു തരണത്. കണ്ണി തട്ടുന്നതിനെ പുരുകത്തി തട്ടിച്ചിട്ട് വിടും. കണ്ണി തട്ടേണ്ട പണിയാണ് നമ്മൾ പണ്ട് ചെയ്തിട്ടുള്ളത്, അതിനെ ഒന്ന് പുരുകത്തി തട്ടിച്ചിട്ട് വിടും.
അതേപോലെ പുറമേ സ്നേഹം കാണിക്കുന്നവരെ ഭഗവാൻ ഇഷ്ടപ്പെടാറില്ല. ഗുരുവായൂരപ്പൻ അപ്പുറത്ത് പോയിട്ട് ചെയ്യണ പണി മഹാമോശപ്പെട്ട കാര്യമാണ്. എല്ലാ വൃത്തികേട് കാണിക്കും. ഒക്കെ ഗുരുവായൂരപ്പൻ. ഗുരുവായൂർ ക്ഷേത്രം കട്ടുമുടിക്കണവൻ വരെ ഗുരുവായൂരപ്പൻ എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ ശ്രദ്ധാഭക്തികളോടും സഹനശക്തിയോടും കൂടി പ്രാർത്ഥിക്കുന്നവരെ ഭഗവാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. ഏകാന്ത ഭക്തിയോടെ ഭഗവാനെ ശരണം പ്രാപിക്കുന്നവൻ്റെ സമീപത്ത് ഭഗവാൻ എപ്പോഴും ഉണ്ടായിരിക്കും. അത് ഭഗവാന്റെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ശരിക്ക് നമുക്ക് അനുഭവവേദ്യമാകുന്നത് നമ്മുടെ അകത്ത് നമ്മൾ ഭഗവാനോട് എത്ര അടുക്കണമെന്നുള്ളതിനാണ്. ഭഗവാൻ വാസ്തവത്തിൽ ആരോടും ഇഷ്ടമോ അനിഷ്ടമോ ഒന്നുമില്ല. നമ്മൾ ഭഗവാനോട് അടുത്ത് നിൽക്കുമ്പോൾ, കാന്തത്തിൻ്റെ കൂടുതൽ അടുത്തേക്ക് നിൽക്കുമ്പോൾ കൂടുതൽ കാന്തശക്തി, കാന്തത്തിൽ നിന്ന് കുറച്ച് ദൂരെ നിൽക്കുമ്പോൾ കുറച്ച് കാന്തശക്തി. അതാണ് ഭഗവാന്റെ ഇഷ്ടം ഇഷ്ടമല്ലായ്മ. അപ്പം നമുക്ക് ഭഗവാനെ എന്നെ ഇഷ്ടപ്പെടണേ എന്ന് പറയാൻ ഒറ്റ എളുപ്പമാർഗ്ഗം, ഭഗവാൻ നിൽക്കണോടത്തേക്ക് ഇപ്പം നിൽക്കണോടത്തുനിന്ന് ഒരു 10 ചോട് കൂടെ ഫ്രണ്ടിലേക്ക് കയറി നിൽക്കുക, പിന്നെയും 10 ചോട് കൂടെ ഫ്രണ്ടിലേക്ക് കയറി നിൽക്കുക. അപ്പം ഓരോ 10 ചോടിനും മൂപ്പർ ഓരോ ചോട് ഇങ്ങോട്ട് വരാൻ തുടങ്ങും. ഇങ്ങനെ വേണം ഭഗവാനെ സാക്ഷാത്കരിക്കാൻ. പിന്നെ വേറൊരു കാര്യം മറക്കരുത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയണം, ഒരിക്കലും കൃഷ്ണ എൻ്റെ കൈ വിടല്ലേ എന്ന് പറയരുത്. ഞാൻ നിൻ്റെ കയ്യിൽ നിന്ന് വിടില്ല എന്ന് പറയണം. അങ്ങനെ പറഞ്ഞാൽ മാത്രമേ കാര്യമുള്ളൂ. അല്ലാതെ അങ്ങനെ കയ്യിൽ നിന്ന് വിടില്ല പറഞ്ഞ് നിന്നതാണ് രുക്മിണി. അതുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ ഇട്ട് കുത്തിയപ്പോൾ കൈ കൊടയാണ് ഭഗവാൻ. കൈ കുടഞ്ഞപ്പോൾ രുക്മിണി മോഹാലസ്യപ്പെട്ട് വീണു. അതാണ് സംഭവിച്ചത്. അപ്പോൾ ലോകത്തിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഇച്ഛ ജീവൻ എപ്പോഴും ഉണ്ടാവും. ലോകരചനയിൽ ഭഗവാൻ എന്തോ പെശക് പറ്റിയിരിക്കാമെന്നാണ് അവർ വിചാരിക്കുന്നത്. എന്നിട്ട് അത് വിചാരിച്ചിട്ട് അവർ ലോകത്തിനെ നന്നാക്കാൻ നടക്കും. ഈ ലോകത്തിലെ റിഫോമേഴ്സ് എന്ന് പറഞ്ഞ് നടക്കുന്നവരൊക്കെ, സാമൂഹിക പരിഷ്കർത്താക്കൾ എന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ ഒക്കെ ആന്തരികമായിട്ടുള്ള വിചാരം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവാൻ ഉണ്ടാക്കി ഈ ലോകത്തിൽ എന്തോ പെശകുണ്ട്, അതിന് ഞങ്ങളാണ് നേരാക്കാൻ പോണത് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചവരാത്രേ. അതുകൊണ്ട് ലോകസംഗ്രഹത്തിൻ്റെ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ലോകം നന്നാക്കാൻ നടക്കലല്ല എന്നാണ് ശുഗമഹർഷി പറയണത്. പരമഹംസന്മാരുടെ കാഴ്ചപ്പാടിൽ നമ്മൾ പറയണ സാമൂഹിക പരിഷ്കരണം വെറും ഭോഷത്തരാണ്. അവർ പറഞ്ഞ് ഈ പ്രപഞ്ചത്തിനെ ഇങ്ങനെ സൃഷ്ടിച്ചിട്ടുള്ളത് ഭഗവാനാണ്. ഇതിനെ നമ്മൾ നന്നാക്കാൻ പറ്റില്ല. നമുക്ക് നന്നാക്കാൻ പറ്റുന്ന ഒറ്റ ഒന്നേ ഉള്ളൂ, അവനവനെ ഓരോരുത്തരും നന്നാക്കിയാൽ ലോകം താനെ അതിൻ്റെ കറക്റ്റ് ഫോമിലേക്ക് വന്നോളൂ. ഗാന്ധിജി പറഞ്ഞ മാതിരി വ്യക്തിയാണ് സമൂഹത്തിൻ്റെ യൂണിറ്റ്. വ്യക്തി നന്നായ സമൂഹം നന്നാവും, പൗരൻ നന്നായ രാഷ്ട്രം നന്നാവും. ഇത് ഈ ബോധമില്ലാതെ പൗരപ്രമുഖർ മാത്രം നന്നായിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഭഗവാന് വലിയ ശബ്ദത്തിലുള്ള ബഹളമൊന്നും ആവശ്യമില്ല. ബഹളങ്ങളൊന്നും ഉണ്ടാക്കിയിട്ട് ഭഗവാനെ ആരാധിച്ചിട്ടൊന്നും കിട്ടില്ല. ഹൃദയത്തിൻ്റെ ശുദ്ധിയാവുണ്ട്. ഹൃദയശുദ്ധിയുള്ളവൻ ശബ്ദം ഉണ്ടാക്കിയാലും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ചില ആൾക്കാർക്ക്, ഞാൻ ചില ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില വ്യക്തികൾ 2 തരത്തിൽപ്പെട്ടവരുണ്ട്. അതിൽ ശബ്ദമുണ്ടാക്കുന്ന ആൾക്കാർ. ചിലർ വന്നിട്ട് ഈ ബാക്കിയുള്ളവർ ജപിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധമില്ലാണ്ട് അവിടെ കിടന്നിട്ട് കൃഷ്ണ ഗുരുവായൂരപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരിക്കും. ആകെ ബഹളം, ശ്രീപരമേശ്വര നമശിവായ നമശിവായ നമശിവായ, അങ്ങനെ ചങ്ക് പൊട്ടി തകർത്ത് വിളിക്കുന്നവർ. അതിനിടയ്ക്ക് അവർ നോക്കുകയും ചെയ്യും, എല്ലാവരും ഞാൻ പ്രാർത്ഥിക്കണ കാണില്ലേ എന്ന്. ഇനി വേറെ ചിലരുണ്ട്, വാവിട്ട് വിളിക്കും, അവർ ചുറ്റും നടക്കണത് ഒന്നും അറിയില്ല. അവരിലാണത് അലങ്കാരമാണത്. കാരണം അവിടെ ഹൃദയശുദ്ധിയുണ്ട്. ജീവൻ മൗനിയാണ്, ജിജ്ഞാസുവാണ്, നമ്രതയുള്ളവനാണ്, ശരണഭാവമുള്ളവനാണ്. ഇതൊക്കെയാണ് അതിൻ്റെ അടിസ്ഥാന സ്വഭാവം. പക്ഷേ ആ അടിസ്ഥാന സ്വഭാവം വിട്ടിട്ട് ജീവൻ വാചാലനാവുക, നിലവിളിക്കുക, ജിജ്ഞാസു അല്ലാണ്ടിരിക്കുക, എനിക്കൊന്നും അറിയണ്ട, ഞാനുള്ളത് കൊണ്ട് ഇപ്പം നന്നായിട്ടിരിക്കുന്നുണ്ട് എന്ന് പറയുക, നമ്രത ഇല്ലാത്തവനാവുക, അഹങ്കാരിയാവുക, ശരണഭാവമേ ഇല്ലാത്ത ആളാവുക. ആ സമയത്ത് ഭഗവാൻ നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. ഭഗവാൻ സന്തോഷിക്കണു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മളും ഭഗവാനും തമ്മിലുള്ള ദൂരം കുറയണമെന്നാണെന്ന് മനസ്സിലാക്കുക. ഗുരുവായൂരപ്പ സന്തോഷിക്കണേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഗുരുവായൂരപ്പ എൻ്റെ അടുത്തേക്ക് വരണേ, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ അടുത്തേക്ക് എത്തണേ. അതാണ് കുറച്ചുകൂടെ നല്ലത്. ഞാൻ നിൻ്റെ അടുത്തേക്ക് എത്തണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ശരണഭാവത്തിന് പ്രമാദം പാടില്ല, അഹങ്കാരം പാടില്ല. ശരണാഗതി 3 തരമൊക്കെ ഞാൻ പറഞ്ഞു അല്ലേ. ശരണാഗതിയുടെ 3 സ്വഭാവങ്ങൾ ഞാൻ പറഞ്ഞു. ശരണാഗതിയിലേക്ക് എത്താനുള്ള 3 പടികൾ പറഞ്ഞു. ഭഗവാൻ്റേതാണ് ഞാൻ, എൻ്റേതാണ് ഭഗവാൻ, ഭഗവാനും ഞാനും ഒന്നാണ്. ഇതാണ് 3 പടികൾ. ഇതൊക്കെ പറഞ്ഞു. തന്നെപ്പോലെ ഭഗവാന് പ്രിയപ്പെട്ടവരാരുമില്ല എന്നൊരു അഭിമാനം രുക്മിണിക്ക് വന്നു. ഇതാണ് ശരണാഗതിയിൽ വരുന്ന അഹങ്കാരം, ഭക്തിയിൽ വരുന്ന അഹങ്കാരം. എന്നെപ്പോലെ ഭഗവാൻ ഇഷ്ടമുള്ള ആൾ വേറെ ഇല്ല എന്ന് ചിന്തിച്ചാൽ പ്രശ്നമാണ്. അപ്പോൾ എന്താ, എത്ര ആധ്യാത്മിക സിദ്ധികളൊക്കെ വന്നുകൂടിയാലും അവരുടെ സ്വഭാവത്തിൻ്റെ മാറ്റം വരില്ല. സാധാരണഗതിയിൽ ഒരു നല്ല യഥാർത്ഥ ഭക്തന്
അഹങ്കാരമേ വരില്ല. ഷിർദി സായിബാബ പച്ചവെള്ളം ഒഴിച്ച് വിളക്ക് കത്തിക്കാനിടയായ കഥയിൽ പറയും, അദ്ദേഹം താമസിച്ചിരുന്ന ദ്വാരകാമായി എന്ന് പറയുന്ന പള്ളിയിൽ എണ്ണ കൊണ്ട് വിളക്കുകൾ വൈകുന്നേരം കത്തിക്കുന്നത് അവിടെ മറ്റൊരു സമുദായക്കാർക്ക് ഇഷ്ടമായിരുന്നില്ല. പള്ളിയിൽ എന്തിനാണ് വിളക്ക് കത്തിക്കണത് എന്ന് ചോദിക്കും. അപ്പോൾ അവർ അദ്ദേഹത്തിനെ വടി കൊണ്ട് അടിച്ചു വീഴ്ത്താൻ വേണ്ടിയിട്ട് രാത്രി അദ്ദേഹം നടന്നു വരുന്ന വഴിയിൽ നിന്നു. അദ്ദേഹം വന്ന കാലത്ത്, ഷിർദിയിലെത്തിയ കാലത്ത് അദ്ദേഹത്തിനെ അടിച്ചു ഒരാൾ, അടി ഏറ്റുവാങ്ങി. വീണ്ടും അടിക്കാൻ പോയപ്പോൾ അദ്ദേഹം, നീ എന്തിനാ എന്നെ അടിക്കണേ പറഞ്ഞിട്ട് വെറുതെ ഒന്ന് തൊട്ടേ ഉള്ളൂ. അതോടുകൂടി അവൻ പക്ഷപാതം വന്നിട്ട് അവിടെ പക്ഷാഘാതം വന്ന് വീണുപോയി. അതാണ് അവരുടെ സിദ്ധികൾ അവരുടെ രക്ഷയ്ക്ക് താനേ പ്രവർത്തിക്കും, പക്ഷെ അവരായിട്ട് മനഃപൂർവ്വം ചെയ്യില്ല. ഈ എടപ്പള്ളി പള്ളിയില്ലേ എറണാകുളത്ത്, ആ എടപ്പള്ളി പള്ളിയുടെ അതിലെ ചട്ടമ്പി സ്വാമി ഒരിക്കൽ നടന്നു വരിക. അന്നത്തെ കാലത്ത് എടപ്പള്ളി പള്ളിയുടെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജനമാണ്. ഇന്നത്തെ മാതിരി ഹൈവേയും കണ്ട വണ്ടികളും ലുലുമോളൊന്നും ആ ഭാഗത്തില്ല. അദ്ദേഹം നടന്നു വരുന്ന സമയത്ത് ഇതേമാതിരി കുറച്ച് ചെറുപ്പക്കാർ അദ്ദേഹത്തിനെ വെറുതെ മദ്യപിച്ചിട്ട്, എടാ കഴിവാ എന്തിനാണ് ഈ വഴിക്ക് നടക്കണത്, നിൻ്റെ അടുത്ത് ആരാ ഈ വഴിക്ക് വരാൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഉപദ്രവമൊക്കെ ഉണ്ടാക്കി. അദ്ദേഹം ഒന്നും മിണ്ടാതെ, നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോ, ഞാൻ എൻ്റെ പാട്ടിന് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നടക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ താടി പിടിച്ച് വലിച്ചു. അദ്ദേഹം, എൻ്റെ താടിയാണെന്ന് എനിക്ക് വേണ്ടത് വെച്ചിട്ട് ഒന്ന് ഒഴിഞ്ഞു വിട്ടു. അതോടുകൂടി അവൻ കയ്യും കാലും കോച്ചിട്ട് അങ്ങനെ നിശ്ചലനായിട്ട് അങ്ങനെ നിന്നുപോയി എന്നാണ്. പിറ്റേ ദിവസം അദ്ദേഹം കാര്യമൊക്കെ കഴിഞ്ഞ് എറണാകുളത്ത് നിന്ന് എടപ്പള്ളി വഴി മടങ്ങുമ്പോഴും അവിടെ തന്നെ റോഡിൻ്റെ സൈഡിൽ അങ്ങനെ കിടക്കുക അത്ര, വീട്ടുകാരൊക്കെ ഉണ്ട് ചുറ്റും. അപ്പോൾ ഒന്ന് തൊട്ടിട്ട് എണീപ്പിച്ച് വിട്ടിട്ട് പോയി എന്നുണ്ട്. മഹാത്മാക്കൾ സിദ്ധി അനാവശ്യമായിട്ട് ഉപയോഗിക്കില്ല. സിദ്ധികളുടെ പ്രഭാവത്തിൽ അവർ മയങ്ങില്ല. അവർ അഹങ്കാരത്തിനെ ജയിക്കും. ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുമ്പോഴും നമ്രതയുണ്ടാവും. അവരുടെ ബുദ്ധിക്ക് സമനില തെറ്റില്ല. ദുഃഖത്തിന് അവരുടെ ശാന്തിയെ കുറയ്ക്കാൻ കഴിയില്ല. എത്ര ദുഃഖം വന്നാലും മനസ്സിലെ ശാന്തി പോയില്ല അവർക്ക്. ഭക്തനെ ഭഗവാൻ പരീക്ഷിക്കെങ്കിലും ഭഗവാന്റെ ഏറ്റവും വലിയ സ്വഭാവം ഒളിച്ചിരുന്ന് സംരക്ഷിക്കുകയും ചെയ്യും. ഇതിനെയും ഞാൻ നേരത്തെ പറഞ്ഞ സെൻസിൽ വേണം മനസ്സിലാക്കാൻ. രുക്മിണിയുടെ അതിയായ ദുഃഖം കണ്ടപ്പോൾ ഭഗവാന് തമാശക്കളി മതിയാക്കി. അവൾ ബോധം കെട്ട് വീണവരെ പറഞ്ഞു. ഭാര്യ ബോധം കെട്ട് വീണവരെ മനസ്സ് കുത്തി നോവിച്ചു. ഇനി തുടർന്നാൽ ജീവൻ പോയാലോ അപകടമായാലോ എന്ന് ഭഗവാന് തോന്നി. അതുകൊണ്ട് അതിവേഗത്തിൽ ഭഗവാൻ എന്ത് ചെയ്തു, കട്ടിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് ആ ചതുർഭുജനായിട്ടുള്ള ഗുരുവായൂരപ്പൻ രുക്മിണിയെ തൻ്റെ കൈകളിൽ വാരിയെടുത്തിട്ട് മാറോട് അണച്ചു പിടിച്ചിട്ട് തൃക്കരങ്ങൾ കൊണ്ട് കണ്ണീരൊക്കെ തുടച്ച് അഴിഞ്ഞു വീണ കേശത്തിനെയൊക്കെ ഭഗവാൻ തന്നെ കെട്ടി ആ അനന്യാശ്രയായിട്ടുള്ള ആ ദേവിയെ ഭഗവാൻ ആലിംഗനം ചെയ്തു എന്ന് പറയുമ്പോൾ ബോധക്ഷയത്തിൻ്റെ സമയത്ത് ഭഗവാൻ അവളെ കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞാൽ രുക്മിണിക്ക് ദൃഢമായിട്ടുള്ള അപരോക്ഷാനുഭൂതി ഉണ്ടായി. എന്തിനെ കാണാൻ പ്രത്യക്ഷത്തിൽ സാധിക്കാത്തതുണ്ടോ അത് സമാധിയെങ്കിൽ അറിയുന്നത് സമാധി അനുഭവിച്ചു. സാധകൻ സമാധി അനുഭവിച്ചതാണ് അപരോക്ഷാനുഭൂതി. ആചാര്യസ്വാമികളുടെ പ്രസിദ്ധമായിട്ടുള്ള കൃതിയാണ്. അതിൽ അനുഭവിച്ചു എന്നാണ് പറഞ്ഞു. സജ്ജനങ്ങളുടെയൊക്കെ ഏകമാത്ര ആശ്രയമായിട്ടുള്ള പൊന്നു ഗുരുവായൂരപ്പൻ ദേവിയോട് ഇങ്ങനെ പറഞ്ഞു. അവളെ മെല്ലെ ഉണർത്തിയിട്ട്, അല്ലയോ വൈദർഭി, എൻ്റെ അടുത്ത് പിണങ്ങല്ലേ, എൻ്റെ അനന്യ ഭക്തയാണ് നീ എന്നെനിക്ക് എന്താ പറയുക, നിന്നെപ്പോലൊരു ഭക്ത എനിക്ക് വേറെ ഇല്ല. പ്രണയകോപം കൊണ്ട് ആ അരുണാധരങ്ങളെ വിറപ്പിച്ചുകൊണ്ട് നീ എന്നെ നോക്കണ സമയത്ത് ആ മുഖത്തെ സൗന്ദര്യം കാണാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതാണ് എന്ന് കളിയായിട്ട് പറഞ്ഞിട്ട് പറഞ്ഞു. പ്രിയപ്പെട്ടവളെ, രാവും പകലും ദുഃഖരൂപമായിട്ടുള്ള വീടുകളിൽ കഴിയണ ഗൃഹസ്ഥന് തൻ്റെ അർദ്ധാംഗിനിയായിട്ട് നേരമ്പോക്ക് പറഞ്ഞ് രസിക്കുമ്പോൾ ലഭിക്കണ അല്പസമയത്തെ സുഖമല്ലാണ്ട് വേറെ എന്തൊരു സുഖമുള്ളത്? എനിക്കൊരു തമാശ പോലും പറയാൻ പറ്റില്ലേ? ഞാൻ സംസാരത്തിൽ പെട്ടിട്ട് ഈ വീട്ടിൽ കിടന്നിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു പാവം ഗൃഹസ്ഥനാണ്. ഒരു 5 മിനിറ്റ് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഭാര്യ അടുത്തൊരു തമാശ പോലും എനിക്ക് പറയാൻ പറ്റില്ലേ എന്ന് ചോദിച്ചു. അത്രേ. മനുഷ്യൻ ധർമാഭിനയം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഭഗവാൻ അവർക്ക് ആനന്ദത്തെ കൊടുക്കും. ജീവൻ അന്തർമുഖം ആവാൻ ശ്രമിക്കുമ്പോൾ ദുഃഖം കൊടുക്കും. ഇത് ലോകത്തിലെ കണ്ടുവരുന്നതാണ്. മനുഷ്യൻ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ, സുഖഭോഗങ്ങളിൽ ഇറങ്ങിയിട്ട് അതിനു വേണ്ടിയിട്ട് ലൗകിക ജീവിതത്തിൽ ധർമാനുഷ്ഠാനം നടത്തുമ്പോൾ ഭഗവാൻ അതിൽ നിന്നൊക്കെ സന്തോഷം കൊടുക്കും അവർക്ക്. എപ്പോൾ അതൊക്കെ നിർത്തിയിട്ട് അകത്തേക്ക് നോക്കിയിട്ട് മൂപ്പരെ അന്വേഷിച്ച് വീണോ അപ്പം പുള്ളി ദുഃഖം കൊടുക്കാൻ തുടങ്ങും. കാരണം കർമ്മം കത്തിക്കുകയാണ്. പക്ഷേ ഈ ദുഃഖത്തിൻ്റെ ഇടയിലും ഞാൻ നേരത്തെ പറഞ്ഞ കണ്ണി തട്ടേണ്ടത് പുരികത്തി തട്ടിച്ച് വിട്ട് രക്ഷിക്കുന്നുണ്ട്. ദുഃഖാനുഭവങ്ങളിൽ ജീവൻ ശാന്തി കൈവടിയാൻ പാടില്ല. അന്യസഹായത്തിനെ അന്വേഷിക്കാനും പാടില്ല. പുറത്തു പോയിട്ട് ആ സമയത്ത് അന്വേഷിക്കരുത്. ഭഗവാനെ മാത്രമേ അത്ര സാധകൻ സഹായത്തിന് സ്വീകരിക്കാവൂ. പുറത്തുനിന്നൊരാൾ വന്നാൽ അയാളുടെ വിഷയത്തിൻ്റെ സംസർഗം വരികയാണ്.
അപ്പോൾ സാധനയിൽ പുറത്തുനിന്നൊരാളുടെ സഹായം സ്വീകരിക്കരുത്. മൗനമായി ധൈര്യപൂർവ്വം ആ ദുഃഖങ്ങൾ അനുഭവിക്കുന്നതിലാണ് സകല ശ്രേയസ്സും സ്ഥിതി ചെയ്യണം. അപ്പോൾ ആ ദുഃഖത്തിനെ പോലും ഭഗവാനിലേക്ക് സമർപ്പിക്കണം. ഞാൻ എപ്പോഴും പറയാറില്ലേ, നല്ലത് മാത്രം ഭഗവാനെ സമർപ്പിച്ചിട്ട് കാര്യമില്ല. ആരെങ്കിലും ഇന്ന് രാവിലെ നിങ്ങളെ ചീത്ത വിളിച്ചു, ഉടനെ ഗുരുവായൂരപ്പന് വിളിക്കുക, കൊടുക്കുക. ഇന്ന് രാവിലെ ഒരുത്തൻ എന്നെ ചീത്ത വിളിച്ചു, എനിക്ക് ഭയങ്കര സങ്കടമായി, അവൻ്റെ ചീത്തയും അതിന് എനിക്കുണ്ടായ വിഷമം ഒക്കെ നിനക്കിരിക്കട്ടെ വിട്ട് കൊടുക്കുക. ഒന്നും അകത്ത് വെച്ചേക്കരുത്, കൊടുത്തുകൊണ്ടേയിരിക്കണം. നല്ലത് കിട്ടി, ആരെങ്കിലും നല്ലത് പറഞ്ഞു അതും കൊടുക്കുക, ചീത്ത പറഞ്ഞു അതും കൊടുക്കുക, സുഖം തന്നു അത് കൊടുക്കുക, ദുഃഖം തന്നു അത് കൊടുക്കുക, കൊടുത്തുകൊണ്ടേയിരിക്കുക. ത്യാഗിയായിട്ടിരിക്കുക, ഭഗവാങ്കലിക്ക് എല്ലാം സമർപ്പിച്ചുകൊണ്ടിരിക്കുക. നിരന്തരമായിട്ടൊരു ഹോമം പോലെ അങ്ങനെ ആഹുതി ചെയ്തുകൊണ്ടിരിക്കുക ഭഗവാനിലേക്ക്. ഭഗവാന്റെ അപ്രമേയ ശക്തി മനുഷ്യൻ, അതിൻ്റെ മുന്നിൽ മനുഷ്യൻ നിസ്സഹായനാണ്. അവർ ധൈര്യപൂർവ്വം അതിനെ നേരിട്ട് അതിജീവിക്കും. ശ്രീരാമസ്വാമിക്ക് യുവരാജാവായിട്ട് പട്ടാഭിഷേകം തീരുമാനിച്ചു. എല്ലാവിധ ഏർപ്പാടും പൂർത്തിയാക്കി. അഭിഷേകം നിശ്ചയിച്ച ദിവസം രാവിലെ എന്താണ്ടായത്, കുളിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് ഡ്രസ്സ് വരിട്ടു, രാജാവാനുള്ള ഡ്രസ്സ് വരിട്ടു. അതൊക്കെ ഇട്ട് മേക്കപ്പൊക്കെ ഇട്ട് റെഡിയായിട്ട് പോകാൻ നിൽക്കുമ്പോഴാണ് കൈകേയി ഇമാതിരി ഭഗവാൻ വേഷം ധരിച്ചപ്പോൾ കൈകേയി വേഷഭൂഷകളൊക്കെ വലിച്ചെറിഞ്ഞ് വൽക്കലം എന്താ പറയുക ഭ്രാന്തിയെപ്പോലെ കാട്ടിക്കൂട്ടിയതിൻ്റെ ഫലമായിട്ട് ആ ഇട്ട രാജകീയ ഡ്രസ്സൊക്കെ വിത്തിൻ 1 അവറിൻ്റെ ഉള്ളിൽ അഴിച്ചു മാറ്റി മരവരി കൊടുത്ത് ആഭരണങ്ങളൊക്കെ അഴിച്ചു വെച്ച് തപസ്വിയെ പോലെ കാട്ടിപ്പോണ്ടി വന്നില്ലേ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലോ മുഖത്തോ ദുഃഖത്തിൻ്റെ എന്തെങ്കിലും ഒരു നിഴലുണ്ടായോ? നിഴലുണ്ടായില്ല. തൻ്റെ പുത്രൻ വനത്തിൽ പോകുന്നതിന് ഇടവന്നിട്ടും കൗസല്യയ്ക്കും സമനില വിട്ടില്ല. കുശലതയുള്ളവളാണ് കൗശല്യ. എന്തു കാര്യവും വൃത്തിയായിട്ട് ദക്ഷതയോടുകൂടി ചെയ്യുന്ന, ദാക്ഷായണി എന്ന് പറഞ്ഞാലും കൗസല്യ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. ഒരു കാര്യം വൃത്തിയായിട്ട് അതിൻ്റെ ഏറ്റവും പെർഫെക്ഷനിൽ ചെയ്യാൻ കഴിവുള്ളവളാണ് കൗസല്യ അഥവാ ദാക്ഷായണി. അയോധ്യയിലെ റാണിയുടെ പദത്തുനിന്ന് തൻ്റെ പ്രാണപ്രിയൻ്റെ ഒപ്പം കാട്ടിപ്പോയിട്ട് വസിക്കാനാണ് സീതാദേവി പോലും നിശ്ചയിച്ചത്. ഇവരാരും ദുഃഖത്തിൻ്റെ മുന്നിൽ മനസ്സ് ചഞ്ചലപ്പെട്ടില്ല. ഇങ്ങനത്തെ ദുഃഖങ്ങൾ അനുഭവിക്കാൻ ഇടയാകാത്ത ഒരു ജീവിതവും പവിത്രമായിട്ട് കാണില്ല. പവിത്ര ജീവിതങ്ങളിലൊക്കെ ദുഃഖത്തിൻ്റെ കടലുണ്ടാവും. പക്ഷേ ഇങ്ങനത്തെ ദുഃഖാനുഭവങ്ങളൊക്കെ അവസാനം മധുരമായിട്ടുള്ള ആനന്ദാവസ്ഥയിലേക്ക് എത്തും എന്നാണ് പറയണത്. ഭഗവാന് സ്വീകാര്യമായിട്ടുള്ള ജീവന് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് പറയണു. താൻ ഭഗവാന് സ്വീകാര്യമാണെന്നും തന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ കടുത്ത വാക്കുകൾ പറഞ്ഞതെന്നും രുക്മിണിക്ക് മനസ്സിലായപ്പോൾ അതിനുത്തരം പറയാനുള്ള ധൈര്യം ഉണ്ടായി. ഇനിയാണ് ഉത്തരം. ഞാൻ ശരിക്ക് വിസ്തരിച്ചിട്ടാണ് ഈ ഭാഗം പോകുന്നത്, അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള ഭാഗമൊക്കെ ഓടിച്ചു വിടും. ബാണയുദ്ധമൊക്കെ കണ്ടടച്ച് തുറക്കുമ്പോഴേക്കും വന്നു പോകും. അപ്പോൾ സ്ഥിതപ്രജ്ഞ ദശ എന്താന്ന് പറയുന്നത്, ഭഗവാന്റെ വാക്കുകൾ വിനോദത്തിന് ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു എന്ന് അറിഞ്ഞിട്ടുള്ള രുക്മിണിയുടെ ഭീതിയൊക്കെ മാറി എല്ലാ ഐശ്വര്യങ്ങളും പ്രകാശിക്കണ ഭഗവാന്റെ മുഖത്തിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് അമ്മ പറയാൻ തുടങ്ങി. അല്ലയോ കമലനയന, അവിടുന്ന് പറഞ്ഞതൊക്കെ പരമാർത്ഥാണ്. ഐശ്വര്യാദി ഗുണസമ്പന്നൻ, സർവ്വവ്യാപകൻ, പരമേശ്വരനായിട്ടുള്ള അവിടുത്തേക്ക് ഒരു പ്രകാരത്തിൽ യോജിച്ച ഭാര്യയല്ല ഞാൻ. സ്വന്തം മഹിമയിൽ രമിക്കുന്ന ഗുണങ്ങൾക്കപ്പുറത്തുള്ള അവിടുന്ന് എവിടെയാണ്? അജ്ഞാനികളിൽ മാത്രം സേവിക്കപ്പെടുന്ന ഗുണമയമായിട്ടുള്ള പ്രകൃതിയായിട്ടുള്ള ലക്ഷ്മിയായിട്ടുള്ള ഞാൻ എവിടെയാണ് കിടക്കണേ എന്ന് പറഞ്ഞിട്ട് തൻ്റെ വിനയം പറയണം. രുക്മിണിയും ഭഗവാനുമായിട്ട് ചേർച്ചയില്ല എന്ന് ഭഗവാൻ പറഞ്ഞതിനെ എതിർക്കണേന് പകരം അമ്മ സമ്മതിച്ചു. പക്ഷേ ഭഗവാൻ രുക്മിണിക്ക് ചേർന്ന ഭർത്താവല്ല എന്നാണ് ഭഗവാൻ പറഞ്ഞത്. പക്ഷെ ഇവിടെ രുക്മിണി പറഞ്ഞത് ഞാൻ അങ്ങേക്ക് ചേർന്ന ഭാര്യയല്ല എന്നാ. നേരെ തിരിച്ചിട്ടു. ഭക്തന്മാരിങ്ങനെയുള്ള ദീനഭാവം എപ്പോഴും ഭഗവാനോട് കാണിക്കും. ഭഗവാനെ, അങ്ങയുടെ ഈ കരുണയ്ക്കൊന്നും പാത്രമാവാൻ മാത്രം ഭാഗ്യമുള്ള ആളല്ല ഞാൻ, അതിനുള്ള അർഹതയൊന്നും എനിക്കില്ല എന്ന് ഭഗവാൻ പറയും. ഭഗവാൻ പറയും, നിന്നെ അനുഗ്രഹിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല എന്ന്. നമ്മളെ ഞെട്ടിക്കും അത് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ പറയണം, അയ്യോ എന്തായി പറയണത്, അങ്ങയുടെ അനുഗ്രഹം കിട്ടാൻ എനിക്കാണ് യോഗ്യതയില്ലാത്തത് എന്ന് നമ്മൾ തിരിച്ചും പറയും. ഇത് ചെയ്യുമ്പോൾ തന്നെ അന്ധകരണ ശുദ്ധി ഉണ്ടാവും. ഭഗവാൻ ആ ഭക്തനെ തന്നെക്കാളും വലുതാക്കിയിട്ട് അവൻ്റെ അധീനനായിട്ട് തീരുകയും ചെയ്യും. ദുഃഖം ക്ഷമാപൂർവം സഹിച്ചാൽ ഭക്തന് ഒന്നുകൊണ്ടും വിക്ഷേപം ഉണ്ടാവില്ല, മനസ്സ് തെറ്റിപ്പോവില്ല. ഭഗവാനെ ലഭിച്ചവർക്ക് എല്ലാം ലഭിച്ചു കഴിഞ്ഞു. ഈശ്വരാനുഗ്രഹം ലഭിക്കുന്നവർക്ക് അവൻ്റെ എളിമയും ഭഗവാന്റെ മഹിമയും ഭംഗിയായിട്ട് അറിയാൻ പറ്റും. അവർ ലോകത്തിലുള്ള മാനധനാദികളെയൊക്കെ തിരസ്കരിക്കും, ഭഗവാനിൽ മാത്രം ആനന്ദം നേടുകയും ചെയ്യും. ഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ട് ശുദ്ധമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതൊക്കെ അവർ സ്വീകരിക്കും. ഭഗവാൻ രാജാക്കന്മാരെ ഭയന്നിട്ട് കടലിൽ പോയിട്ട് ഒളിച്ചിരുന്നു എന്ന് പറഞ്ഞതിനെ രുക്മിണി ഉത്തരം പറയും. സത്യം ഭയാദിവ ഗുണേഭ്യ ഗുരുക്രമാന്ത ശേദേ സമുദ്ര ഉപലംഭനമാത്ര ആത്മാ നിത്യം കതീന്ദ്രിയ ഗുണൈ കൃതവിഗ്രഹസ്ത്വം ത്വൽസേവകൈർ നൃപപദം വിദുതം തമോന്ധം.
35-ാമത്തെ ശ്ലോകം കർഹിച്ച അദ്ദേഹത്തിൽ. അവിടുന്ന് രാജാക്കന്മാരെ ഭയന്നിട്ട് കടലിൻ്റെ അടിയിൽ പോയിട്ട് ഒളിച്ചിരുന്നു, ശരണം പ്രാപിച്ചു പറഞ്ഞതും ശരിയാണ്, സത്യമാണ്. അങ്ങ് കടലിൻ്റെ അടിയിൽ പോയിട്ടിരുന്നു. ആ രാജാക്കന്മാരൊക്കെ മായാഗുണങ്ങളാണ്. ആ മായാഗുണങ്ങളെ ഭയന്നാൽ അതിൽ നിന്നുണ്ടാവുന്ന വിക്ഷേപങ്ങളെ ഭയന്നിട്ടാണ് അങ്ങ് സമുദ്രരൂപമായിട്ടുള്ള അന്ധക്കരണത്തിൽ ചൈതന്യധന്യമായിട്ടുള്ള അങ്ങയുടെ ആത്മരൂപത്തിൽ സ്ഥിതി ചെയ്യണത്. അവരെ പേടിച്ചിട്ടാണ് അങ്ങ് കടലിൻ്റെ അടി പോയിരുന്നത്. അങ്ങ് പറഞ്ഞത് സത്യമാണ്, അതിതാണ് കാരണം എന്ന് പറഞ്ഞിട്ട് ആ ദേവി ഭഗവാനെ എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. നമുക്ക് ഈ അമ്മ പറഞ്ഞ ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും ഇത് മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ നിങ്ങളിവിടെ ഇരിക്കുന്നവർക്ക് ചിലർക്ക് ഇതൊന്നും ഒന്നും മനസ്സിലാവുണ്ടാവില്ല. ഒരു വിഷമവും വിചാരിക്കേണ്ട, ഒരു വിഷമവും വിചാരിക്കേണ്ട. നിങ്ങൾ ഭഗവാനിലാണ് ഇരിക്കണമെന്ന് മാത്രം ആലോചിച്ചാൽ മതി. സന്തോഷമായിട്ടിരിക്കുക, 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 സന്തോഷമായിട്ടിരിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായവരെക്കാളും വേണ്ടത് കിട്ടും. എന്നിട്ട് പറയുക, ഈ രാജാക്കന്മാരോട് അങ്ങേക്ക് വിരോധമാണെന്ന് പറഞ്ഞതും ശരിയാണ്. ആരാണ് ഈ രാജാക്കന്മാർ? ഈ ദുഷിച്ച ഇന്ദ്രിയങ്ങളാണ്. അവയോട് അങ്ങേക്ക് വിരോധം തന്നെയാണ്. അവർക്ക് അങ്ങേ ഇഷ്ടമല്ല, അവരങ്ങേ പിടിക്കാൻ വരികയാണ്. അതാണ് ഈ ജരാസന്ധനൊക്കെ പറയണം. ജരാസന്ധൻ, ശിശുപാലൻ തുടങ്ങിയവരൊക്കെ പേടിച്ചിട്ടാണ് കടലിൽ പോയിട്ട് ഒളിച്ചിരുന്നത്. തൻ്റെ ആത്മസ്വരൂപത്തിൽ അവനവനിൽ അടങ്ങിയിരുന്നു. എന്തുകൊണ്ട്? ഇന്ദ്രിയങ്ങളെ പേടിച്ചിട്ട്. വെറുതെ സുഖം അനുഭവിച്ചിട്ട് നശിക്കും. അതുകൊണ്ട് അങ്ങേക്ക് പിന്നെ പറഞ്ഞു, അങ്ങേക്ക് രാജസിംഹാസനമില്ല, അങ്ങ് രജോഗുണ സ്പർശമില്ല, അങ്ങ് രാജാവല്ല പറഞ്ഞു. അങ്ങയുടെ ഭക്തന്മാർ പോലും രാജസിംഹാസനത്തിനെ ഘോരമായിട്ടുള്ള അജ്ഞാനത്തിൻ്റെ കാരണമാണെന്ന് അറിഞ്ഞിട്ട് കളയുമ്പോൾ പിന്നെ അങ്ങ് ഉപേക്ഷിക്കണതിൽ എന്താ ആശ്ചര്യം എന്ന് ദേവി ചോദിക്കണം. ഇന്ദ്രിയങ്ങളെക്കൊണ്ട് ഭഗവാന് പോലും വിക്ഷേപം ഉണ്ടാകുമെങ്കിൽ സാധാരണ മനുഷ്യരുടെ കാര്യം പറയാനുണ്ടോ? ഭഗവാന് പോലും വിക്ഷേപമുണ്ടായാൽ സാധാരണ മനുഷ്യരുടെ കാര്യം പറയാനുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇന്നത്തെ സാമൂഹ്യ സമ്പ്രദായങ്ങൾ വെച്ചിട്ട് നമ്മുടെ കാലഘട്ടത്തിൽ ഭേദഭാവം അത്ര അധികമാണ്. അത്രയും ഇൻഫർമേഷനാണ് ഓരോ സെക്കൻഡും വരുന്നത്. നമ്മൾ കരുതുന്നു എല്ലാറ്റിനെക്കുറിച്ചും അറിയാനുള്ള കഴിവ് നമുക്ക് ഇന്നുണ്ട്. പക്ഷേ എല്ലാറ്റിനെക്കുറിച്ചും ഇതാ ഇപ്പം തന്നെ വിക്ഷേപ. അവർ രണ്ടുപേരും വന്നു, എല്ലാവരും അങ്ങോട്ട് നോക്കി. ഇതാണ് വിക്ഷേപം. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇതിൽ കഴിഞ്ഞിട്ട് വേറെ ഒന്നും പറയാനില്ല. ഇത്രയ്ക്ക് ശ്രദ്ധ നമുക്കുള്ളൂ നമ്മളിൽ. ഭഗവാനിലും ഇത്രയ്ക്കേ ശ്രദ്ധയുള്ളൂ. നിങ്ങളുടെ അകത്തൊരു സാക്ഷി ഉണ്ടെങ്കിൽ നിങ്ങളത് തിരിച്ചറിയും. ആ സാക്ഷി, ആ നാരദൻ ഉണർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് തിരിച്ചറിയില്ല. സാക്ഷി ഉണർന്നാൽ മാത്രമേ ഭഗവാനിലേക്കുള്ള വഴിയും കാണിച്ചു തരുള്ളൂ. നാരദനാണ് വഴി കാണിച്ചു തരുന്നത്. ഇന്ദ്രിയങ്ങളെക്കൊണ്ട് ഭഗവാന് വിക്ഷേപം ഉണ്ടാവണം. ഇന്നത്തെ സാമൂഹ്യ സമ്പ്രദായങ്ങളിൽ ഭേദം വർദ്ധിക്കണം. എത്രയോ ഇൻഫർമേഷൻ വരുന്നു. ഇന്നിപ്പോൾ ആധ്യാത്മികത പറഞ്ഞാൽ തന്നെ യൂട്യൂബും ഫേസ്ബുക്കും നോക്കിയിട്ട് ആൾക്കാർ പഠിക്കണം. പരസ്പര വിരുദ്ധമായി, ഘടകവിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കണം. സാധു മനുഷ്യർ കൺഫ്യൂസ്ഡായി പോകുന്നു. ഒരു മാർഗത്തിൽ ആർക്കും ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല. രാഷ്ട്രീയമാണെങ്കിലും സാമൂഹികമാണെങ്കിലും വ്യക്തി ജീവിതത്തിലാണെങ്കിലും തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നില്ല. കാരണം പഴയ കാലത്ത് നമുക്ക് അധികം ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല, കുറച്ച് ഓപ്ഷൻസേ ഉള്ളൂ. അതിൽ നിന്ന് തിരഞ്ഞെടുത്താൽ മതി. ഇന്ന് അങ്ങനെയല്ല. സൊമാറ്റോ ഉണ്ട്. എവിടുന്നാ ഭക്ഷണം വാങ്ങേണ്ടത്, എന്താ കഴിക്കേണ്ടതെന്ന് ചിന്തിച്ചിട്ട് തന്നെ ഒരു അരമണിക്കൂർ പോകും സൊമാറ്റോയിൽ നോക്കിയിട്ട്. അത്രയും സമയം പോകും. വിക്ഷേപം, മുഴുവൻ വിക്ഷേപം. ഇതാ സംഭവിക്കുന്നത്. അപ്പം എന്താ വരിക? അത്രയും മനസ്സിൻ്റെ ഊർജം നഷ്ടപ്പെടുന്നു. ചെതറി 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 അനേകായിരം കഷ്ണങ്ങളായിട്ട് ശിഥിലമായിട്ട് കിടക്കുകയാണ് നമ്മുടെ മനസ്സിൻ്റെ ശക്തി. വാസ്തവത്തിൽ ടെക്നോളജി വളരുമ്പോൾ മനുഷ്യൻ വളരേണ്ടതെന്നുള്ളത് ഒരു വശത്ത് ഭൗതികമായിട്ട് ശരിയാണെങ്കിലും ഇൻഫർമേഷൻ എക്സ്പ്ലോഷൻ വരുന്നതോട് കൂടിയിട്ടാണ് മനുഷ്യൻ ഇത്രയും കൺഫ്യൂസ്ഡ് ആയത്. വിവരസാങ്കേതിക വിദ്യ അതിൻ്റെ വിപ്ലവം സംഭവിച്ചപ്പോൾ ഒരു വിരൽത്തുമ്പിലിരുന്നിട്ട് എന്തും കിട്ടുന്നതായി. കേവലമായിട്ടുള്ള അനുഭൂതികളും അനുഭവങ്ങളും ഇല്ലാണ്ടായി. ഇന്നിപ്പോൾ ബദ്രിനാഥത്തിൽ പോകാത്തൊരു വ്യക്തിക്ക് പോലും ബദ്രിനാഥിൻ്റെ ചിത്രങ്ങൾ കാണുന്നതുകൊണ്ട് ഇപ്പോഴേ കണ്ടിട്ട് അവിടെ ചെല്ലുമ്പോൾ പിന്നെ ഇത് ഫോട്ടോയിൽ കണ്ട മാതിരി ഇല്ലല്ലോ എന്ന് പറഞ്ഞ അവസ്ഥയായി. അതോടുകൂടിയിട്ട് ഒരു സ്ഥലത്ത് നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു വിഭവം ആദ്യം രുചിക്കുമ്പോൾ ഒരു 10 വീഡിയോ ബ്ലോഗർമാർ വന്നിട്ട് പറയും ഈ കടയിലെ ഭക്ഷണം അത്ര സുഖമാണ്, അത്രയും ടേസ്റ്റാണെന്ന് പറഞ്ഞ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഉണ്ടാക്കും. നമ്മളവിടെ ചെന്നിട്ട് കഴിച്ചു നോക്കുമ്പോൾ അയ്യേ എന്ന് പറഞ്ഞ അവസ്ഥയാവും. കേവലമായിട്ടുള്ള സന്തോഷം അനുഭവിക്കാൻ കഴിയാതായി. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയണത് ഓൾറെഡി തലയിൽ കയറ്റി ആരെങ്കിലുമൊക്കെ സെൽഫി എടുത്തിട്ടും ഫോട്ടോ എടുത്തിട്ടും ഇടുന്നതൊക്കെ കണ്ടിട്ട് ആ സ്ഥലങ്ങളിൽ കഷ്ടപ്പെട്ട് ചെന്ന് ആ സ്ഥലം നമ്മൾ ചെല്ലുമ്പോൾ ഏത് അവസ്ഥയിലാണോ ആ അവസ്ഥയിൽ ഭഗവാൻ നമുക്ക് കാണിച്ചു തരുമ്പോൾ കിട്ടേണ്ട ആ സുഖാനുഭവത്തിനെ നശിപ്പിച്ചിട്ട് നമ്മൾ എത്രയോ അറിവുകൾ കിടന്നിട്ട് വട്ടം തിരിഞ്ഞ് നശിക്കുന്നു. അതാണ് ഇൻഫർമേഷൻ എക്സ്പ്ലോഷൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട്
ഇവിടെ ഈ സാമൂഹിക സമ്പ്രദായങ്ങൾ കൊണ്ട് ഭേദം വർദ്ധിക്കുന്നത് കൊണ്ട് ആ സമ്പ്രദായങ്ങൾ ജ്ഞാനികൾ ഇഷ്ടപ്പെടുന്നില്ല. അതിൽ നിന്നൊക്കെ അവർ ദൂരേക്ക് പോവും, ഇതിനെയൊക്കെ അവർ ഉപേക്ഷിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ പിന്നെ എങ്ങനെ ഇഷ്ടപ്പെടാൻ ആണ് ഇത്തരം പ്രവണതകളെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ വളരെ നമ്മുടെ അവിടെ ഇപ്പോഴും ആയിട്ടില്ല. കാരണം നമ്മളവിടെ പിന്നെ ഏറ്റവും മോശപ്പെട്ട മദ്യം പോലും അതിനെ തന്നെ വിഷലിപ്തമാക്കിയിട്ട് ഏറ്റവും വൃത്തികെട്ട അവസ്ഥയിലാക്കിയിട്ട് വിഷച്ചാരായം കുടിച്ചിട്ട് ചത്താലും കുടി നിർത്തില്ല എന്ന് പറയുന്ന ജനമാണ് നമ്മളവിടെ. മദ്യം ഏറ്റവും ശുദ്ധമായിട്ട് അവസ്ഥയിൽ കഴിക്കുന്ന എത്രയോ ജനവിഭാഗങ്ങൾ ഈ ലോകത്തുണ്ട്. മദ്യം എന്ന് പറയുന്ന വിഷവസ്തു പോലും അതിൽ വിഷം ചേർത്ത് കൂടുതൽ വിഷമാക്കി കഴിക്കുന്ന സംസ്കാരമുള്ള ആൾക്കാരാണ് നമ്മൾ. അതേപോലെയാണ് ഈ സോഷ്യൽ മീഡിയയുടെ ബുദ്ധിമുട്ട് നമ്മളിന്നും മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ പുറത്തൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഡീടോക്സ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ദിവസമെങ്കിലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാണ്ടിരിക്കുക, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഫോൺ ഓഫാക്കി വയ്ക്കുക, തുടങ്ങിയിട്ടുള്ള പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയ ഡീടോക്സൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറത്തുള്ളവർ ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളെ സ്നേഹിക്കുന്നവരാണെങ്കിലും എല്ലാ മനുഷ്യൻ്റെയും അന്തരാത്മാവിനൊരു പടച്ചിൽ വരികയും ഒരു ഘട്ടം എത്തുമ്പോൾ എന്തും അധികമായി കഴിഞ്ഞാൽ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യോളജിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും ഒക്കെ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് എങ്ങനെ കുറച്ച് നേരമെങ്കിലും മനസ്സിനൊരു സമാധാനം കിട്ടാം, വിക്ഷേപങ്ങളില്ലാണ്ടാക്കാം എന്നവർ നോക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഡീടോക്സ് ഒക്കെ വരുന്നത്. സന്യാസിമാരാരും ഇതിനെക്കുറിച്ച് അധികം സംസാരിക്കണം ഞാൻ കണ്ടിട്ടില്ല. ഈ അടുത്ത കാലത്ത് ഞാൻ ആകെ കണ്ടൊരു പുസ്തകം രാമകൃഷ്ണാശ്രമത്തിൻ്റെ ഒരു സന്യാസി, അദ്ദേഹം എന്താ സോഷ്യൽ മീഡിയ എൻ്റെ ആ ടൈറ്റിൽ മറന്നുപോയി, ഇംഗ്ലീഷിലൊരു പുസ്തകം എഴുതിയിട്ടുള്ളതാണ് ഞാൻ ആകെ കണ്ടിട്ടുള്ളത്. ആധുനിക കാലത്തെ മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം ഒരു ആധ്യാത്മിക ആചാര്യന് ഒരു പുസ്തക രൂപത്തിൽ എഴുതി കാണുന്നത് ഞാനതാണ്. ഇതാരും സംസാരിക്കാറില്ല. യജ്ഞവും പ്രസംഗവും നടത്തുന്നവർ പോലെ അഡിക്റ്റാണ് ഇതിനോട്. എന്തിന് ഞാൻ ഇന്നലെ ഇവരുടെ ഒപ്പം സെൽഫി എടുത്തു കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ പദ്യത്തിൽ ദ്വാരകയുടെ ആധ്യാത്മിക ഭാവം കാണിച്ചിട്ടുണ്ട്. ദ്വാരക എന്നാൽ ഞാൻ പറഞ്ഞു ഓൾറെഡി പണ്ട്, ദ്വാരം ച ഗേറ്റ്, ക എന്നുള്ള ശബ്ദം കൊണ്ട് ബ്രഹ്മം, ബ്രഹ്മത്തിലേക്കുള്ള പടിവാതിൽ എന്നാണ് ദ്വാരകാ ശബ്ദത്തിൻ്റെ അർത്ഥം. ഇനി തൻ്റെ മാർഗം സ്പഷ്ടമല്ലാത്തത് കൊണ്ട് സംസാരസുഖത്തിൻ്റെ സ്പഷ്ടമായ മാർഗം സ്വീകരിക്കാൻ ഭഗവാൻ പറഞ്ഞു നേരത്തെ, ഞാൻ അസ്പഷ്ടമാണ്, എൻ്റെ രീതി അസ്പഷ്ടമാണ്, എൻ്റെ ആൾക്കാരുടെ രീതി അസ്പഷ്ടമാണ്, അതുകൊണ്ട് നീ സംസാരികളുടെ വളരെ സ്പഷ്ടമായിട്ടുള്ള മാർഗം, ലോകജീവിതത്തിൻ്റെ മാർഗം സ്വീകരിച്ചോ എന്ന് പറഞ്ഞതിന് അമ്മ പറയാണ്, അങ്ങയുടെ ചരണാരവിന്ദങ്ങളുടെ ആ തേനിൻ്റെ രസം ആസ്വദിച്ചിട്ടുള്ള മഹർഷിമാരുടെ മാർഗവും അസ്പഷ്ടമാണ്. സാധാരണ ജീവൻ അതറിയാൻ പ്രയാസമാണ്. അപ്പോൾ അങ്ങയുടെ മാർഗവും ചേഷ്ടകളും ആർക്കാ അറിയാൻ കഴിയുക? അല്ലയോ ഭൂമൻ, ഭൂമാവേ, ഭൂമാവ് എന്നുള്ളൊരു വിശേഷമായിട്ടുള്ള ശബ്ദമാണ് സന്താനഗോപാലൻ പറയുമ്പോൾ ഞാൻ പറയാതെ. അവിടുത്തെയും അവിടുത്തെ അനുയായികളുടെയും ചേഷ്ടകളൊക്കെ അലൗകികങ്ങളാണെന്ന് പറഞ്ഞിട്ട് അമ്മ അതും സമ്മതിച്ചു. ബ്രഹ്മസുഖത്തിനുള്ള മാർഗം സംസാരത്തിൻ്റെന്ന് വളരെ വ്യത്യാസമാണ്. നമുക്ക് കൃത്യമായിട്ട് ഇന്ന വഴിക്ക് പോയാലാണ് ബ്രഹ്മത്തെ കിട്ടുക എന്ന് ലൗകിക ജീവിതത്തിൽ കിട്ടണ പോലെ ഇന്ന വഴിക്ക് പോയാലാണ് ഈ കാര്യം നടക്കുക എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളൊക്കെ ലൗകിക ജീവിതത്തിൻ്റെ പാറ്റേൺ വെച്ചിട്ടാണ് സാധനയിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും വന്നിട്ട് ഒരു ആചാര്യൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, തിരുമേനി വിഷ്ണു സഹസ്രനാമം ഇങ്ങനെ ചെല്ലിയാൽ മതിയോ, സ്ത്രീകൾക്ക് ചെല്ലാൻ പാടുമോ, പുരുഷന്മാർക്ക് ചെല്ലാൻ മാത്രമേ പാടുള്ളൂ, സാളഗ്രാമം സ്ത്രീകൾക്ക് പൂജ കഴിക്കാൻ പാടുമോ, ഗായത്രി സ്ത്രീകൾക്ക് പൂജ കഴിക്കാം? ഇതൊക്കെ ലോകജീവിതത്തിൻ്റെ കണ്ണുകൊണ്ട് ആധ്യാത്മിക സാധനയെ കണ്ടതിൻ്റെ ഫലമായിട്ടുണ്ടായ അനുഭവങ്ങളാണ്. ഇതൊക്കെ എല്ലാവർക്കും വേണ്ടിയിട്ടുണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഈ ലോകത്തിൽ ആണുങ്ങളില്ല, സകല ജീവികളും സ്ത്രീകളാണ്. ഇവിടെ ഒരൊറ്റ ആണേ ഉള്ളൂ, അത് ഭഗവാൻ മാത്രമാണ് പുരുഷൻ എന്ന നാമത്തിൽ അറിയപ്പെടുന്നത്. ബാക്കിയൊക്കെ പുരുഷ വേഷം കെട്ടിയ സ്ത്രീകളാണ്. അത് കൊമ്പം മീശയും ആണത്വവും എന്തുണ്ടെങ്കിലും അത് മധുരഭക്തിയെ പറയുമ്പോൾ വിസ്തരിച്ചിട്ട് പറയാറുണ്ട്. ഇന്നലെ ഞാനിത് കുറച്ച് വിശദീകരിച്ചിരുന്നു. എന്താണെങ്കിലും ഒരു ദശയിലെ ധർമ്മം ആ ദശ പ്രാപ്തമാകാതെ അറിയാൻ സാധിക്കില്ല. നമുക്ക് ഓരോ കാലഘട്ടത്തിലും ഒരു കന്യകയായിട്ടുള്ള കുട്ടിക്ക് വിവാഹ ജീവിതത്തിൻ്റെ ധർമ്മം എന്താണെന്ന് അപ്പം അറിയില്ല. ട്രെയിനിങ്ങേ കിട്ടുന്നുള്ളൂ. അമ്മ പറഞ്ഞു കൊടുക്കണു, ഇങ്ങനെ ഭക്ഷണം വെക്കണം, ഭക്ഷണം വെക്കാൻ പഠിപ്പിച്ചു കൊടുക്കണു, കല്യാണം കഴിച്ച് പോകുന്ന വീട്ടിലെ ആൾക്കാരോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെ പഴയ കാലത്തെ രീതി. ഇന്നിപ്പോൾ അതൊക്കെ അപ്രസക്തമാണ്, സ്വാതന്ത്ര്യത്തിൻ്റെ കാലമാണ്. അതുകൊണ്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓരോ ദശയിലും ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ജോലിയിലിരിക്കുന്ന ഒരാളുടെ ധർമ്മം എന്താണെന്ന് നമുക്കറിയില്ല. ആ ധർമ്മത്തിലേക്ക്, ആ ധർമ്മം അറിയണമെങ്കിൽ ജോലിയിലെ ദശയിലേക്ക് നമ്മൾ പ്രവേശിക്കണം. ഓരോ അവസ്ഥയിൽ, പ്രസവിക്കാത്ത അവസ്ഥയിൽ ഒരു സ്ത്രീക്ക് ഒരിക്കലും ഒരു അമ്മയുടെ ധർമ്മം അറിയില്ല.
ഒരു കുഞ്ഞുണ്ടാവാത്ത സ്ഥിതിക്ക് നവദമ്പതികൾക്കൊരിക്കലും മാതാപിതാക്കൾ എന്താണെന്നുള്ള ധർമ്മം അറിയില്ല. ആ അവസ്ഥയിലെത്തുമ്പോൾ അവർക്കത് കിട്ടും. അതേപോലെ രോഗകാലത്ത് രോഗിക്ക് ആരോഗ്യത്തിൻ്റെ അവസ്ഥ അറിയാൻ പറ്റില്ല. ആരോഗ്യത്തിൻ്റെ അവസ്ഥയിലിരിക്കുന്ന ആൾക്ക് രോഗത്തിൻ്റെ അവസ്ഥ അറിയാൻ പറ്റില്ല. പക്ഷെ രോഗം മാറിയതിന് ശേഷം തൻ്റെ ആരോഗ്യത്തിനെ പറ്റി അറിയാൻ അന്യരുടെ സഹായം വേണ്ട. അതേമാതിരി ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കൽ അറിഞ്ഞു കഴിഞ്ഞവന് പിന്നെ അതറിയാൻ വേറൊരാളുടെ സഹായത്തിൻ്റെ ആവശ്യമില്ല. ഇതേ പല എക്സാമ്പിൾസ് പറഞ്ഞിട്ട് പറയണം. ഒരിക്കൽ ടച്ച് കിട്ടിയാൽ പിന്നെ അതറിയാൻ ആവശ്യമില്ല. അതുകൊണ്ട് രുക്മിണി ഭംഗ്യന്തരേണ പറയണം എന്താ വെച്ചാൽ, ഞാൻ അങ്ങേ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് അങ്ങ് ഇനി വീണ്ടും സംസാരത്തിൻ്റെ വഴിയിലേക്കൊന്നും അയച്ചിട്ട് എന്നെക്കൊണ്ട് സംസാര സുഖത്തിൻ്റെ നശ്വരത മുഴുവൻ മനസ്സിലാക്കിയ ആളാണ് ഞാൻ. അതുകൊണ്ട് അത് നല്ലതാണെന്ന് പറഞ്ഞിട്ടൊന്നും എന്നെ പറഞ്ഞേക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തന്നെത്താൻ അങ്ങേ അറിയാനുള്ള കഴിവുണ്ട്, ഞാൻ അങ്ങേ അറിഞ്ഞു കഴിഞ്ഞു എന്ന് ബ്രഹ്മജ്ഞാനത്തിനെ തനിക്കത് സിദ്ധമാണ്, സ്വയം അനുഭവിച്ചിട്ടുള്ളതാണെന്ന് പറയണം. ഇനി ഭഗവാൻ പറഞ്ഞു, ഞാൻ ദരിദ്രനാണ്, എനിക്ക് 5 പൈസ കയ്യില്ല, ഞാൻ നിഷ്കിഞ്ചനാണ്, എൻ്റെ കൂടെയുള്ളവരും നിഷ്കിഞ്ചന്മാരാണ്, നീ എന്തിനാ വെറുതെ കാശില്ലാത്ത എന്നെ കല്യാണം കഴിച്ചത് എന്ന് ചോദിച്ചു. അതിന് പറയണു, അവിടെ നിന്നല്ലാതെ മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങേക്കൊന്നുമില്ല. കിട്ടിയോ? എന്താ വരി എന്നാലോചിച്ച് നോക്കൂ. നിഷ്കിഞ്ചനോ നനുഭവാൻ നയതോ യസ്തി കിഞ്ചിത്. അങ്ങേക്ക് സ്വന്തമായിട്ടൊന്നുമില്ല, കാരണം എല്ലാം അങ്ങാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് സ്വന്തമായിട്ട് എനിക്കിതുണ്ട് എന്ന് പറയാൻ പറ്റുമോ? എല്ലാം അങ്ങായതുകൊണ്ട് അങ്ങ് ഒന്നുമില്ലാത്തവനാണെന്ന്. നമ്മളിന്ന് വേറെ ഒരു വസ്തുവാണെങ്കിലല്ലേ അതെൻ്റെയാണ്, എൻ്റെ സ്വത്താണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങൊരു ഭിക്ഷാപാത്രം പിടിച്ചിട്ട് നടക്കുന്നത്. പ്രപഞ്ച പരബ്രഹ്മം മഹാദേവൻ എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവനെ പോലെ നടക്കണം, നഗ്നനായി. ചിലപ്പോൾ മരപുരി ധരിച്ച്, ചിലപ്പോൾ പുലിത്തോലെടുത്ത്, ചിലപ്പോൾ ആനത്തോല് പൊതിച്ച്, ചില സമയത്ത് ഒരു വസ്ത്രവും ധരിക്കാതെ, ചില സമയത്ത് പാമ്പുകളെ അണിഞ്ഞ്, ചില സമയത്ത് ആശാൻ വരൂ, ആശാനൊരു ചെയർ കൊടുക്കണേ ഫ്രണ്ടിൽ. അതാ അങ്ങുണ്ടോ? സന്തോഷം, നാരായണ. അപ്പോൾ അവിടുന്നല്ലാതെ മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് അവിടുന്ന് നിഷ്കിഞ്ചനാണെന്ന് പറഞ്ഞു. അത് വാസ്തവമാണ്. അന്യജനങ്ങളാൽ ഉപാസിക്കപ്പെടുന്ന ബ്രഹ്മാദികൾ പോലും അങ്ങയാണ് പൂജിക്കുന്നത്. പൂജനീയന്മാരായിട്ടുള്ള ദേവന്മാരൊക്കെ അങ്ങേക്കും അങ്ങ് അവർക്കും പ്രിയരാണ്. ധനാഢ്യന്മാരായിട്ടുള്ളവർ ധനത്തിൻ്റെ മതം കൊണ്ട് അന്ധരായിട്ട് കാലസ്വരൂപവും പരമേശ്വരനുമായിട്ടുള്ള അങ്ങേ കാണുന്നില്ല. അവരുടെ പ്രാണരക്ഷ മാത്രം ചെയ്ത് കഴിയുന്നത് കൊണ്ട് അവിടുത്തെ സേവയിൽ താല്പര്യമല്ല. ഈ ജഗത്തും അതിലുള്ള സർവസ്വവും ഭഗവാന്റേതായതുകൊണ്ട് ഭഗവാൻ ആരുടെയും ഒന്നിൻ്റെയും ആവശ്യമില്ല. ഈശാവാസ്യത്തിലെ ആദ്യത്തെ മന്ത്രം അല്ലേ, ഈശാവാസ്യമിതം സർവം. ഒന്നാമത്തെ മന്ത്രം പറയണം എന്താ? അത് ഈശ്വരനാണ് എല്ലാം എന്നാ പറഞ്ഞത്. ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു മന്ത്രം എല്ലാ മന്ത്രങ്ങളും ഭാരതത്തിൽ നഷ്ടപ്പെട്ടു പോയി, എല്ലാ അറിവുകളും നഷ്ടപ്പെട്ടു പോയാലും ഈ ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ ഒന്നാമത്തെ മന്ത്രം നഷ്ടപ്പെടാതെ നിന്നാൽ ഈ സംസ്കാരം നിലനിൽക്കുന്നു. അത് ഈ വാക്കാണ്, ഈ മന്ത്രമാണ്, ഈശാവാസ്യമിതം സർവം. എല്ലാം ഈ പ്രപഞ്ചം മുഴുവൻ, ഈ കാണായതെല്ലാം ഭഗവാനാണെന്നുള്ള ആ ബോധം. ഏതെങ്കിലും ഒരാൾക്ക് ആസക്തി വന്നു പോയാൽ അതിൻ്റെ പ്രാപ്തി മാത്രമേ അയാളെ തൃപ്തനാക്കുള്ളൂ. ഒരു കാര്യത്തിൽ ആഗ്രഹം വന്നാൽ അത് കിട്ടുന്നത് വരെ മനസ്സ് പടച്ചോണ്ടിരിക്കും. പക്ഷെ സർവത്തിനെയും ത്യജിച്ചവർക്ക്, ഒന്നും വേണ്ട എന്നുള്ളവർക്ക് എല്ലാം അനുഭവത്തിൽ വരികയും ചെയ്യും, അവർ ചോദിക്കാതെ തന്നെ. അതുകൊണ്ടാണ് ഭഗവാൻ എന്തും ചിന്തിക്കുന്നതും ആ ചിന്തിക്കുന്ന മാത്രമേ തന്നെ ഭഗവാൻ അത് സാധ്യമാവുന്നതും സിദ്ധന്മാർക്ക് സാധ്യമാവുന്നതെന്നും നമ്മൾ പറയണം. വിവാഹവും മൈത്രിയും സമാന സ്ഥിതിയിലുള്ളവരുമായിട്ടാണെങ്കിലേ ശോഭിക്കുള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞതിന് രുക്മിണി സമാധാനം പറയണു. അതായത് ഭഗവാൻ പറഞ്ഞു, ഒരേപോലുള്ള വീടുകളിൽ നിന്നല്ലേ കല്യാണം ആലോചിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഒരേപോലുള്ള കുടുംബങ്ങളിൽ നിന്ന് കല്യാണം ആലോചിക്കാൻ പാടുള്ളൂ, അല്ലാത്തവർ തമ്മിൽ കല്യാണം ആലോചിക്കാൻ പാടില്ല എന്നാണ് പറയണത്. അത് പറഞ്ഞതിനുള്ള സമാധാനം രുക്മിണി പറയണു. ത്വം വൈ സമസ്ത പുരുഷാർത്ഥമയ ഫലാത്മാ. അവിടുന്ന് ധർമാർത്ഥ കാമമോക്ഷ രൂപമായിട്ടുള്ള സകല പുരുഷാർത്ഥങ്ങളുടെയും അതിൻ്റെ ഫലരൂപവുമായിട്ടുള്ള ആനന്ദവുമാണ്. എല്ലാ പുരുഷാർത്ഥങ്ങളും അങ്ങാണ്. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് കിട്ടുന്ന സന്തോഷം,
ധർമ്മം കൊണ്ട് കിട്ടുന്ന സന്തോഷം, അർത്ഥം കൊണ്ട് കിട്ടുന്ന സന്തോഷം, പണം കൊണ്ട് കിട്ടുന്ന സന്തോഷം, കാമം കൊണ്ട് കിട്ടുന്ന സന്തോഷം, മോക്ഷം തന്നെ ഭഗവാൻ. ഇതൊക്കെ ഭഗവാനാണ്. ഇതിൽ വേറൊരു രഹസ്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭഗവാനായിട്ട് സമർപ്പിച്ച് ചെയ്താൽ അത് ഭഗവാന്റെ രൂപമാകണ ആനന്ദമായിട്ട് നമ്മളിലേക്ക് എത്തും എന്ന് നമുക്ക് കൃത്യമായിട്ട് രുക്മിണിയുടെ വാക്കുകളിലുണ്ട്. എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. തിയറി പഠിച്ചിട്ട് പ്രയോഗത്തിൽ കൊണ്ടുവരാത്ത ആൾക്കാർ അനവധിയാണ് ഈ ലോകത്തിൽ. 99% പ്രസംഗിച്ച് നടക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാരാണ്. അനുഭവത്തിൽ വരുമ്പോൾ വാക്കുകൾ കാര്യമാത്ര പ്രസക്തമായിട്ട് കുറഞ്ഞ വാക്കുകളിൽ കൂടുതൽ അനുഭവം ഉണ്ടാക്കി കൊടുക്കാനാണ് ആചാര്യന്മാർ നോക്കുക. ആ പരമാനന്ദത്തിന് വേണ്ടിയിട്ടാണ് ബുദ്ധിമാന്മാർ സകല വൈഭവങ്ങളും ഉപേക്ഷിക്കുന്നത്. എല്ലാ വൈഭവങ്ങളും ഉപേക്ഷിച്ചിട്ട് വളരെ കുറഞ്ഞ റിസോഴ്സസ് വെച്ചിട്ട് മാക്സിമം റിസൾട്ട് ഉണ്ടാക്കുക. നമ്മൾ ഔചിത്യം എന്ന് നമ്മൾ പറയണതാണ്. ഉചിതമായത് പറയാനും മനസ്സിൽ ചിന്തിക്കാനും ശീലിക്കുക. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനുഭവത്തിൻ്റെ കഴിവുന്നത്ര കലർപ്പില്ലാത്തൊരു രൂപം നമുക്ക് പുറമേക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ പറയുക, ഈ സകല വിഭവങ്ങളെ ഉപേക്ഷിച്ചിട്ട് ത്യാഗികളായിട്ട് നടക്കുന്ന ആൾക്കാരുമായിട്ട് സേവക ബന്ധമുണ്ടാകുന്നത് ഉചിതം തന്നെയാണ്. ഭഗവാൻ പറഞ്ഞല്ലോ, എന്നെപ്പോലുള്ളൊരാളെ കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ ഭഗവാൻ മാത്രം എന്ന് പറഞ്ഞിട്ട് സകലത് ഉപേക്ഷിച്ചിട്ടുള്ള ആൾക്കാരുമായിട്ട് ഭഗവാൻ തന്നെയാണ് ചേരേണ്ടത്. ഭഗവാൻ ചേരേണ്ടത് അങ്ങനത്തെ ആൾക്കാരുമായിട്ട് തന്നെയാണ്, അല്ലാതെ സ്വാർത്ഥ ചിന്തയോട് കൂടിയിട്ട് ജീവിക്കുന്ന ആൾക്കാരുമായിട്ടല്ല. സ്ത്രീ പുരുഷ സഹവാസം കൊണ്ടുണ്ടാക്കണ സുഖദുഃഖങ്ങൾക്ക് വശംവദരാകണ ആൾക്കാർ അങ്ങയോട് സംബന്ധമുണ്ടാകാൻ ഒരു കാലത്തും സാധ്യത വരണില്ല എന്ന് പറഞ്ഞിട്ട് ദേവി പറയാണ്. അതായത് എല്ലാം സമമായിട്ട് കാണുക, സ്ത്രീയെ പുരുഷനെന്നുള്ള ഭേദം പോലും ഇല്ലാതെ കാണുക. ആ സമയത്താണ് ബ്രഹ്മബോധം ശരിക്ക് വിളങ്ങുക എന്ന് വേദാന്തം പറയുന്നു. ബ്രഹ്മസംബന്ധത്തിന് ഈ ബ്രഹ്മാകാരവൃത്തി ഉണ്ടാവണം. ബ്രഹ്മാകാരവൃത്തി എന്താണെന്ന് ഞാൻ ഇന്ന് രാവിലെ തൊട്ട് വിശദീകരിക്കുന്നുണ്ട്. സന്താനകോപാലം വരുമ്പോൾ ഇനിയും വരും. ആ സംസാര ദുഃഖങ്ങളിലേക്കൊക്കെ വൃത്തി ചെതറിപ്പോകുമ്പോൾ ഈ ബ്രഹ്മാകാരവൃത്തി നശിച്ചു പോകും. ബാക്കി വിഷയങ്ങളിലൊക്കെയാവും വൃത്തി. അപ്പോൾ എന്താവും? ബ്രഹ്മസംബന്ധം സാധിക്കില്ല. രുക്മിണി എന്ന് പറഞ്ഞാൽ ജീവൻ, ഭഗവാൻ എന്ന് പറഞ്ഞാൽ പരമാത്മാവ്. അവരുടെ വിവാഹം ഈ ബ്രഹ്മാകാരവൃത്തി ഫലവത്തായി മാറിയിട്ട് ബ്രഹ്മബോധം അങ്ങോട്ട് ഉണ്ടാവുന്നതാണ്. അതിൻ്റെ ആനന്ദം പ്രദ്യുമ്നാണെന്നും പറഞ്ഞു വെച്ചു. ആ ആനന്ദം എങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ നഷ്ടപ്പെടാം, പിന്നെ എങ്ങനെയൊക്കെ തിരിച്ചു കിട്ടാം, ഇതൊക്കെ നമ്മൾ നോക്കി അവസാനം ഈ ഉത്തരത്തുനിന്ന് ഒറ്റ കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അവസാനം പുംസഹ സ്ത്രീയാശ്ച രഥയോ സുഖദുഃഖിനോർണ എന്ന് പറഞ്ഞിട്ട് ആ ശ്ലോകം അവസാനിക്കുമ്പോൾ അതിന് മനസ്സിലാവേണ്ട എന്താ വെച്ചാൽ, ഭഗവാനും രുക്മിണിയായിട്ടുള്ള വിവാഹം നമ്മൾ കാണുന്ന മാതിരി സാധാരണ സ്ത്രീയും പുരുഷനും കല്യാണം കഴിച്ചതല്ല. നമ്മുടെ സന്തോഷത്തിന് അത് അങ്ങനെയൊക്കെ ആഘോഷിക്കും. പക്ഷേ അതല്ല എന്ന് അമ്മയുടെ തന്നെ വാക്കുകളിൽ നിന്ന് വന്നു കഴിഞ്ഞു. ദേവിയുടെ മൗത്തിൽ തന്നെ അത് വന്നു കഴിഞ്ഞു. ജീവൻ തന്നെ, ബ്രഹ്മബോധം വന്ന ജീവൻ തന്നെ പറയാണ്, എൻ്റെയും പരമാത്മാവുമായിട്ടുള്ള സംയോഗം എന്ന് പറയുന്നത് സാധാരണ സ്ത്രീ പുരുഷ ബന്ധത്തിലുള്ളതല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാം, എല്ലാവിധ ഹിംസകളെയും വെറുക്കണ മുനികളാണ് അങ്ങയുടെ മഹിമയെ എനിക്ക് വർണ്ണിച്ച് കൽപ്പിച്ചത്. ഭഗവാൻ പറഞ്ഞല്ലോ, ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു കേട്ടിട്ട് നീ എൻ്റെ പുറകെ വന്നു, അബദ്ധം പറ്റി നിനക്ക്, നീ ഈ ലോകസുഖങ്ങളെപ്പറ്റി പറഞ്ഞ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ട് ആ വഴിക്കാണ് പോകേണ്ടിയിരുന്നതെന്ന് പറഞ്ഞ് കുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള മറുപടി ഭഗവാൻ പറഞ്ഞതിനൊക്കെ യഥാർത്ഥ സമാധാനം കൊടുക്കാൻ യഥാർത്ഥ ബ്രഹ്മബോധം വന്നൊരു ജീവന് സാധിക്കും. ഭഗവാൻ നാളെ വന്ന് നമ്മുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിച്ചാൽ ഭഗവാന് പോലും ഉത്തരവില്ല കിട്ടാത്ത വിധത്തിൽ വായടച്ച് മറുപടി കൊടുക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ്. ഭഗവാൻ അവിടെ വിനയാന്വിതനായിട്ട് പോവുകയാണ്. എല്ലാവിധ ഹിംസകളെയും വരിക്കണ മഹർഷിമാരാണ് അങ്ങയുടെ മഹിമയെ വർണ്ണിച്ച് കൽപ്പിച്ചത്. ഹിംസ എന്ന് പറഞ്ഞാൽ ഒരാളെ കൊല്ലുക മാത്രമല്ല, ഒരാളെക്കുറിച്ച് ദ്വേഷം വിചാരിക്കുക, മോശം വിചാരിക്കുക, അങ്ങനെ ചിന്തിക്കുക. എന്തിനാ അവനവനെക്കുറിച്ച് പോലും ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് വിചാരിക്കുന്നത് പോലും ആത്മഹിംസയാണ്. എന്നെക്കൊണ്ട് ഇത് സാധിക്കില്ല. ഞാൻ പറഞ്ഞില്ല, ഈഗോൻ്റെ 2 ഭാവങ്ങളാണ്. അഹങ്കാരം മാത്രമല്ല ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റില്ല, ഇതെന്നെക്കൊണ്ട് പറഞ്ഞിട്ടുള്ളതല്ല, ഞാൻ നന്നാവില്ല എന്നൊക്കെ ചിന്തിക്കുന്നതും ഈഗോ ആണ്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും കളഞ്ഞിട്ടുള്ള മഹർഷിമാരാണ് അങ്ങയുടെ മഹിമയെക്കുറിച്ച്. അവരാണ് ബ്രഹ്മത്തെക്കുറിച്ച് ജീവനിൽ ബ്രഹ്മാകാരവൃത്തി ഉണ്ടാക്കി കൊടുക്കുന്നത്. ഓൾറെഡി ഇതറിഞ്ഞ ആൾക്കാർ. ഒരു കാന്തത്തുനിന്ന് മഹാകാന്തത്തുനിന്ന് കാന്തങ്ങളായി മാറിയവർക്കേ വേറെ ചെറിയ ചെറിയ ഇരുമ്പ് കഷ്ണങ്ങളെയൊക്കെ കാന്തത്തിലേക്ക് ആകർഷിക്കാൻ സാധിക്കുള്ളൂ, കാന്തിക ശക്തി കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ
അനുഭവം വന്നവർ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഭഗവാനെ സ്തുതിക്കുന്നത് രുക്മിണി കുട്ടിക്കാലം തൊട്ട് കേട്ടിട്ടുണ്ട്. അവിടുന്ന് സമ്പൂർണ്ണ ജഗത്തിൻ്റെയും ആത്മാവും തന്നെപ്പോലും തൻ്റെ ഭക്തന്മാർക്ക് നൽകുന്ന പരമേശ്വരനുമാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടുത്തെ ആ ഭ്രൂകുടി വിലാസമാകണ കാലത്തിന്, ഒരു പുരികക്കൊടിയുടെ ചലനം കൊണ്ട് നിയന്ത്രിക്കണ കാലത്തിന് അധീനമായിട്ടുള്ള ബ്രഹ്മാവ്, മഹേശ്വരൻ, ഇന്ദ്രൻ മുതലായവരെ പോലും ഉപേക്ഷിച്ചിട്ടാണ് ഭഗവാനെ ഞാൻ അങ്ങേ കല്യാണം കഴിച്ചത്. അതാണ് രുക്മിണിയുടെ സത്യം, ധൈര്യം. ഒരു യഥാർത്ഥ ഉപാസകന് ഭഗവാന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാനുള്ള ധൈര്യം ഉണ്ടാവും. കാരണം ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഭഗവാനെ പോലും പേടിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഭേദഭാവം വന്നു എന്നാണ്. ബ്രഹ്മാവ്, മഹേശ്വരൻ, ഇന്ദ്രൻ തുടങ്ങിയവരെ പോലും ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ അങ്ങേ വരിച്ചതെന്ന് പറഞ്ഞാൽ അത്ര ഉറപ്പ് വന്നിട്ടുള്ള സാധന ചെയ്തിട്ടാണ് ഞാൻ ഈ ബ്രഹ്മാകാരവൃത്തി പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ടാണ് എനിക്ക് ബ്രഹ്മബോധം കിട്ടിയിട്ടുള്ളത്. അങ്ങനെ രുക്മിണിയുടെ സ്ഥിതപ്രജ്ഞ ദശ കാണിച്ചിരിക്കുകയാണ്. ഭഗവാന്റെ കയ്യിൽ ബോധം കെട്ട് വീണ് കിടന്നിട്ട് ഭഗവാൻ അവളെ ആലിംഗനം ചെയ്തപ്പോൾ രുക്മിണിക്ക് അപരോക്ഷാനുഭൂതി ഉണ്ടായി ഞാൻ നേരത്തെ പറഞ്ഞു. ആ അപരോക്ഷാനുഭൂതിയുടെ ഫലമായിട്ട് പിന്നെ ബോധം വന്നപ്പോഴുള്ള സംസാരമാണ് നമ്മൾ ഇത്രയും നേരം കേട്ടത്. ഇത് തന്നെയാണ് ആംഭൃണി വേദത്തിൽ ചെയ്യണത്. അഹം രുദ്രേബിർ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ദേവീ സൂക്തം അർച്ചനയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. അതൊരു സ്ത്രീയാണ് പറയണത്. അവൾ ആ സ്ത്രീയല്ല, ആ ശരീരമല്ല, ഞാൻ സകല ചരാചരങ്ങളിലും ഇരിക്കുന്ന പരാശക്തിയാണെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ അകം തുറന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇതേ ഭാവത്തിലാണ് വിശ്വരൂപം കാണിക്കുമ്പോഴും വിഭൂതി യോഗത്തിലും ഭഗവാൻ അർജുൻ്റെ അടുത്ത് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ചമ്മട്ടിയും ശംഖും പിടിച്ചിരിക്കുന്ന ആളല്ല കൃഷ്ണൻ. ഈ ഞാൻ 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 എന്ന് ഭഗവാൻ പറഞ്ഞത് ആ പഞ്ചഭൂതം കൊണ്ട് ദേവകി പ്രസവിച്ചുണ്ടാക്കിയ ശരീരമല്ല അത്. ആ ഞാൻ വേറെയാണ്. ആ ഞാൻ നമ്മളൊക്കെയാണ്. അർജുനനെ അടക്കമാണ് അവിടെ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അർജുനൻ വിശ്വരൂപത്തിൽ തന്നെയും കണ്ടത്. അങ്ങനെ വേണം അത് മനസ്സിലാക്കാൻ. അപ്പോൾ ഇവിടെ രുക്മിണിയുടെ സ്ഥിതപ്രജ്ഞദശയെ കാണിച്ചിരിക്കുകയാണ്. എല്ലാ കാമനകളും വിട്ടിട്ട് ആത്മാവിൽ തന്നെ സന്തുഷ്ടയായിരിക്കുന്ന സ്ഥിതിയാണ് സ്ഥിതപ്രജ്ഞദശ. ആത്മാവിൽ രമിക്കുക, വേറെ യാതൊരു ആഗ്രഹങ്ങളും പുറമേ നിന്നില്ലാണ്ട്. അതാണ് സ്ഥിതപ്രജ്ഞത്വം എന്ന് ഗീത പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്താ മനസ്സിലായില്ലേ? ഏതാ സ്ഥിതപ്രജ്ഞത്വം? നരകൻ കട്ടുകൊണ്ടുപോയ ദേവന്മാരുടെയും ബ്രഹ്മാവിൻ്റെയൊക്കെ ഇഷ്ടപ്പെട്ട സ്ഥാനം, ആ പർവ്വതം അല്ലേ, വരുണൻ്റെ കൊട, അതിഥിയുടെ കുണ്ഡലങ്ങൾ, ഈ ഒരു പർവ്വതം, ഇതിനെയാണ് കട്ടുകൊണ്ടുപോയത്. ഈ കൊട എന്താണെന്നും കുണ്ഡലങ്ങൾ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു. കൊട ആനന്ദമാണ്, കുണ്ഡലങ്ങൾ, അതിഥിയുടെ കുണ്ഡലങ്ങൾ തേജസ്സാണ്. ആനന്ദം തേജസ്സും എവിടെയാണോ ഇരിക്കേണ്ട അധിഷ്ഠാനം, ആ അധിഷ്ഠാനം പ്രജ്ഞയിലാണ്. ആ പ്രജ്ഞയാണ് നഷ്ടപ്പെട്ടത്. ഈ പ്രജ്ഞ ഉറച്ചു കിട്ടുകയാണ് ഇപ്പം രുക്മിണിക്ക്. അതാണ് സ്ഥിതപ്രജ്ഞത്വം. പ്രജ്ഞ ഉറച്ചിട്ടില്ലായിരുന്നു എന്നല്ല, ഫ്ലാഷസ് ഉണ്ടായിരുന്നു. കാരണം ചേട്ടനോടുള്ള ആശാപാശം, രുക്മിയെ ഭഗവാൻ വധിക്കുമോ, ഇവർ തമ്മിലുള്ള വൈരം രുക്മിണിയുടെ മനസ്സിൽ ഒരു കറയായിട്ട് രുക്മിണിയുടെ ബ്രഹ്മാകാര വൃത്തിയെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് കിടക്കണമെന്നുള്ളത് ഭഗവാൻ അറിയാമായിരുന്നതുകൊണ്ട് ഭഗവാൻ ആ കറയും കൂടെ കഴുകിക്കളയാൻ വേണ്ടിയിട്ട് ചെയ്ത പ്രവൃത്തിയാണ് ഈ മനോഹരമായിട്ടുള്ള ഗർഹിച്ചിത അധ്യായം എന്ന് പറയുന്നത്. ദേവി പറയുക, അല്ലയോ ഗദാഗ്രജ. ഗദാഗ്രജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗദാഗ്രജ സിംഹം പശുക്കളുടെ മധ്യത്തിൽ നിന്ന് തൻ്റെ ഭാഗം കൊണ്ടുപോകണത് പോലെയല്ലേ എന്ന് അവിടുന്ന്, അതായത് ഈ ചെന്നായ്ക്കളൊക്കെ ഒരു വേട്ട നടത്തിയിട്ട് അവിടെ നിൽക്കുമ്പോൾ സിംഹം വന്നിട്ട് വളരെ കൂളായിട്ട് അവനെടുക്കാനുള്ള കഷ്ണം എടുത്തിട്ട് പോകും. ചെന്നായ്ക്കൾക്കൊന്നും അനങ്ങാൻ പറ്റില്ല. അതേപോലെയാണ് അങ്ങ് ശാർങ്ങം എന്ന് പറയുന്ന ധനുസിൻ്റെ ഞാണൊലി കൊണ്ട് ജരാസന്ധാദി രാജാക്കന്മാരെ മുഴുവൻ ഓടിച്ചു കളഞ്ഞിട്ട് അങ്ങയുടെ ഭാഗമായിട്ട് അവിടുന്ന് എന്നെ കരുതിയിട്ട് കൊണ്ടുവന്ന്. അതുകൊണ്ട് രാജാക്കന്മാരെ ഭയന്നിട്ട് അവിടുന്ന് സമുദ്രത്തെ ശരണം പ്രാപിക്കുകയാണെന്ന് പറഞ്ഞത് സമ്മതിച്ചു തരാൻ ഞാൻ തയ്യാറല്ല. അതിൻ്റെ തത്വാർത്ഥം അംഗീകരിച്ചു, പക്ഷെ അതിൻ്റെ ലൗകികാർത്ഥം എനിക്ക് താല്പര്യമില്ല, ഞാനത് സ്വീകരിക്കില്ല. അങ്ങ് സിംഹത്തിനെ പോലെ വന്നിട്ട് ആ ചെന്നായ്ക്കളെ ഓടിച്ചിട്ട് അങ്ങേക്ക് അർഹതപ്പെട്ടതിനെ എടുത്തുകൊണ്ട് വരികയാണ് ചെയ്തത് എന്നാ പറയണത്. ഭഗവാന്റെ വസ്തു ഭഗവാൻ കൊണ്ടുപോരുന്നത് ഒരു തെറ്റല്ല. പക്ഷെ താൻ രാജാക്കന്മാരെ ഭയന്ന് സമുദ്രത്തെ ശരണം പ്രാപിച്ചിരിക്കണമെന്ന് പറഞ്ഞത് വിനോദത്തിന് വേണ്ടി മാത്രമാണെന്ന് രുക്മിണിക്ക് മനസ്സിലായി. അത് ഭഗവാനെ അറിയിക്കുകയാണ്. ഭക്തനെ ഭഗവാന്റെ, അതായത് ഭഗവാൻ എന്ത് തമാശയായിട്ട് പറഞ്ഞുവെന്ന് തമാശയായിട്ട് ഞാൻ മനസ്സിലാക്കിയെന്നും എന്ത് സീരിയസ് ആയിട്ടാണ് അങ്ങ് കുത്തി പറഞ്ഞതെന്ന് അതും എനിക്ക് മനസ്സിലായെന്നും വ്യക്തമായിട്ട് വേർതിരിച്ച് രുക്മിണി പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാന്റെ ആ ഭക്തനെ ഭഗവാന്റെ സ്വന്തമാക്കണത് ഭഗവാന്റെ കൃപയും ധർമ്മമാണ്. ഭഗവാന്റെ ധർമ്മമാണ് ഭക്തനെ സ്വീകരിക്കുക എന്നുള്ളത്. അത് ഭഗവാന്റെ കരുണയുമാണ്. ഭഗവാനോട് ചേരുന്ന ആർക്കും ഈ ലാഭം കൈവരും.
ഭഗവാനെ പോലുള്ളവരെ അനുസരിക്കുന്ന സ്ത്രീകൾക്ക് കഷ്ടാനുഭവമേ ഉണ്ടാവുള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞു നേരത്തെ. അതിന് രുക്മിണി സമാധാനം പറയണം. അല്ലയോ അംബുജാക്ഷ, അങ്ങയെ പ്രാപിക്കാൻ ആഗ്രഹിച്ചിട്ട് അങ്കൻ, പൃഥു, യയാതി, ഗയൻ തുടങ്ങിയിട്ടുള്ള രാജശ്രേഷ്ഠന്മാർ രാജ്യം കൂടി ധരിച്ചിട്ട് വനത്തിൽ തപസ്സിന് പോയി. അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കഷ്ടം വന്നുവോ? ആർക്കും ഒരു കഷ്ടം ഉണ്ടായില്ല. അപ്പോൾ പിന്നെ വെറുതെ സ്ത്രീകൾക്ക് മാത്രം കഷ്ടം ഉണ്ടാവുമെന്ന് അങ്ങ് പറയേണ്ട ആവശ്യമില്ല. ഭക്തന്മാർക്കും ജ്ഞാനികൾക്കും പൂർവ്വ സംസ്കാരം കൊണ്ട് പല വിഘ്നങ്ങൾ ഉണ്ടാകാമെന്നുണ്ടെങ്കിലും അവസാനം അവർക്ക് സ്വരൂപപ്രാപ്തി നിശ്ചയമായിട്ടുണ്ടാവും. അതുകൊണ്ട് സാംസാരികമായിട്ടുള്ള വിവാഹം കൊണ്ട് ഈ നമ്മുടെ ലോകത്തിൽ നമ്മൾ കാണുന്ന കല്യാണങ്ങൾ കൊണ്ട് ആർക്കും എന്തായാലും ആ ദശ കിട്ടാനൊന്നും പോകുന്നില്ല. അതായത് ബ്രഹ്മാകാര വൃത്തി ആർക്കും ഉറയ്ക്കുന്ന കല്യാണങ്ങളൊന്നും ഈ ലോകത്തിൽ ഉണ്ടാവുന്നില്ല. ഇനിയും രുക്മിണിക്ക് ആവശ്യമെങ്കിൽ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചോളാൻ കൂടെ ഭഗവാൻ വളരെ ക്രൂരമായിട്ട് പറഞ്ഞു. അതോടുകൂടിയിട്ടാണ് പാവം ബോധം കെട്ട് വീഴുന്ന അവസ്ഥയിലെത്തിയത്. അപ്പോൾ പറയാണ്, കാന്യം ശ്രേത തവപാദ സരോജഗന്ധമാക്രായ സന്മുഖരിതം ജനതാപവർഗം ലക്ഷ്മ്യാലയം ത്വവിഗണയ്യ ഗുണാലയസ്യമർത്യാസതോരു ഭയമർത്ഥ വിവിക്ത ദൃഷ്ടി. എല്ലാ ഗുണങ്ങളുടെ സങ്കേതവും സകല സജ്ജനങ്ങളും കീർത്തിക്കുന്നതും മോക്ഷദായകവുമായിട്ടുള്ള ആ ലക്ഷ്മീദേവിയുടെ ആശ്രയസ്ഥാനമായിട്ടുള്ള അങ്ങയുടെ ആ തൃപ്പാദത്തിൻ്റെ സുഗന്ധത്തിനെ ഒരു പ്രാവശ്യം അനുഭവിച്ചിട്ട് അതിനെ വിട്ടിട്ട് ശുഭാശുഭങ്ങളെ അറിയണ ഏതെങ്കിലും ഒരു മനുഷ്യൻ അഥവാ മനുഷ്യ സ്ത്രീ ദുഃഖവും ഭയവും രോഗവും കൊണ്ട് നിരന്തരം സങ്കടം അനുഭവിക്കുന്ന ഒരു മനുഷ്യനെ കല്യാണം കഴിക്കാൻ പോവുമോ? നല്ല ഭക്ഷണം കഴിച്ചിട്ട് ആരെങ്കിലും ചാലിൽ കിടക്കണ ചീഞ്ഞ ഭക്ഷണം എടുത്ത് കഴിക്കുമോ എന്ന് ചോദിക്കുന്നു. ചുരുക്കത്തിൽ യഥാർത്ഥ ജ്ഞാനിയായിട്ടുള്ളൊരു ഭക്തൻ തനിക്കൊരു പ്രാവശ്യമെങ്കിലും ആത്മാനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അനാത്മാവായിട്ടുള്ള വസ്തുക്കളെ, ആത്മാവല്ലാത്ത വസ്തുക്കളെ സങ്കല്പിക്കുക പോലുമില്ല. അവർക്ക് ജീവൻ മുക്താവസ്ഥയെ തന്നെ കഴിയാനായിരിക്കും അഭിരുചി. ഇതിനെ ഒന്നുകൂടെ ഉറപ്പിച്ചിട്ട് ദേവി പറയാണ്, അല്ലയോ നാഥ, അവിടുന്ന് ജഗത്തിൻ്റെ ആത്മാവും അധീശനും ഈ ലോകത്തും പരലോകത്തും ഉണ്ടാകുന്ന സകല കാമനകളെയും പൂർത്തീകരിച്ചു തരുന്ന മഹാപ്രഭുവാണ്. അങ്ങ് എനിക്ക് അനുരൂപനാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഞാൻ അങ്ങേ കല്യാണം കഴിച്ചത്. ഇനിയും കർമ്മഫലത്താൽ ഞാൻ പല ഗർഭപാത്രങ്ങളിൽ ജനിക്കേണ്ടി വന്നാലും, പല ജീവജാലങ്ങളായിട്ട് ജനിക്കേണ്ടി വന്നാലും ഭക്തന്മാരുടെ മിഥ്യാഭ്രമങ്ങളെയൊക്കെ പൊടി പൊടിയായിട്ട് മാറ്റിക്കൊടുക്കണവനും തൻ്റെ സ്വരൂപത്തിനെ തന്നെ കൊടുക്കണവനുമായിട്ടുള്ള ഗുരുവായൂരപ്പ പരമേശ്വരനായിട്ടുള്ള അവിടുന്ന് അങ്ങയുടെ ചരണങ്ങൾ എനിക്ക് ആശ്രയമാക്കി തരണേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയണം. ഇതിലാണ് ഈ പ്രാർത്ഥന. ത്വം ത്വാനുരൂപമപജം ജഗദാമധീശ ആത്മാനമത്ര ച പരത്ര ജഗാമപൂരം സ്യാന്മേ തവാഘ്രിരണം ശ്രുതിഭിർഭ്രമന്ത്യ യോ വൈ ഭജന്തമുപയാത്യനിർദാപവർഗ. ഈ പ്രാർത്ഥന ദേവിയുടെ ആത്മനിഷ്ഠ സ്പഷ്ടാകുന്നുണ്ട്. 10ാമത്തെ സ്കന്ധത്തിൽ 60ാമത്തെ അധ്യായത്തിലെ 43ാമത്തെ ശ്ലോക. എല്ലാ ജീവികളും ശരിക്ക് പ്രാർത്ഥിക്കേണ്ടതാണ്. എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് ദേവി പറയണത്. ആ ദേവിയുടെ ആത്മനിഷ്ഠ ശരിക്കും നമുക്കതിൽ മനസ്സിലാക്കാൻ പറ്റും. അവൾക്ക് ഭഗവാനെ അല്ലാണ്ട് യാതൊന്നും ആവശ്യമില്ല, ഇത് അന്വയഭാവമാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അന്വയവും വ്യതിരേകവും. അന്വയ വ്യതിരേകാഭ്യാം എൽസാൽ സർവത്ര സർവദാ ഏതന്മതം സമാധിഷ്ഠ പരമേണ സമാധിന ഭവാൻ കൽപ്പ വികൽപ്പേഷു ന വിമുഹ്യതി കർഹിജിൽ. അന്വയ വ്യതിരേകാഭ്യാം ചതുശ്ലോകി ഭാഗവതത്തിലെ വരികളാണ് പറഞ്ഞത്. അന്വയവും വ്യതിരേകവും കൊണ്ട് വേണം നമ്മൾ ലോകജീവിതത്തിനെയും ഭഗവാനെയും തിരിച്ചറിയാൻ എന്ന് മഹാവിഷ്ണു വെറും 4 ശ്ലോകത്തിൽ പറഞ്ഞു കൊടുത്ത ആ കാര്യത്തിനാണ് നമ്മൾ കഴിഞ്ഞ് 8 ദിവസമായിട്ട് വിസ്തരിച്ച് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ സൂത്രരൂപത്തിൽ ചുരുക്കി 4 ശ്ലോകത്തിൽ അഹമേവാസമേവാഗ്രേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുത്തു. ഇത്രയും പറഞ്ഞത് അന്വയഭാവമാണ്. അന്വയഭാവത്തിൽ ഭഗവാനല്ലാണ്ട് വേറൊന്നും ആവശ്യമില്ല. ഇനി വ്യതിരേക ഭാവത്തിൽ ലോകത്തിൽ നമ്മൾ കണ്ടുവരുന്ന സാധാരണ വിവാഹബന്ധത്തിൽ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും അവസ്ഥ പറയണം. എന്നിട്ട് പറയുക, അവിടുന്ന് പറഞ്ഞതായിട്ടുള്ള ശിശുപാലാദി രാജാക്കന്മാർ കഴുതയെപ്പോലെ ഗൃഹഭാരം വഹിക്കുന്നു, കാളകളെപ്പോലെ വീട്ടുപണികളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, കഷ്ടത അനുഭവിക്കുന്നു, പട്ടികളെയും പൂച്ചകളെയും പോലെ തിരസ്കാരം അനുഭവിക്കുന്നു, ചില നേരങ്ങളിൽ ഭാര്യയും മക്കളും തന്നെ മിണ്ടാണ്ടിരിക്കുക, അവിടെ ഇപ്പോൾ ഒന്നും തരാൻ പറ്റില്ല എന്ന് പറയണു. പ്രായം കൂടുന്തോറും വില കുറഞ്ഞു വരുന്നു. വൃത്തിരെപ്പോലെ സ്ത്രീ സേവ ചെയ്യണു, കൃപണന്മാരായിട്ടിരിക്കുന്നു. ഒരു കാര്യം ചെയ്യണോ ചെയ്യണ്ടോ എന്നുള്ള കൺഫ്യൂഷനാണ് കൃപണത. എപ്പോഴും ഓർക്കുക, ഗീതയിൽ ഭഗവാൻ കാർപ്പണ്യദോഷാപഹൃത സ്വഭാവോ എന്ന് പറയുന്നുണ്ട്. കൃപണത, കാർപ്പണ്യദോഷം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യണോ വേണ്ടേ എന്നുള്ള ആശയക്കുഴപ്പത്തിലിരിക്കുക, ഹിംസാശീലരുമായിട്ട് ഇരിക്കുന്നു.
ബ്രഹ്മാദി ദേവന്മാരുടെ സഭകളിൽ പോലും സദാ കീർത്തിക്കപ്പെടുന്ന അങ്ങയുടെ കഥാമൃതം ഒരിക്കൽ പോലും കേൾക്കാൻ ഭാഗ്യമുണ്ടായിട്ടുള്ള മന്ദഭാഗ്യകളായിട്ടുള്ള സ്ത്രീകളാണ് സാധാരണ പുരുഷന്മാരെ കല്യാണം കഴിക്കുക. ഇവിടെ അധ്യാത്മഭാവം തെളിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. രുക്മിണിക്ക് ഭഗവാനോട് സംസാരികളായിട്ടുള്ള സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരുണ്ടാകുന്ന ബന്ധമല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് അമ്മ ലോകത്തിൽ കല്യാണം കഴിച്ച് ജീവിക്കുന്ന സ്ത്രീകളെ ഒന്നും കളിയാക്കാൻ വേണ്ടിയിട്ടല്ല ദേവി അത് പറയണത്. എങ്കിലും അതായത് അങ്ങനത്തെ ഒരു ബന്ധമായിരുന്നു, ലോകജീവിതത്തിൽ കാണുന്ന പോലുള്ളൊരു ബന്ധമായിരുന്നു അവർ ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഭർത്താവിൻ്റെ സ്ഥാനം എന്ന് പറയണതിന് ഇങ്ങനെ കളിയാക്കിയിട്ട് അമ്മ പറയൂല്ലായിരുന്നു. എല്ലാവർക്കും അവരവരുടെ ഭർത്താവും ഭാര്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും വളരെ വിലയാണ്. അപ്പോൾ അതിനെ നിന്ദിച്ച് പറയില്ല. ഈ മുഴുവൻ കഥയും വാസ്തവത്തിൽ ജീവബ്രഹ്മ ഐക്യത്തിൻ്റെതാണ്. അതിനെ ഒന്നുകൂടെ സ്പഷ്ടാക്കാൻ വേണ്ടിയിട്ട് ദേവി പറയാണ്, പ്രഭോ അങ്ങയുടെ തൃപ്പാദ കമലത്തിൻ്റെ സുഗന്ധം അനുഭവിക്കാത്ത സ്ത്രീ മൂഢയാണ്. മനുഷ്യദേഹം തൊലി, രോമം, നഖം മുതലായവ കൊണ്ട പുറത്തും അകത്ത് മാംസം, അസ്ഥി, രക്തം, കൃമി, വിഷ്ട, കഫം, പിത്തം, വാദം ഇതൊക്കെ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ശരീരം ജീവിച്ചിരിക്കുമ്പോഴും ശവതുല്യമാണ്. ആ ശരീരത്തിലെ പതിഭാവത്തിൽ ഭജിക്കുന്ന സ്ത്രീ മഹാമൂഢയാണ്. അതിൻ്റെ അകത്തിരിക്കുന്ന ആത്മാവിനെയാണ് ഭജിക്കേണ്ടത്. ആത്മാവിനെ, അതിന് ഭർത്താവ് ഈശ്വരനാണ് എന്നുള്ള സങ്കല്പം ഭാരതത്തിൽ വരുന്നത് ഈ അധ്യാത്മഭാവത്തിൽ നിന്നാണ്. പക്ഷേ അത് കാലഘട്ടത്തിൽ കടന്നുപോയപ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ അടിമയായിരിക്കണം എന്നുള്ള തലത്തിലേക്ക് മാറ്റം ചെയ്യപ്പെട്ടു. ജാതി വ്യവസ്ഥയുടെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇതും അങ്ങനെ സംഭവിച്ചു. അതൊക്കെ ഒരു പൊളിറ്റിക്കൽ റീസൺസാണ് അതിൻ്റെ. ഇവിടെയും സംസാരത്തിലെ പതിയുടെ ശരീരത്തെ നിന്ദിച്ച് പറഞ്ഞിട്ടുണ്ട്. രുക്മിണിക്ക് അപ്രകാരമുള്ളൊരു പതിയല്ല ആവശ്യം. ഭഗവാന്റെ വിവാഹം അലൗകിക പ്രേമത്തിൻ്റെ കഥയാണ്, അത് ബ്രഹ്മസംബന്ധിയാണ്. അലൗകിക പ്രേമത്തിനെ വിവരിക്കാൻ അലൗകിക ഭാഷയില്ലാത്തത് കൊണ്ട് ലൗകിക ഭാഷ ഉപയോഗിച്ചിട്ട് എക്സാമ്പിൾസ് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിച്ചിരിക്കുകയാണ്. കാരണം ഭാഷ കൊണ്ട് ഇത് മനസ്സിലാവില്ല, അനുഭവിച്ചേ മനസ്സിലാവുള്ളൂ. ഞാൻ സാധാരണ പറഞ്ഞ മാതിരി എന്താ മധുരം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എത്ര പേജ് എസ്സേ എഴുതിയാലും കാര്യമില്ല. നേരെ മറിച്ച് ഒരു സ്പൂണ് പഞ്ചസാര എടുത്തിട്ട് വായിലിട്ട് കൊടുക്കുക, കിട്ടിയോ ചോദിക്കുക, അതേ ചെയ്യാൻ പറ്റുള്ളൂ. ആ പഞ്ചസാര ഇട്ട് കൊടുക്കണ പണി കിട്ടണമെങ്കിൽ ഈ ബ്രഹ്മാകാര വൃത്തിയെ അനുഭവത്തിൽ കൊണ്ടുവരണം. അടുത്ത പദ്യത്തിൽ കഥയുടെ രസത്തിന് വേണ്ടിയിട്ട് കുറച്ച് സാംസാരിക ഭാവം കൊണ്ടുവരുന്നു. എന്നിട്ട് പറയണു, കമലനയന അവിടുന്ന് ആത്മാരാമനായതുകൊണ്ട് ഞാൻ സുന്ദരിയാണെന്നോ ഗുണവതിയാണെന്നോ ഉള്ള ദൃഷ്ടി അങ്ങേക്കില്ല. അവിടുന്ന് സദാ ഉദാസീനനാണെങ്കിലും എനിക്ക് അങ്ങയുടെ തൃപ്പാദങ്ങളിൽ വളരെ ദൃഢമായിട്ടുള്ള അനുരാഗം എല്ലാ കാലത്തും ഉണ്ടായിരിക്കണമെന്ന് അഭിലാഷമുണ്ട്. ഭഗവാന്റെ രൂപം തന്നെ മായയാണ്. ഞാൻ പറഞ്ഞല്ലോ എല്ലാം മായയാണെന്നുള്ള പോലെ ഭഗവാന്റെ അനവധി രൂപങ്ങളുള്ളതും ഒക്കെ മായയാണ്. പക്ഷേ ആ രൂപത്തിൽ ഒരു അനുരാഗം ഉണ്ടാകുന്നതും ആത്യന്തികമായിട്ട് ആ ആവരണത്തിനെ നീക്കി മോക്ഷത്തെ തരും. അതിനാണ് നമ്മൾ സഗുണഭക്തി പ്രാക്ടീസ് ചെയ്യേണ്ടത്. സംസാരത്തിൻ്റെ അഭിവൃദ്ധിക്കായിട്ട് ഉത്കടമായിട്ടുള്ള രജോഗുണത്തിനെ സ്വീകരിച്ചിട്ട് അവിടുന്ന് എന്നെ നോക്കുന്ന സമയത്ത് അതൊരു പരമാനുഗ്രഹമായിട്ട് ഞാൻ കണ്ടു. ഭഗവാൻ സത്വഗുണത്തിലിരിക്കുന്ന സമയത്ത് ഭഗവാന് കാമുകിയാണെന്നോ ഭാര്യയാണെന്നോ ഒന്നും തോന്നില്ല, താൻ തന്നെ അതെന്നേ തോന്നുള്ളൂ. പക്ഷേ രജോ ഗുണത്തിൽ വരുമ്പോഴാണ് ഭഗവാന് താൻ പുരുഷനും തൻ്റെ ഭാര്യ സ്ത്രീയുമാണെന്നുള്ള ഭാവം ഉണ്ടാകുന്നതെന്ന് സൂചിപ്പിക്കുകയാണ്. ഇത് പ്രകൃതിയിലെ സൃഷ്ടിക്രമത്തിൻ്റെ രഹസ്യമാണ്. ഇതൊക്കെ നമ്മൾ എത്രയോ അധ്യായങ്ങളിലായിട്ട് എത്രയോ സ്കന്ധങ്ങളിലായിട്ട് ഭൂഗോള വർണ്ണനയും സൃഷ്ടിക്രമവും വിരാൾ സ്വരൂപവും ഒക്കെ പറയുമ്പോൾ പറഞ്ഞതിനെ വീണ്ടും 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 ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ്. നല്ല മനോബോധം മനസ്സ് തെളിഞ്ഞിട്ടുള്ള ഒരാൾക്ക് ഭാഗവതം മുഴുവൻ വായിക്കേണ്ട ആവശ്യമില്ല. ആ 4 ശ്ലോകം കറക്റ്റായി മനസ്സിലായിട്ട് ജീവിതത്തിൽ പ്രാവർത്തിയാക്കിയാൽ മതി. നാരായണൻ എന്താണോ ബ്രഹ്മദേവന് പറഞ്ഞു കൊടുത്തത് അത് പഠിച്ചാൽ മതി. പക്ഷേ അത് പറ്റാത്തതുകൊണ്ടാണ് ഈ ലൗകിക ഭാഷയിൽ ഇങ്ങനെ വിസ്തരിച്ചിട്ട് കൊണ്ടുവരുന്നത്. അപ്പം ഗുരുവായൂരപ്പാ സന്തോഷം. എനിക്കിന്ന് വളരെ സന്തോഷമായി. കാരണം എന്താ വെച്ചാൽ ഗുരുവായൂരപ്പന് വേണ്ടപ്പെട്ടവരൊക്കെ വന്നു. ആദ്യത്തെ ബാലസുബ്രഹ്മണ്യാശാൻ വന്നു. ഇത്രയും കൃഷ്ണവേഷം കെട്ടിയിട്ടുള്ള ഒരാൾ വേറെയില്ല. കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യം എന്ന് പറഞ്ഞാൽ ലോകപ്രസിദ്ധനായിട്ടുള്ള ഒരാൾ. അതേമാതിരി അനിൽ വന്നു, ഭഗവാന്റെ വേഷം, കഥകളി, മഹാനായ കലാകാരനാണ് അദ്ദേഹം. ഇതെല്ലാം കണ്ടിട്ട് അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ 3 വട്ടം മേൽശാന്തിയായ ആൾ തന്നെ വന്നിരിക്കുന്നു. സുമേഷും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സന്തോഷം. ഗുരുവായൂരപ്പൻ വന്നിട്ട് സഭയിൽ ഇരിക്കുന്നത് ശരിക്കും അറിയുന്നുണ്ട്. എന്താണെങ്കിലും ഇനി മറ്റാരെങ്കിലും ഇനി വിവാഹം ചെയ്തു കൊള്ളൂ എന്നുള്ള ഭഗവാന്റെ വാക്കിന് രുക്മിണി ഒരു ഉത്തരം കൂടെ കൊടുക്കുന്നുണ്ട്. അങ്ങയുടെ വാക്കുകൾ മിഥ്യയാണെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങയുടെ വാക്ക് മിഥ്യയാണ് എന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ കാശിരാജാവിൻ്റെ മകളായിട്ടുള്ള അമ്പയെ പോലെ ഒരാണിനെ കിട്ടിയിട്ടും അന്യപുരുഷനിൽ പ്രീതി വെക്കണവരൊക്കെ ഉണ്ടാവാം. ഭഗവാന്റെ അടുത്തൊന്ന് കൊള്ളിച്ച് പറയുന്നു.
ചിലപ്പോൾ കാശിരാജാവിൻ്റെ പുത്രിയായിട്ടുള്ള അമ്പയെപ്പോലെ ഒരു പുരുഷനെ ലഭിച്ചിട്ടും അന്യപുരുഷനിൽ പ്രീതി വയ്ക്കുന്നവരുണ്ടാവാം. വ്യഭിചാരിണികളുടെ ചിത്തം വിവാഹശേഷവും പരപുരുഷന്മാരിൽ അലഞ്ഞു നടക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള സ്ത്രീകളെ ബുദ്ധിമാന്മാരായ പുരുഷന്മാർ വെച്ച് പാലിക്കാൻ പാടില്ല. കാരണം അങ്ങനെ ചെയ്യുന്നവർ ഈ ലോകത്തിൽ അടുത്ത ലോകത്തിലും വീണുപോകും. ഭക്തിമാർഗത്തിൽ ചരിക്കുന്നവർ സംസാരത്തിലേക്ക് തിരിയുണ്ടെങ്കിൽ അതൊരു തരത്തിൽ പറഞ്ഞാൽ വ്യഭിചാരമാണെന്നാണ് പറയണത്. പല വിധത്തിൽ ഭക്തിയെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും വ്യഭിചാരമാണ്. വ്യഭിചാരി ഭക്തി എന്ന് പറയും. ആദ്യം കുറച്ച് ദിവസം പോയിട്ട് ഒരു ദേവതയെ ഉപാസിക്കും, ഒരു ഗുരുവിനെ ഉപാസിക്കും, വേറെ കുറച്ച് ദിവസം പോയിട്ട് വേറൊന്നിനെ ഉപാസിക്കും, കുറച്ച് ദിവസം മിണ്ടാണ്ടിരിക്കും, കുറച്ച് ദിവസം വേറൊന്നും. ഇതാണ് ഞാൻ സാധാരണ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിനെ ഒരു പറമ്പായിട്ട് കാണുക. ആ പറമ്പിൽ ഒറ്റ കിണറേ കുഴിക്കാവൂ. വെള്ളം കിട്ടണത് വരെ കുഴിക്കുക. അല്ലാണ്ട് കുറച്ചിവിടെ കുഴിക്കുക, കുറച്ചവിടെ കുഴിക്കുക, കുറച്ചിവിടെ കുഴിക്കുക, ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ ആയുസ് കഴിയുമ്പോഴേക്കും കുറേ കുഴിയുള്ള ഒരു പറമ്പ് കിട്ടും, വെള്ളം കിട്ടില്ല. ബ്രഹ്മാകാരവൃത്തി അത് സാക്ഷാത്കരിക്കപ്പെടില്ല. ഇത് സാക്ഷാത്കരിക്കപ്പെടാതെ ശ്രമിച്ചിട്ടും പറ്റാതെ എത്തുമ്പോൾ ഭഗവാനെ അനന്യമായിട്ട് ആശ്രയിക്കുമ്പോൾ ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. അത് സന്താനഗോപാലൻ കഥയിൽ വരും. അപ്പോഴാണ് ഭൂമാവായിട്ടുള്ള ഭഗവാനെ നമ്മൾ കാണുക. ഭൂമാവായിട്ടുള്ള ഭഗവാനെ അതുവരെ കാണില്ല. കൃഷ്ണനായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മായാരൂപയെ കാണുള്ളൂ. ഭൂമാവായിട്ടിലിരിക്കുന്ന ആൾ വൈകുണ്ഠത്തിലാണ് ഉള്ളത്. ആ ഭഗവാനെ കാണും അവസാനം. അപ്പോൾ ഭക്തിമാർഗത്തിൽ ഇരിക്കുന്നവർ സംസാരത്തിലേക്ക് തിരിയുണ്ടെങ്കിൽ അതും ഒരു വിധത്തിൽ വ്യഭിചാരമാണ്. രുക്മിണിയുടെ ഭക്തിയും നിഷ്ഠയും കണ്ട് സന്തുഷ്ടനായിട്ടുള്ള ഭഗവാൻ പറയുക, അല്ലയോ സാധ്വി, നിൻ്റെ ഈ സദൃശമായിട്ടുള്ള ഇത്രയും സന്തോഷം തരണ വാക്കുകൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ നേരം പോക്ക് ഉപയോഗിച്ചത്. വിവാഹം ചെയ്തു, ആനന്ദം എന്ന് പറയുന്ന പുത്രനെ ജനിപ്പിച്ചു. ആ പുത്രനെ നഷ്ടപ്പെട്ടു, കാമം തട്ടിക്കൊണ്ടുപോയി, തിരിച്ചു കൊണ്ടുവന്നു, കാമം തന്നെ വിഴുങ്ങി, ഇച്ഛകൾ അതിന് വലം വെച്ച് നിന്നു. ഇതൊക്കെ പറഞ്ഞു നമ്മൾ പ്രദ്യുമ്നൻ്റെയും ശമ്പരാസുരൻ്റെയും കഥയൊക്കെ പറഞ്ഞു വന്ന്. പക്ഷെ വീണ്ടും ഈ കല്യാണം കഴിച്ച് നിൽക്കുന്ന ആൾക്കാർ പരമാത്മാവും ജീവാത്മാവുമാണ്. അതിൻ്റെ ബന്ധം അലൗകികമാണ്, അത് സ്ത്രീ പുരുഷ ബന്ധമല്ല എന്ന് ഭഗവാൻ രുക്മിണിയെക്കൊണ്ട് തന്നെ നമുക്ക് പറയിപ്പിച്ച് തരികയാണ്. ബ്രഹ്മബോധം വന്നിട്ടുള്ള ഒരു ജീവന് മാത്രമേ അതിന് ശ്രമിക്കുന്ന മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാനുള്ള അധികാരം തന്നെയുള്ളൂ. അതുകൊണ്ടാണത് ഭാമയെക്കൊണ്ട്, സത്യരൂപിണിയായിട്ടുള്ള ഭാമ, അല്ലെങ്കിൽ തേജസ്സിൻ്റെ രൂപിണിയായിട്ടുള്ള ജാമ്പവതി, ഇങ്ങനെ ഒന്നും ഇവരെ കൊണ്ട് ഒന്നും പറയിപ്പിക്കാണ്ട് രുക്മിണിയെ കൊണ്ട് ഇത് പറയിപ്പിച്ചത്. വേറെ ആരെ കൊണ്ടും ഭഗവാൻ വേറെ ആരെ കൊണ്ട് വേണമെങ്കിൽ ഇത് പറയിപ്പിക്കാം. ഭഗവാന് തന്നെ സ്വയം വേണമെങ്കിൽ ഇവരെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് ക്ലാസ് എടുക്കണ മാതിരി നമുക്ക് ക്ലാസ് എടുത്ത് തരാം. പക്ഷെ അത് ചെയ്തില്ല. ഭഗവാനെ കൊണ്ടുള്ള അനുഭവം ഭഗവാൻ എപ്പോഴും മറ്റുള്ളവരെ കൊണ്ട്, ഭഗവാനെ അറിഞ്ഞവരെ കൊണ്ടാണ് പറയിപ്പിക്കുക. അതുകൊണ്ടാണ് അസ്പഷ്ടം ദൃഷ്ടമാത്രമാവുന്നത്. ഇല്ലെങ്കിൽ ആവില്ല. ഭട്ടതിരിപ്പാട് എന്ന് പറഞ്ഞാൽ ഒരു അസാധ്യ ജീനിയസാണ്. വെറും മനുഷ്യബുദ്ധി മാത്രമല്ല അത്. നാരായണീയം ഇപ്പോഴും അത്ഭുതം തരണയാണ്. കാരണം ഇങ്ങനെ അതിൻ്റെ അകത്ത് ഓരോ വരി, പ്രത്യേകിച്ച് ആ ഒന്നാമത്തെ ശ്ലോകം ഫസ്റ്റ് തിയറി സ്റ്റേറ്റ്മെൻറ്റാണ്. അതിൻ്റെ പ്രാക്ടിക്കൽ മുഴുവൻ കഴിഞ്ഞിട്ട് അവസാനം അതിൻ്റെ ഇൻഫറൻസാണ് യോഗീന്ദ്രാണ്. പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റാണ്. അതിനെ അങ്ങോട്ട് പ്രൂവ് ചെയ്തിടുകയാണ് അപ്പുറത്ത്. ഇതുപോലൊരു കൃതി നമുക്ക് കാണാൻ പറ്റില്ല. വെറുതെ അല്ല. പാണിനിക്ക് ശേഷം ആകെ സംസ്കൃതത്തിന് ഗ്രാമർ എഴുതിയിട്ടുള്ളത് ഭട്ടതിരിപ്പാട് മാത്രമാണ്. പാണിനിക്ക് ശേഷം ബാക്കിയുള്ളവരൊക്കെ പാണിനി എഴുതിയതിന് വ്യാഖ്യാനം എഴുതിയത്. സ്വന്തമായിട്ട് സംസ്കൃതത്തിന് വ്യാഖ്യാനം ഗ്രാമർ എഴുതിയ ആളിന് പാണിനിക്ക് ശേഷം ഭട്ടതിരി. അത് പലർക്കും അറിയില്ല. എല്ലാവരും ഭട്ടതിരിയെ നാരായണീയത്തിൻ്റെ പേരിൽ അറിയണത്. അസാധ്യമായിട്ടുള്ള യാത്രാവിവരണങ്ങൾ, എത്രയോ ചമ്പുക്കൾ, പ്രബന്ധങ്ങൾ, ഇതൊക്കെ എഴുതിയിട്ടുണ്ട് അദ്ദേഹം. അങ്ങനെയുള്ളൊരു മഹാത്മാവാണ്. അപ്പോൾ ഭട്ടതിരിപ്പാടിനെ മനസ്സുകൊണ്ട് ഗുരുവായൂരപ്പനായിട്ട് കണ്ട് എല്ലാവരും നമസ്കരിക്കുക. ഇവിടെ ഭഗവാൻ പറയുക, നീ പറഞ്ഞതൊക്കെ സത്യമാണ്, നീ എന്ന് എന്താഗ്രഹിക്കണോ അത് നിനക്ക് പ്രാപ്തമാണ് എന്ന് പറഞ്ഞിട്ട് രുക്മിണിയെ അഭിനന്ദിച്ചിട്ട് ഭഗവാൻ പറയാണ്, ഉപലബ്ധം പതിപ്രേമ പാതിവൃത്യം ചതേനഖേ യദ്വാക്യൈശ്ചാല്യമാനായ നധിർമയവകർഷിത. അല്ലയോ അനഘേ, നിൻ്റെ പതിപ്രേമം, പാതിവൃത്യം, ഇതൊക്കെ ഞാൻ ശരിക്കറിഞ്ഞു. ജീവാത്മാവിൻ്റെ അടുത്ത് പരമാത്മാവിനുണ്ടാവുന്ന പ്രീതിയാണ് ഈ ശ്ലോകത്തിൽ. ഞാൻ ശരിക്കും അറിഞ്ഞു. നിന്നെ വ്യതിചലിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു നോക്കി, നിന്നെ ഭ്രംശിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു നോക്കിയെങ്കിലും നിൻ്റെ ബുദ്ധി എന്നിൽ നിന്ന് അല്പം പോലും ചലിച്ചില്ല. ആ പരീക്ഷണത്തിൽ ദേവി വിജയിച്ചു. ഭഗവാൻ തുടരുക, ഞാൻ മോക്ഷത്തിൻ്റെ അധീശ്വരനാണ്. വിഷയജന്യ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നെ ഭജിക്കുന്നവർ എൻ്റെ മായയിൽ മോഹിച്ചു പോയിട്ടുള്ളവരാണ്. ഭജിക്കണ്ടെന്ന് പറയുന്നില്ല. അതാണ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. കാര്യത്തിന് വേണ്ടി തന്നെയാണ് ഭഗവാനെ ആദ്യം.
കാര്യരൂപമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിലിരുന്നിട്ട് കാര്യത്തിന് വേണ്ടി തന്നെയാണ് കാരണരൂപമായിട്ടുള്ള ഭഗവാനെ ആരാധിക്കണം നമ്മൾ. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഈ കാര്യം അലിഞ്ഞില്ലാണ്ടാവും, കാരണം മാത്രം മതിയെന്നാവും. അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് ഭഗവാനെ കിട്ടണത്. എന്നിട്ട് പറയുക, കേവലം വിഷയസുഖങ്ങൾക്കുള്ള ലൗകിക സമ്പത്തുകൾ ഇച്ഛിച്ചിട്ട് മോക്ഷമോ പരാഭക്തിയോ ആവശ്യപ്പെടാത്തവർ ഹതഭാഗ്യരാണ്. ഞാൻ സാധാരണ പറയാറില്ലേ, വജ്രം വെക്കണ കടയിൽ മുട്ടുസൂചി വാങ്ങാൻ പോവുകയാണ് നമ്മളൊക്കെ. പക്ഷെ നിവൃത്തിയില്ല, നമ്മുടെ അച്ഛനും അമ്മയാണ്, മുട്ടുസൂചി വാങ്ങിയേ പറ്റൂ. പക്ഷെ ഓർക്കണം, അവർ വജ്രം തരാൻ കെൽപ്പുള്ളവരാണ്. വജ്രം തരാൻ കെൽപ്പുള്ള ആളുടെ അടുത്ത് നിന്ന് ആത്യന്തികമായിട്ട് വജ്രം തന്നെ വാങ്ങണം. പക്ഷെ വിവേകികളായിട്ടുള്ള ആ ഭാഗ്യഹീനരുടെ മനസ്സ് വിഷയങ്ങളിൽ പതിഞ്ഞു പോയതുകൊണ്ട് അവർക്ക് നരകത്തിലും സുഖവൃത്തി ഉണ്ടായിരിക്കും എന്ന് പറയണം. നരകത്തിൽ കിടക്കുമ്പോൾ പോലും അവർക്ക് സുഖം വേണമെന്നുണ്ടാവും. അതുകൊണ്ടാണ് യുധിഷ്ഠിരൻ നരകത്തിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് പെട്ടെന്ന്, അയ്യോ ഈ നരകം എത്ര മോശം, ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകണം പറയുമ്പോൾ ഇരുട്ടിൽ നിന്ന് നിലവിളികൾ വരും. ജ്യേഷ്ഠാ പൂവല്ലേ, കാന്താ പൂവല്ലേ, അങ്ങ് വന്ന് നിൽക്കുമ്പോൾ ഒരു തണുത്ത കാറ്റ് വീശണു, ഞങ്ങൾക്കിവിടെ അല്പം സുഖം കിട്ടുന്നുണ്ട്. അപ്പോഴാണ് ഈ ശബ്ദങ്ങളൊക്കെ പരിചയമുണ്ടല്ലോ, ഭീമൻ്റെ ശബ്ദം, അർജുനൻ്റെ ശബ്ദം, നകുലൻ്റെ ശബ്ദം, സഹദേവൻ്റെ ശബ്ദം, ദ്രൗപദയുടെ ശബ്ദം. അപ്പം നരകത്തിലും സുഖകാംക്ഷയുണ്ട് ആത്മാവിന്. അതുകൊണ്ടാണ് യുധിഷ്ഠിരൻ വന്ന് നിന്നപ്പോൾ ഫാനിൻ്റെ കാറ്റ് കിട്ടിയ മാതിരി തണുത്ത കാറ്റ് വന്നു എന്ന് പറയണത്, ചൂടുള്ള സമയത്ത്. സംസാരബന്ധനത്തിൽ നിന്ന് ജീവനെ മുക്തനാക്കണം ഞാൻ, അങ്ങനെയുള്ള എന്നെ നിരന്തരം നിഷ്കാമ സേവ ചെയ്യണതിൽ എനിക്ക് അതിയായിട്ടുള്ള ആനന്ദമുണ്ട്. ദുഷ്ടന്മാർക്ക് ഇതൊരിക്കലും സാധ്യമല്ല. ദുഷിച്ച കാമനകൾ കൊണ്ട് ഇന്ദ്രിയങ്ങളുടെ തൃപ്തിക്കായിട്ട് അനേകവിധ കപടഭാവവിലാസങ്ങൾ കാണിക്കുന്ന ഭക്തനാടകക്കാർ കുറേ കൂടി ഉണ്ട്. അവർക്ക് ഇത് ഒട്ടും മനസ്സിലാവില്ല എന്ന്. അതായത് ലൗകിക ജീവിതത്തിൽ തലകുത്തിക്കിടക്കുന്ന ദുഷ്ടരായിട്ടുള്ള വ്യക്തികൾക്ക് പോലും പിന്നെയും ചാൻസ് ഉണ്ട്. പക്ഷേ കപട ഭക്തവേഷം കെട്ടി നടന്നിട്ട് പ്രകടനങ്ങൾ നടത്തുന്നവരുടെ കാര്യം അതിലും കഷ്ടമാണ് എന്ന് ഭഗവാൻ പറയുന്നു. എന്നിട്ട് രുക്മിണിയുടെ നിഷ്ഠയെ പ്രശംസിച്ചിട്ട് പറയും, നത്വാദൃശിയും പ്രണയിനിയും ഗൃഹിണിയും ഗൃഹേഷു എന്ന് പറഞ്ഞിട്ടുള്ള ശ്ലോകം 55-ാമത്തെ ശ്ലോകത്തിൽ, അല്ലയോ മാനിനി, നിന്നെപ്പോലൊരു പ്രണയിനി എനിക്ക് വേറെയില്ല. കാരണം എൻ്റെ ഗുണകഥനം മാത്രം കേട്ടിട്ട് എൻ്റെ വിവാഹത്തിന് ആഗ്രഹിച്ചു വന്ന രാജാക്കന്മാരെ ആരെയും കാണാൻ കൂട്ടാക്കാതെ നീ ഒരു ഗുപ്ത സന്ദേശം കൊടുത്തിട്ട് ആ ബ്രാഹ്മണനെ എൻ്റെ അടുത്തേക്ക് അയച്ചു. ഇന്നലെ ഞാൻ പറഞ്ഞു, സുന്ദര ബ്രാഹ്മണൻ്റെയൊക്കെ യഥാർത്ഥ തത്വം എന്താണെന്ന് നമ്മൾ ഇന്നലെ കണ്ടു. ഈ ബ്രാഹ്മണന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ബ്രഹ്മത്തെ അറിഞ്ഞ ഒരാളെയാണ് ബ്രഹ്മത്തിനെ സാക്ഷാത്കരിക്കാൻ ബ്രഹ്മാകാരവൃത്തി നിരന്തര അഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവാത്മാവ് അയക്കുന്നത്. ആ ബ്രാഹ്മണനാണ് അതിൻ്റെ ഇടയിലെ മീഡിയേഷൻ. ഈ സുന്ദര ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രഹ്മാകാരവൃത്തി ഓൾറെഡി പ്രാക്ടീസ് ചെയ്ത് സുഖം അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ അയാൾക്ക് ഭഗവാനെ കാണുമ്പോൾ ഭഗവാനിൽ നിന്ന് ഒരു പടി താഴോട്ടിറങ്ങിയിട്ട് ദാസനായിട്ട് നിന്നിട്ട് സന്തോഷം അനുഭവിക്കുക എന്നുള്ള ആ ഭക്തൻ്റെ, യഥാർത്ഥ ഭക്തൻ്റെ അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ അവസാനത്തിൽ ഭഗവാൻ ഒന്ന് പുണരുമ്പോൾ സന്തോഷത്തോടു കൂടിയിട്ട് ഇങ്ങനെ ശരീരം മുഴുവൻ പുളകമണിയുന്നത്. ബ്രാഹ്മണന് വേറെ ഒന്നും വേണ്ട, കൃഷ്ണൻ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ മതി. അതാണ് ആ സുന്ദര ബ്രാഹ്മണൻ്റെ സന്തോഷം. അദ്ദേഹം ബ്രഹ്മത്തെ അറിഞ്ഞവനാണ്, പക്ഷേ ഭഗവാനെ നേരിട്ട് കാണാൻ സാധിച്ചപ്പോൾ ഭഗവാന്റെ ഒരു സ്പർശനം, ഭഗവാനെ ഒന്ന് കെട്ടിപ്പിടിക്കുക, ഭഗവാന്റെ അനുഗ്രഹം കിട്ടുക, അതിനായിട്ട് ആഗ്രഹിച്ചു പോകണം. ഇത് ഇങ്ങനെ വരുന്ന ഈ രീതി എല്ലാ യഥാർത്ഥ ഭക്തരുണ്ട്. രുക്മിണിയുടെ ഈ സ്വഭാവം ജനിച്ചപ്പോൾ തൊട്ട്, ചെറുപ്പം തൊട്ടിട്ട് ഋഷിമാർ പറഞ്ഞത് കേട്ടിട്ട് രുക്മിണിയിൽ ഭഗവാനിൽ അഭിരുചി ജനിച്ചു. ഗർഭത്തിൽ കിടന്ന പ്രഹ്ലാദന് നാരദ മഹർഷി പറഞ്ഞു കേട്ടിട്ട് അഭിരുചി ജനിച്ചു. അപ്പോൾ എത്ര നേരത്തെ സാംസാരിക വിഷയങ്ങളായിട്ട് ബന്ധം വരുന്നോ അതിനു മുന്നേ തന്നെ ഭഗവാനുമായിട്ടുള്ള സംബന്ധം, ബ്രഹ്മാകാരവൃത്തിയുടെ വിത്ത് അവിടെ വളരാൻ തുടങ്ങിയാൽ അവർ പ്രഹ്ലാദനെ പോലെയും രുക്മിണി പോലെയൊക്കെ മഹാഭക്തന്മാരോ. അതുകൊണ്ടാണ് ഈ നവവിധ ഭക്തി പറയുമ്പോൾ ശ്രവണത്തിനെ ആദ്യം പറയണം. ആദ്യമേ കയറിയിട്ട് ആത്മനിവേദനോ പൂജയോ ഒന്നും പറഞ്ഞിട്ടില്ല. ക്രമാനുക്രമം ശ്രവണം, അത് കഴിഞ്ഞാൽ കീർത്തനം, അത് കഴിഞ്ഞാൽ സ്മരണം. സ്മരണം പോലും ഉറച്ചിട്ടേ സ്മരിക്കണമെന്ന് പറയാൻ പാടുള്ളൂ എന്നുള്ളതുകൊണ്ട് കീർത്തനവും കഴിഞ്ഞിട്ട് സ്മരണം പറയണം. ശ്രവണവും കീർത്തനവും കൊണ്ടേ സ്മരണം ഉറയ്ക്കുള്ളൂ. വിഷ്ണു സ്മരണം, അത് കഴിഞ്ഞാൽ ഭഗവാനെ സേവിക്കുക, പാദസേവനം, പിന്നെയാണ് പൂജിക്കുക. ഭഗവാനെ സേവിച്ച്, ഭഗവാന്റെ ഭക്തരെ സേവിച്ച് കുറച്ചു കാലം കഴിയുമ്പോഴേ പൂജ ചെയ്യാൻ അർഹത വരുള്ളൂ. അർച്ചനം അപ്പോഴേ വരുള്ളൂ. അത് കഴിഞ്ഞാൽ ഭഗവാനെ നമസ്കരിക്കാനുള്ള അർഹത അപ്പോഴേ കിട്ടുള്ളൂ. പൂജിച്ച് കഴിഞ്ഞാലേ നമസ്കരിക്കാനുള്ള അർഹത കിട്ടുള്ളൂ. അർച്ചനം കഴിഞ്ഞിട്ട് വന്ദനം, അതാണ് നമസ്കരിക്കുക. ദാസ്യം, ഭഗവാന്റെ കിങ്കരനായിട്ടിരിക്കുക. അവിടെ ദാസ്യം വരുന്നതോട് കൂടിയിട്ട് നമ്മുടെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇല്ലാണ്ടാവും. ഭഗവാന്റെ ഇഷ്ടം എന്നാവും. കിം കരോമി
ദക്ഷയാഗത്തിൽ വീരഭദ്രൻ ചോദിക്കുമല്ലോ, കിങ്കരനായാലും എന്നാലൊതിനാ. കഴിഞ്ഞ വർഷം ഞാൻ വിസ്തരിച്ചാണ് ഇവിടെ. ഭഗവാനോട് ചോദിക്കുന്നുണ്ട്, അച്ഛനോട്, അച്ഛാ ഞാൻ അങ്ങയുടെ കിങ്കരനാണ്, ഞാൻ എന്താ കിംകരോമി, ഞാൻ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ മതി, ഞാൻ ഇപ്പം ചെയ്തു തരാം. കിങ്കരനായാലും എന്നാലൊതിനാ കിംകരണീയം അത് അറിയിക്കണമെന്നാണ് പറഞ്ഞു. എന്താ വെച്ചാൽ പറയൂ ഭഗവാനെ, ഞാനത് ചെയ്തു തരാം. അങ്ങയുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം, അങ്ങ് ആഗ്രഹിക്കുന്നതാണ് ഞാൻ ചെയ്യേണ്ടത്. അതാണ് ദാസ്യഭാവത്തിൽ. ഹനുമാൻ ദാസ്യഭക്തിയുടെ രാജാവാകുന്നത് അതുകൊണ്ടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരണത് അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം. ഭഗവാന്റെ തോളത്ത് കൈയിട്ട് നടക്കാനാവും അർജുനനെ പോലെ. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലൊക്കെ ഉണ്ടാവും, പക്ഷേ കുറ്റം കണ്ടുപിടിക്കില്ല. കുറ്റം കണ്ടുപിടിക്കാത്ത സഖ്യമാണ് ഭക്തിയിലെ സഖ്യം. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ എന്നിൽ ഒരു ദോഷവും കാണാത്തത് കൊണ്ട് പാർത്ഥ ഞാൻ നിനക്ക് പരമമായിട്ടുള്ള ജ്ഞാനത്തിനെ തരുന്നു പറഞ്ഞത്. കൂട്ടുകാരനായിട്ടും സമപ്രായക്കാരനായിട്ടും ഇങ്ങനെയൊക്കെ തമാശകൾ കളിച്ച് നടന്നിട്ടും നീ എന്നെ ഒരിക്കൽ പോലും കുറ്റം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ നിനക്ക് പരമാർത്ഥ ജ്ഞാനത്തിനെ തരാം. കാരണം എന്താ വെച്ചാൽ, കുറ്റം കണ്ടുപിടിക്കുന്ന റിലേഷനുകളിൽ അവർക്ക് ഗുരു ശിഷ്യ എന്നുള്ള സ്ഥാനം വന്നു കഴിഞ്ഞാൽ ഉള്ളിൽ വിലയുണ്ടാവില്ല തരുന്ന ജ്ഞാനത്തിന്. അവിടെയാണ് ഈ ഭാര്യയും ഭർത്താവും അന്യോന്യം ഗുരുവും ശിഷ്യനോ ശിഷ്യോ ഒക്കെ ആവുമ്പോൾ വരണ അപകടം. വിലയില്ലാത്ത ജ്ഞാനമായിട്ട് മാറും. അത് ചിലപ്പോൾ വലിയ ദോഷങ്ങൾ സംഭവിക്കും. അതൊന്നും ഇന്നത്തെ കാലത്ത് അധികം കാണാത്തോണ്ട് അത് നമുക്ക് അധികം ചർച്ചയാക്കി വെക്കണ്ട. ഇവിടെ ഇതും കഴിഞ്ഞു കഴിഞ്ഞാൽ, സഖ്യം കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. തോളത്ത് കൈയിടവർ ഭഗവാന്റെ ഏറ്റവും അടുത്തെത്തി, അന്തരംഗത്തിലെത്തി, ഏറ്റവും അടുത്ത ആളായി മാറി. ഇനിയും ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഭഗവാനായി മാറുക. അത് ആത്മനിവേദന. ഈ സ്റ്റേജസ് മുഴുവൻ രുക്മിണിയിൽ കാണാം. ഏത് മഹാഭക്തനിലും ഇത് കാണാൻ പറ്റും. ഭഗവാന്റെ വയസ്സും ദേവിയുടെ വയസ്സും പ്രോഗ്രസ് ചെയ്യുന്തോറും ആ 126-ാമത്തെ വയസ്സിലേക്ക് ഭഗവാൻ എത്തുന്നത് വരെയും നമ്മൾ ശരിക്കും പരിശോധിച്ച് പോയി കഴിഞ്ഞാൽ ഉള്ള അവൈലബിളായിട്ടുള്ള സൂചനകൾ വെച്ചിട്ട് രുക്മിണിയുടെ ജീവിതത്തിലും ഇതേ പ്രോഗ്രഷൻ കാണാം. എന്താണെങ്കിലും രുക്മിണി ബ്രാഹ്മണരൂപിയായിട്ടുള്ള ഗുരുവിൻ്റെ സഹായത്തോടു കൂടിയിട്ട് തൻ്റെ ഭാവത്തെ ഭഗവാനെ അറിയിച്ചു എന്ന് മനസ്സിലാക്കുക. ബ്രാഹ്മണൻ, സുന്ദര ബ്രാഹ്മണൻ ഗുരുസ്വരൂപിയാണ്. ആ ഗുരുസ്വരൂപിയെ കൊണ്ട് അറിയിച്ചു. ഇങ്ങനെയുള്ള ആ ഗുരുവിൻ്റെ സ്വരൂപത്തോടു കൂടി അറിയിച്ച് അതിൻ്റെ നേരായിട്ടുള്ള മാർഗത്തിൽ ചിട്ടയായിട്ട് ഗുരുപദേശം അനുസരിച്ചിട്ടുള്ള ക്രമാനുക്രമമായിട്ടുള്ള സാധനയിൽ കൂടെ രുക്മിണിയാകണ ജീവാത്മാവ് ഭഗവാനെ സാക്ഷാത്കരിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഭഗവാൻ രുക്മിണി ഇത്രമാത്രം പ്രശംസിച്ച് പറയാൻ കാരണം. നിന്നെ ഹരിച്ചു കൊണ്ടുവരണ സമയത്ത് ഞാൻ നിൻ്റെ സഹോദരനെ തോൽപ്പിച്ചു, വിരൂപനാക്കി. അനിരുദ്ധൻ്റെ വിവാഹ സമയത്ത് എൻ്റെ ജ്യേഷ്ഠൻ ചൂതുകളിയുടെ മധ്യത്തിൽ രുക്മിയെ അടിച്ചു കൊല്ലുകയും ചെയ്തു. ഞാൻ രുക്മിണിയുടെ വധമൊക്കെ പറയാതെ ജസ്റ്റ് ഓടിച്ചു പോയതാണ്. അതൊക്കെ ഒന്ന് സന്ദർഭം, കാരണം അതൊന്നും അത്ര പ്രാധാന്യമുള്ളതല്ല. ഇപ്പോൾ ഈ കഥയുടെ ഇത്രയും ബൃഹത്തായിട്ടുള്ള അഗാധമായിട്ടുള്ള അർത്ഥങ്ങളുള്ള ഭാവങ്ങളുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ സംസാരിക്കേണ്ടത്. കുറേ കഥ കേട്ട് പോകാമെന്ന് മാത്രമല്ല. എന്നിട്ടും എൻ്റെ പ്രീതിയെ മാത്രം കാംക്ഷിച്ചിട്ട് നീ നിശബ്ദയായിട്ട് അസഹ്യമായിട്ടുള്ള ആ ദുഃഖത്തെ സഹിച്ചു. കാരണം സ്വന്തം ചേട്ടനെ എൻ്റെ ചേട്ടൻ കൊന്നിട്ട് പോലും ചൂതുകളിയിൽ കള്ളക്കളി കളിച്ചിട്ട് രുക്മി ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ പണ്ട് രുക്മിയെ മുടിവടിച്ച് വിട്ടത് ശരിയായില്ല എന്ന് കൃഷ്ണനെ ഗുണദോഷിച്ച ബലരാമൻ ആ രുക്മിയെ ഒറ്റയടിക്ക് കൊന്നു കളഞ്ഞു. ഒരു കാലത്ത് രുക്മിയുടെ പ്രാണനെ രക്ഷിച്ച് അല്ലെങ്കിൽ രുക്മിയെ അപമാനിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞ ബലഭദ്രർ അതേ രുക്മിയെ കാലം കടന്നു ചെന്നപ്പോൾ കള്ളക്കളി കളിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ദേഷ്യത്തിൽ കൊന്നു കളഞ്ഞു. പക്ഷേ ഭഗവാൻ ഒരക്ഷരം മിണ്ടിയില്ല, രുക്മിണി ഒരക്ഷരം മിണ്ടിയില്ല. ഈ വിധമുള്ള ഉദാരവൃത്തി കൊണ്ട് നീ എൻ്റെ ഹൃദയത്തിനെ അപഹരിച്ചിരിക്കണു. കാരണം ഭഗവാനിൽ അപ്പോഴും ഒരു കുറ്റം പറഞ്ഞില്ല. നിങ്ങളുടെ ചേട്ടനല്ലേ എൻ്റെ ചേട്ടനെ കൊന്നത് എന്ന് പറഞ്ഞ് സാധാരണ സ്ത്രീകളെ പോലെ ഭഗവാനിൽ ദോഷാരോപണം ചെയ്തില്ല. ഭഗവാനിൽ ദോഷാരോപണം ചെയ്യാത്തവർക്ക് മാത്രമേ ശുദ്ധജ്ഞാനം ലഭിക്കുള്ളൂ എന്നാണ് ഇത്ര അർത്ഥാക്കിയത്. അല്ലാണ്ട് ഭഗവാന്റെ ഈഗോൻ്റെ വിഷയമല്ല അത്. ഭഗവാൻ ഈഗോ ഉള്ളതുകൊണ്ടല്ല. ഇതന്നെയാണ് അർജുനോടും പറഞ്ഞത്. അപ്പോൾ ഭക്തിമാർഗത്തിൽ ഉത്കർഷം വേണ്ടവർ സംസാരത്തിലുണ്ടാവുന്ന ദുഃഖങ്ങളൊക്കെ സഹിക്കണം എന്ന് ഭഗവാന്റെ വാക്കെന്ന് മനസ്സിലാക്കാതെ എങ്ങനെ സഹിക്കണം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചിട്ട് ഭഗവാന് സമർപ്പിച്ചിട്ട്. നല്ലത് മാത്രമല്ല ഭഗവാന് കൊടുക്കേണ്ടത്, എപ്പോഴും ഓർക്കുക, എന്ത് മോശം അനുഭവം ഉണ്ടായാലും അതും ഭഗവാന് കൊടുത്തോളണം. എല്ലാറ്റിൻ്റെയും ഉത്ഭവസ്ഥാനം അദ്ദേഹമാണ്. അവസാനമായിട്ട് രുക്മിണിയെ ഭഗവാൻ സ്തുതിക്കുകയാണ്. ഭഗവാൻ ഭക്തനെ സ്തുതിക്കുന്നു. ദൂതസ്ത്വയാത്മലഭനെ സുവിവിക്തമന്ത്ര പ്രസ്താവിതോ മയി ചിരായതി ശൂന്യമേതത് മത്വാ ജിഹാസ ഇതി മംഗമനന്യയോഗ്യം തിഷ്ഠേതത്വൈവയം പ്രതിനന്ദയാമ. തൊണ്ട ശരിക്ക് പണിയിട്ടിട്ടുണ്ട്. എന്നെ പ്രാപിക്കാൻ നീ തീരുമാനിച്ച ശേഷം ഒരു ദൂതനെ നീ എൻ്റെ വീട്ടിലേക്ക് അയച്ചു.
ആ ദൂതൻ തിരിച്ചു വരാൻ താമസിച്ചപ്പോൾ ഈ ജഗത്ത് നിനക്ക് ശൂന്യമായിട്ട് തോന്നി. അതായത് ഗുരുവിൻ്റെ അടുത്ത് ഭഗവാന്റെ സാക്ഷാത്കാരത്തിനായിട്ടുള്ള മാർഗത്തെ ചോദിച്ചിട്ട് ഗുരു മുഖാന്തരം ഭഗവാന്റേതായിട്ടുള്ള ഒരു സന്ദേശവും കിട്ടാണ്ട് വന്നപ്പോൾ ഈ ജഗത്ത് ശൂന്യമായിട്ട് ഭക്തന് തോന്നും. അന്യ ഒരാൾ നിൻ്റെ ശരീരം സ്പർശിക്കാൻ ഇടയാകാത്ത വണ്ണം നീ നിൻ്റെ ശരീരത്തെ ത്യജിക്കാൻ പോലും വിചാരിച്ചു. ഈ ജന്മമോ എനിക്ക് ഈശ്വര സാക്ഷാത്കാരം കിട്ടിയില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ശരീരം കളഞ്ഞ് അടുത്ത ശരീരം എടുക്കും എന്നുള്ള ചിന്ത നിനക്കുണ്ടായി. ഈ കൃത്യം നിൻ്റെ അനന്യഭാവത്തിനെ, അനന്യഭക്തിയാണ് കാണിക്കുന്നത്. ഇതിന് യുക്തമായിട്ടുള്ള പ്രതിഫലം നൽകാൻ സർവേശ്വരനായിട്ടുള്ള ഞാൻ അശക്തനാണ്. ഈ ഭാവത്തെ അഭിനന്ദിക്കുന്നതിന് മാത്രമേ എനിക്ക് കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ രുക്മിണിയെ മനസ്സ് നിറഞ്ഞു പുകഴ്ത്തുകയാണ്. ഒരു ഭക്തന് പെട്ടെന്ന് ആത്മസാക്ഷാത്കാരം ഉണ്ടായില്ല എന്ന് വിചാരിച്ചിട്ട് ധൈര്യം വിടാൻ പാടില്ല. സാംസാരികളും സംസാര സുഖങ്ങളെയൊക്കെ ഭക്തനെ പ്രലോഭിപ്പിച്ചാലും, നമ്മുടെ ചുറ്റുമുള്ളവരും ബന്ധുക്കളും നമ്മുടെ സാഹചര്യങ്ങളും ഒക്കെ നമ്മളെ വട്ടം കറക്കിയാലും ഭക്തൻ അതിൽ പെട്ടുപോകാണ്ടിരുന്നാൽ അവസാനം തീർച്ചയായിട്ടും ഭഗവാന്റെ പ്രാപ്തി ഉണ്ടാവും. ഇതിൻ്റെ സൂചനയാണ് ഇതിൽ രുക്മിണി സംവാദ, കൃഷ്ണൻ്റെ രുക്മിണി സംവാദ കഥ ഉപസംഹരിച്ചിട്ട് ശുകദേവൻ പരീക്ഷത്തിൻ്റെ അടുത്ത് പറയാണ്, ജഗൽപതിയായിട്ടുള്ള ഭഗവാൻ കൃഷ്ണൻ ആത്മാരാമനായിട്ടിരുന്നിട്ടും ഇങ്ങനെ രുക്മിണിയായിട്ട് ലീലകൾ ചെയ്തിരുന്നു. മറ്റു പത്നിമാരോടും ഇതേവിധം സാധാരണ ഒരു ഗൃഹസ്ഥനെ പോലെ പെരുമാറിയിരുന്നു. ഇതിനെപ്പറ്റിയുള്ള വിവരണങ്ങളൊക്കെ മറ്റധ്യായങ്ങളിൽ വരുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞിട്ട് ഈ ഭാഗം ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഒരുപക്ഷെ ഞാൻ ഇത്രയും ദിവസം ചെയ്തതിൽ ഇത്രയും സമയമെടുത്തിട്ട് ഞാൻ ഒരു ഭാഗവും പറഞ്ഞിട്ടില്ല. കർഹിച്ചിത അധ്യായം പറഞ്ഞാൽ ഭാഗവതത്തിൻ്റെ ഹൃദയമായി. ശരിക്ക് കർഹിച്ചിത അധ്യായത്തിലാണ് ഭാഗവതത്തിൻ്റെ ഹൃദയം. നമ്മൾ ഗൃഹസ്ഥരെ സംബന്ധിച്ചിടത്തോളം, ഒരു സാധാരണ ജീവാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഉദ്ധവോപദേശത്തിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുതന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഞാൻ ഇത്രയും സമയമെടുത്തിട്ട് ഞാൻ പറഞ്ഞത്. ഇനി ഇവിടെ നിന്ന് നമ്മൾ അതിവേഗതയിൽ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് കവർ ചെയ്യും. ഇന്നലെ നമ്മൾ സൂപ്പർ ഫാസ്റ്റായിട്ട് പോയ പോലെ തന്നെ നമ്മൾ ഒരുപാട് ഭാഗങ്ങൾ കവർ ചെയ്ത് മുന്നോട്ട് പോകും.